Good evening, everyone. Welcome to webinar conducted by Westmont Study Abroad on ACC in Ireland. ACC എന്നൊരു പ്രൊഫഷണൽ കോഴ്സ് ഇപ്പോൾ നമുക്കിടയിൽ ഒരുപാട് പോപ്പുലർ ആകുകയാണ് അല്ലേ? എന്നാൽ ഇതിന്റെ ഗുണം നമുക്ക് ഏറ്റവും കൂടുതൽ അനുയോജ്യമാകുന്നത് ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രി ആയിട്ടുള്ള UK, അയർലൻഡ്, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങളൊക്കെയാണ്. അപ്പം എങ്ങനെ ACCയെ അയർലൻഡിൽ ചെയ്യാം, അതിനുള്ള റൂട്ട് ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ ഈ വെബിനാറിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എൻ്റെ കൂടെ വെബിനാർ ഹോസ്റ്റ് ചെയ്യാൻ അയർലൻഡിൽ മോർ ദാൻ 20 years റെസിഡന്റ് ആയിട്ടുള്ള നമ്മുടെ ഗസ്റ്റ് സ്പീക്കർ മിസ്റ്റർ നോബൽ മാത്യു ആണ് ഉള്ളത്. ഈ വെബിനാറിൽ നിന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു PPT പ്രസന്റേഷനോ അല്ലെങ്കിൽ ഒരു വൺ വേ ഡിസ്ക്രിപ്ഷനോ അങ്ങനെയൊന്നുമല്ല, മറിച്ച് നിങ്ങളുടെ ഡൗട്ട്സ്, ക്വയറീസ് ഇതെല്ലാം തീർക്കാനായിരിക്കും നമ്മൾ മാക്സിമം ശ്രമിക്കുക. സോ വെബിനാറിന്റെ അവസാനം നമ്മൾ ഒരു Q&A സെഷനും കൂടെ അറേഞ്ച് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഡൗട്ട്സ് ഇതെല്ലാം മാക്സിമം നമുക്കാണെങ്കിൽ തീർക്കാൻ പറ്റുന്നതായിരിക്കും. വെബിനാർ ഹോസ്റ്റ് ചെയ്യാൻ ഞാനാണെങ്കിൽ നോബൽ സാറിനെ വെൽക്കം ചെയ്യുന്നു. സർ, ആർ യു ദേർ? ഹലോ, കേൾക്കാമോ? യെസ് സർ, ലൗഡ് ആൻഡ് ക്ലിയർ. ഓക്കെ 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 നമ്മുടെ വെബിനാർ നമ്മൾ രണ്ടായിട്ടാണ് ചെയ്യുന്നത്. നമ്മളൊരു പ്രസൻറ്റേഷനായിട്ട് നമ്മൾ ചെയ്യും, അതോടൊപ്പം തന്നെ നമ്മളൊരു Q&A സെഷനും കൂടെ ചെയ്യും. ഓക്കെ, അപ്പോൾ വെബിനാർ തുടങ്ങുന്നതിന് മുമ്പായിട്ട് എനിക്ക് തോന്നുന്നു അയർലൻഡ് ഞാൻ മാത്രമുള്ളായിരിക്കും വീട്ടിൽ ഇന്ന് ഇരിക്കുന്ന ആളെന്ന് പറയുന്നത് ഞാൻ മാത്രമുള്ളായിരിക്കും. നമ്മൾ ഇന്ന് 30 ഡിഗ്രി ആദ്യമായിട്ട് ഹിറ്റ് ചെയ്ത ദിവസമാണ് അയർലൻഡിൽ. ഒരു അമേസിങ് സമ്മർ ഡേ ആണ് ഇവിടെ അയർലൻഡ്. എൻ്റെ അയർലൻഡ് ഒന്ന് ബീച്ചിലായിരിക്കും അല്ലെങ്കിൽ പാർക്കിലായിരിക്കും. ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ വീട്ടിലിരിക്കുന്നത്. അപ്പോൾ ഈ വീട്ടിലിരിക്കുന്ന ഈ സമയം നിങ്ങളോട് സംവദിക്കാം. നിങ്ങളോട് കാര്യങ്ങൾ വളരെ കാഷ്വലായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാം. നിങ്ങളുടെ എന്തൊക്കെ സംശയങ്ങളാണോ ഉള്ളത്, ഇപ്പം പ്രസൻറ്റേഷൻ ചെയ്തു പോകുന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നുന്ന ചോദ്യങ്ങൾ, അല്ലെങ്കിൽ ചോദിക്കാനായിട്ട് നിങ്ങൾ റെഡി ആയിട്ട് വന്നിരിക്കുന്ന ചോദ്യങ്ങൾ നിങ്ങൾക്ക് നോട്ട് ഡൗൺ ചെയ്ത് വയ്ക്കാം. എന്നിട്ട് Q&A സെഷനിൽ എനി നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഇഫ് യു വാണ്ട് ടു ആസ്ക്, യു ജസ്റ്റ് ആസ്ക്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങളുടെ സംശയങ്ങൾ, അത് ഇറ്റ് കുഡ് ബി ഇൻ റിലേഷൻ ടു ACCA, ഇറ്റ് കുഡ് ബി ഇൻ റിലേഷൻ ടു അയർലൻഡ്, ഇറ്റ് കുഡ് ബി ഇൻ റിലേഷൻ ടു യൂറോപ്പ്, എനി ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് യു മേ ആസ്ക്. ഓക്കെ, അപ്പോൾ ACCA എന്ന് പറയുന്നത് നമ്മൾ മെയിനായിട്ടും പറയുന്ന അക്കൗണ്ടിങ് എന്നാണ് പറയുന്നത്. അക്കൗണ്ടിങ്ങിൻ്റെ ബ്യൂട്ടി എന്ന് പറയുന്നത് നമുക്ക് ലോകം മുഴുവനും, ഇറ്റ്സ് എ യൂണിവേഴ്സൽ ഡിഗ്രി. നമുക്ക് ലോകം മുഴുവനും ട്രാവൽ ചെയ്യാൻ പറ്റും ഈ ഒരു ഡിഗ്രി നമുക്കുണ്ടെങ്കിൽ. നമുക്കിതാ ഇന്ത്യയിൽ വാലിഡാണ്, അയർലൻഡിൽ വാലിഡാണ്, UK വാലിഡാണ്, ഓസ്ട്രേലിയയിൽ, ന്യൂസിലാൻഡിൽ, ഏത് കൺട്രിയിലേക്ക് പോയാലും വാലിഡായിട്ടുള്ള ഒരു ഡിഗ്രിയാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ആ അക്കൗണ്ടിങ്ങിൻ്റെ കംപ്ലീഷനാണ്, അല്ലെങ്കിൽ അക്കൗണ്ടിങ്ങിൻ്റെ പെർഫെക്റ്റ് ആകുന്നത് എപ്പോഴാണ്? അത് പെർഫെക്റ്റ് ആകുന്നത് അതിൻ്റെ രജിസ്ട്രേഷൻ എക്സാമും കൂടെ കംപ്ലീറ്റ് ആകുമ്പോഴാണ്. അപ്പോൾ അതാണ് ACCA എന്ന് പറയുന്നത്. ഇപ്പോൾ പലതരത്തിലുള്ള രജിസ്ട്രേഷൻ എക്സാംസ് ഉണ്ട്. CMA ഉണ്ട്, ACCA ഉണ്ട്, അങ്ങനെ പലതരത്തിലുള്ള രജിസ്ട്രേഷൻ എക്സാം ഉണ്ട്. എങ്കിലും യൂണിവേഴ്സലായിട്ട് നമ്മൾ പറയുമ്പോൾ ACCA ആണ് രജിസ്ട്രേഷൻ എക്സാം ആയിട്ട് പറയുന്നത്. അപ്പം നമ്മൾ അക്കൗണ്ടിങ്ങും ACCA ആയിട്ട് എങ്ങനെയാണ് നമ്മൾ ക്ലബ്ബ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ പറയുന്ന അക്കൗണ്ടിങ് കോഴ്സ് അത് പഠിച്ചിറങ്ങി കഴിയുമ്പം നമ്മൾ ACCയുടെ ഒരു 9 പേപ്പറും കൂടെ പഠിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ ഉള്ളത് ഒരു 4 പേപ്പറാണ്. ആ 4 പേപ്പറോട് കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഫുള്ളി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു അക്കൗണ്ടൻ്റായിട്ട് മാറുന്നത്. ഇപ്പോൾ അയർലൻഡ് പഠിക്കുന്ന എല്ലാ കുട്ടികളും തന്നെ ഇപ്പോൾ അവർ എക്സാം പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ വിസ സ്റ്റാമ്പ് മാറി അവർ സ്റ്റേ ബാക്കിലേക്ക് ആകുന്നതിന് മുൻപ് തന്നെ അവർ ACCയുടെ പ്രോസസ്സും കൂടെ സ്റ്റാർട്ട് ചെയ്യും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആ സ്റ്റഡി മോഡിൽ തന്നെ കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ അവർ അവരുടെ മാസ്റ്റേഴ്സ് കഴിഞ്ഞു, അവർ ACCയും കൂടെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അവർ ജോബിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അവർ ACCയും കൂടെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നോക്കും. വൺസ് അവർ സ്റ്റാമ്പ് മാറി അത് സ്റ്റേ ബാക്കിലേക്ക് ആയി കഴിയുമ്പോൾ ആ ഒരു സമയത്ത് അവർ ACCയും കൂടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ഒരു അവസാന സ്റ്റേജിലേക്കാണെങ്കിൽ അവർക്ക് ജോലി കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അത് പറയുമ്പോൾ പോലും നമ്മൾ അയർലൻഡിൽ എപ്പോഴും ഏതൊരു ഫീൽഡാണെങ്കിൽ പോലും, ഇപ്പോൾ അക്കൗണ്ടിങ് നല്ല, അത് ഫാർമസി ആയിക്കോട്ടെ, എഞ്ചിനീയറിംഗ് ആയിക്കോട്ടെ, കമ്പ്യൂട്ടർ സയൻസ് ആയിക്കോട്ടെ, ഏത് ഫീൽഡാണെങ്കിൽ പോലും നമുക്കൊരു മിനിമം ഒരു 6 months എങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലാണ് നമുക്കൊരു ജോബ് കിട്ടാനായിട്ട് എപ്പോഴും നല്ലത്. ഒരു 5 years 6 years ഒക്കെ ആയിട്ട് എക്സ്പീരിയൻസ് ആയിട്ട് വരുന്ന കുട്ടികളുണ്ട്. അവർ പഠിച്ചിറങ്ങി കഴിയുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ ജോബ് ആകുന്നുണ്ട്. ഫ്രഷ് ആയിട്ട് വരുന്ന കുട്ടികൾ, ഫ്രഷേഴ്സിന്
ജോലി കിട്ടുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് അപ് ടു യുവർ ആപ്റ്റിറ്റ്യൂഡ്. നമുക്ക് ആപ്റ്റിറ്റ്യൂഡ് ഓക്കെ ആണെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും പറ്റി വ്യക്തമായ ഒരു ധാരണയുണ്ട് എങ്കിൽ നമുക്കൊരു ജോബിലേക്ക് ലാൻഡ് ചെയ്യാനായിട്ട് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. അയർലൻഡിൻ്റെ ഒരു പ്രത്യേകത എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങളൊരു ഒരു ഒരു നാട്ടിൽ ഒരു BCom കഴിഞ്ഞു, അതിനുശേഷം ഒരു 10 വർഷം നിങ്ങളൊരു അക്കൗണ്ടിങ് ഫീൽഡ്, അതുപോലെ ഒരു 5 വർഷം നിങ്ങളൊരു അക്കൗണ്ടിങ് ഫീൽഡ് വർക്ക് ചെയ്തു, മേജറായിട്ടുള്ള അക്കൗണ്ടിങ് കമ്പനികളിലൊക്കെ വർക്ക് ചെയ്തു. അതിനുശേഷം നിങ്ങൾ അയർലൻഡിൽ വന്നു, നിങ്ങൾ മാസ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്തു, നിങ്ങൾ ACC കംപ്ലീറ്റ് ചെയ്തു, അല്ലെങ്കിൽ ACC കംപ്ലീറ്റ് ചെയ്തില്ല, വാട്ടവർ. നിങ്ങളൊരു ജോബിലേക്ക് ചെന്ന് കഴിയുമ്പോൾ, നിങ്ങളൊരു ജോബിന് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളൊരു CV സബ്മിറ്റ് ചെയ്യും. ആ CV സബ്മിറ്റ് ചെയ്ത് നിങ്ങൾ CV റിവ്യൂ ചെയ്തിട്ട് അവർ നിങ്ങളെ ഇൻ്റർവ്യൂവിന് വിളിക്കുമ്പോൾ നിങ്ങളുടെ അക്കാഡമിക് ഡോക്യുമെൻറ്റ്സോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രീവിയസ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ലെറ്ററുകളോ ഒന്നും അവർ നോക്കില്ല. അവർ ഇൻ്റർവ്യൂവിൽ സിനാരിയോ ബേസ്ഡ് ആയിട്ടുള്ള ഇൻ്റർവ്യൂ ആണ് അവർ ചെയ്യുന്നത്. ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ തന്നെ അവർ നമ്മളെ അസസ് ചെയ്തിട്ടുണ്ടാവും. നമ്മുടെ ആൻസറിങ് സ്റ്റൈല് അല്ലെങ്കിൽ നമ്മുടെ ആൻസറിൻ്റെ ഡെപ്ത്ത് നോക്കിയായിരിക്കും അവരത് മനസ്സിലാക്കുന്നത്. ഓക്കെ, ഇനി ഇൻ്റർവ്യൂ നിങ്ങൾ പാസ്സായി എന്ന് വിചാരിക്കുക, അപ്പോഴും നിങ്ങൾ ഒരു അക്കാഡമിക് ഡോക്യുമെൻ്റ് പോലും കൊണ്ട് സബ്മിറ്റ് ചെയ്യാനായിട്ട് അവർ പറയില്ല. ഒരു എക്സ്പീരിയൻസ് ലെറ്റർ പോലും സബ്മിറ്റ് ചെയ്യാനായിട്ട് അവർ പറയത്തില്ല. വളരെ റെയർ ആയിട്ടുള്ള ചില കമ്പനികൾ നിങ്ങളെ ഫൈനൽ ആയിട്ട് ചെയ്തിരിക്കുന്ന അക്കാഡമിക് ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യാൻ പറയും, ചിലപ്പോൾ അത് കംപ്ലീഷൻ്റെ ഭാഗമായിട്ട്. അതല്ലാതെ ഒരു കമ്പനികളും ഒരു എക്സ്പീരിയൻസ് നമ്മളോട് ചോദിക്കില്ല. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹൗ ഡു വി പെർഫോം, അല്ലേ? നമ്മൾ എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ളതാണ്. നമ്മളെങ്ങനെ ഓരോ കാര്യങ്ങളും ഇൻ ഡെപ്തിൽ പഠിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അല്ലേ? നമ്മൾ ഓരോ കാര്യത്തെപ്പറ്റിയും വ്യക്തമായൊരു ധാരണ ഉണ്ടായി. അപ്പോഴാണ് നമ്മളൊരു ക്വസ്റ്റ്യൻ, ഒരു ഏരിയയെ പറ്റി ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു സെനാരിയോ പറയാൻ, അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ടത് പറയാൻ പറ്റുള്ളൂ. അവർ ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ പല ആംഗിൾ ഉണ്ടാവും. ഓരോ ക്വസ്റ്റ്യനും പല ആംഗിളാണ്. ആ ആംഗിൾ മുഴുവൻ ടച്ച് ചെയ്തായിരിക്കണം നമ്മൾ ആൻസർ പറയുന്നത്. അപ്പോഴാണ് നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാനും, അല്ലെങ്കിൽ ആ ഒരു ഇൻ്റർവ്യൂ നമുക്ക് സക്സസ്ഫുൾ ആവാനും സാധിക്കുള്ളൂ. ഓക്കെ, ഇനി തിരിച്ച് നമ്മുടെ അക്കൗണ്ടിങ്ങിലേക്ക് തന്നെ വന്നു കഴിഞ്ഞാൽ, ഇവിടെ ഉള്ള യൂണിവേഴ്സിറ്റികൾ ഏകദേശം ഒരു 26-27ഓളം ഹൈ ലെവലായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ്, എല്ലാം തന്നെ വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസോ അല്ലെങ്കിൽ വേൾഡ് റാങ്കിങ്ങിൽ വരുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസോ ആണ്. എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനും ഇപ്പം മേജറായിട്ട് വരുന്ന യൂണിവേഴ്സിറ്റികൾ പഠിപ്പിക്കുന്ന ആ ഫാക്കൽറ്റികൾ തന്നെയായിരിക്കും മെയിനായിട്ട് വരുന്ന എല്ലാ കോളേജുകളിലും എല്ലാം പഠിപ്പിക്കുന്നു. ഫാക്കൽറ്റീസ് എന്ന് പറയുന്നത് റീസോഴ്സ് ഷെയറിങ് എന്ന് പറയും. അയർലൻഡിൽ വ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണ് റീസോഴ്സ് ഷെയറിങ്. ഇപ്പോൾ ഒരു യൂണിവേഴ്സിറ്റി പഠിപ്പിക്കുന്ന ഒരാൾ ചിലപ്പോൾ കോളേജിൽ പഠിപ്പിക്കും, പല യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കും, പല കൺട്രിയിൽ പോയി പഠിപ്പിക്കും. അങ്ങനെ റീസോഴ്സ് ഷെയറിങ്ങിൻ്റെ ഭാഗമായിട്ട് അവർ പലയിടത്ത് പഠിപ്പിക്കുന്നുണ്ടാവും. അപ്പോൾ ഒരു കോഴ്സ് നമ്മൾ പഠിക്കുമ്പം ഇന്ന സ്ഥലത്ത് പഠിച്ചു അല്ലെങ്കിൽ ഇന്ന യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചു എന്നതുകൊണ്ടൊരു വലിയ ബെനിഫിറ്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം നാട്ടിലൊക്കെ ആണെങ്കിൽ ഇപ്പം ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചു അല്ലെങ്കിൽ ലയോള കോളേജിൽ പഠിച്ചു എന്ന് പറയുന്നത് എപ്പോഴും ഒരു ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യമാണ്, ഇന്ന യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചു എന്ന് പറയുന്നത്. അതേസമയം ഇവിടെ എന്ന് പറയുമ്പോൾ ഓരോ കോഴ്സും ഡിസൈൻ ചെയ്യുന്നത് ഹയർ എഡ്യൂക്കേഷൻ അതോറിറ്റിയാണ്. അപ്പം ഓരോ കോഴ്സിൻ്റെയും എൻഡിൽ നമ്മൾ QQI എന്നും ക്വാളിറ്റി ക്വാളിഫിക്കേഷൻ ഓഫ് അയർലൻഡ് എന്ന് പറയുന്ന ഒരു സ്റ്റാമ്പ് ഉണ്ട് എങ്കിൽ അത് റിക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു കോഴ്സാണ്. ഓക്കെ, ഹയർ എഡ്യൂക്കേഷൻ അതോറിറ്റി റിക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു കോഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ആ കോഴ്സ് പല പേരിൽ പല യൂണിവേഴ്സിറ്റികൾ പഠിപ്പിക്കും, കണ്ടന്റ് ഒന്ന് തന്നെ ആയിരിക്കും. ഇപ്പം നാട്ടിൽ പോലെ ഓരോ യൂണിവേഴ്സിറ്റികൾ ഇവിടെ കോഴ്സസ് ഡിസൈൻ ചെയ്യുന്നില്ല. ഒരു യൂണിവേഴ്സിറ്റി ഒരു കോഴ്സ് ഡിസൈൻ ചെയ്യുന്നു, വേറെ യൂണിവേഴ്സിറ്റി വേറെ കോഴ്സ് ഡിസൈൻ ചെയ്യുന്നു, അങ്ങനെയില്ല. അപ്പോൾ എവിടെ പഠിച്ചാലും നമുക്ക് ഒരേ ബെനിഫിറ്റ് തന്നെയാണുള്ളത്. ഇപ്പം ട്രിനിറ്റി കോളേജിൽ പഠിച്ചു, അല്ലെ UCDയിൽ പഠിച്ചു, യൂണിവേഴ്സിറ്റി കോളേജ് ഡബ്ലിനിൽ പഠിച്ചു, അല്ലെങ്കിൽ സിറ്റി യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചു, ഇതൊന്നും നമ്മൾ ഇൻ്റർവ്യൂവിന് ചെല്ലുമ്പം അവർ നോക്കത്തേ ഇല്ല. നമ്മൾ ഏത് യൂണിവേഴ്സിറ്റി പഠിച്ചു എന്നല്ല അവർ നോക്കുന്നത്, നമ്മൾ എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു യൂണിവേഴ്സിറ്റി പിക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു കോളേജ് പിക്ക് ചെയ്യുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമുക്ക് മാക്സിമം എക്സ്പോഷർ കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ്. എക്സ്പോഷർ എന്ന് പറയുമ്പോൾ നമ്മളൊരു ക്യാപിറ്റൽ സിറ്റിയിൽ പഠിക്കുന്ന എക്സ്പോഷർ ആയിരിക്കില്ല ഒരു കൗണ്ടിയിൽ, ഒരു ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു കൗണ്ടിയിൽ പോയി പഠിച്ചു കഴിഞ്ഞാൽ. ഒരു ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു കൗണ്ടി നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ നമുക്കുള്ള ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് കോഴ്സിൻ്റെ ഫീ വളരെ കുറവായിരിക്കും. പക്ഷേങ്കിൽ നമ്മളൊരു വില്ലേജിൽ പഠിച്ച ഒരു ഫീലിംഗ് ആയിരിക്കും. നമ്മളിപ്പം ബാംഗ്ലൂർ പോയി പഠിക്കുന്നു, അല്ലെങ്കിൽ കൊച്ചിയിൽ പഠിക്കുന്നതും, ഇപ്പോൾ ഒരു ടൗൺ എടുത്തിട്ട് കട്ടപ്പന എന്ന് പറയുന്ന ഒരു ടൗൺ എടുത്തിട്ട് ഇടുക്കി ജില്ലയിലെ കട്ടപ്പനയിൽ പോയി കട്ടപ്പന അത്ര മോശമെന്നല്ല ഞാൻ പറഞ്ഞത്, കട്ടപ്പനയിലെ കോളേജുകളൊക്കെ ഉണ്ട്. എങ്കിൽ പോലും
ഉള്ള ആ ഒരു കമ്പാരിസൺ, നമുക്ക് കിട്ടുന്ന എക്സ്പോഷർ, നമുക്കൊരു കോഴ്സ് കഴിഞ്ഞാൽ ഒരു ജോബിലേക്ക് ലാൻഡ് ചെയ്യാനായിട്ടുള്ള എംപ്ലോയേഴ്സിൻ്റെ അവൈലബിലിറ്റി, ഇതെല്ലാം ആണ് നമ്മളെപ്പോഴും എക്സ്പോഷർ എന്ന് പറയുമ്പോൾ നോക്കുന്നത്. അപ്പോൾ എക്സ്പോഷർ ഉണ്ടായിരിക്കണം, അതോടൊപ്പം തന്നെ റീസണബിൾ ആയിട്ടുള്ള ഒരു കോഴ്സിൻ്റെ ഫീ ആയിരിക്കണം. ഈ രണ്ട് കാര്യങ്ങളാണ് മെയിനായിട്ട് നമ്മൾ നോക്കേണ്ടത്. ചില കുട്ടികളുണ്ട്, നമുക്ക് ഫണ്ട് ഒരു പ്രശ്നമല്ല അവർക്ക്. അപ്പോൾ അവർ പറയും, നമുക്ക് ഇന്ന യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാം, ട്രിനിറ്റി കോളേജ് പഠിക്കാം, അല്ലെങ്കിൽ UCD പഠിക്കാം. നമ്മൾ അവൈലബിൾ ആയിട്ടുള്ള ഒരു കോഴ്സ് അല്ലെങ്കിൽ റീസണബിൾ ആയ ഒരു കോഴ്സിൻ്റെ ഡബിൾ ആയിരിക്കും അവിടെ കോഴ്സിൻ്റെ ഫീ എന്ന് പറയുന്നത്. ഒരു 25,000 euro അല്ലെങ്കിൽ 30,000 അടുത്ത് വരും കോഴ്സിൻ്റെ ഫീ എന്ന് പറയുന്നത്. ബട്ട് അറ്റ് ദി എൻഡ് നമ്മൾ ഏത് യൂണിവേഴ്സിറ്റി പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ജോബിന് അപ്ലൈ ചെയ്യുമ്പോൾ ഈ യൂണിവേഴ്സിറ്റി പഠിച്ച കുട്ടികളും നമ്മൾ എല്ലാ യൂണിവേഴ്സിറ്റി പഠിച്ച കുട്ടികളും പെർഫോമൻസ് ഉണ്ടായിരിക്കും, അവിടെ പെർഫോം ചെയ്യാനായിട്ട് പറ്റും ഒരു ഇൻ്റർവ്യൂവിന്. അപ്പോൾ ആ ഇൻ്റർവ്യൂ സെഷനിൽ അവർ ഒരിക്കലും നമ്മുടെ ഒരു CV എടുത്ത് നോക്കിയിട്ട് ഈ കുട്ടി പഠിച്ചിരിക്കുന്നത് ഇവിടുത്തെ ടോപ്പ് റാങ്കിങ് യൂണിവേഴ്സിറ്റിയിലാണ്, അതുകൊണ്ട് ഈ കുട്ടിക്ക് ഒരു പ്രയോറിറ്റി കൊടുത്തേക്കാം, അല്ലെങ്കിൽ ഈ കുട്ടിക്ക് നമുക്ക് പ്ലേസ്മെൻറ്റ് കൊടുത്തേക്കാം എന്നൊരിക്കലും പറയില്ല. അപ്പോൾ നമ്മൾ എവിടെ പഠിക്കുന്നു എന്നതിനേക്കാളും ഉപരിയാണ് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ എന്ത് പഠിക്കുന്നു, നമ്മൾ എങ്ങനെ പഠിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ എങ്ങനെയാണ് അത് പഠിക്കുന്നത്, നമ്മൾ എങ്ങനെയാണ് ഒരു കോഴ്സിനെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ എങ്ങനെ പെർഫോം ചെയ്യുന്നു. ഈ രണ്ട് കാര്യങ്ങളാണ് വളരെ പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത്. അപ്പോൾ അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഒരു കോഴ്സ് ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ അതൊരു യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു കോഴ്സാണ്. അപ്പോൾ നമ്മൾ എവിടെ പോയാലും ഏത് കൺട്രി പോയാലും നമുക്കൊരു കോഴ്സാണ്. നമുക്ക് ഓഫ് ഹാൻഡായിട്ട് നമുക്ക് ഏത് കൺട്രിയിലോട്ട് പോയി കഴിഞ്ഞാലും നമുക്കൊരു ജോബിലേക്ക് ലാൻഡ് ചെയ്യാനായിട്ട് നമുക്ക് ടൂൾസ് ഒന്നും തന്നെ വേണ്ട. നമ്മുടെ കയ്യിൽ ടൂൾസ് ഒന്നുമില്ലാതെ നമ്മൾ ഓഫ് ഹാൻഡായിട്ട് നമ്മൾ ട്രാവൽ ചെയ്യുന്നു, നമ്മൾ ഏതെങ്കിലും ഒരു കൺട്രി ചെല്ലുന്നു, നമ്മൾ ജോബിന് അപ്ലൈ ചെയ്യുന്നു. ട്രാവൽ ചെയ്യുന്ന ഒത്തിരി കുട്ടികളുണ്ട്, അക്കൗണ്ടിങ് പഠിച്ചതിന് ശേഷം ട്രാവൽ ചെയ്യുന്ന കുട്ടികളുണ്ട്. അപ്പോൾ അയർലൻഡിലൊക്കെ കോഴ്സ് കഴിഞ്ഞു കുറേ നാൾ വർക്ക് ചെയ്തിട്ട് അവർ ട്രാവൽ ചെയ്യും. അവർ ചിലപ്പോൾ സൗത്ത് ആഫ്രിക്കയിൽ ട്രാവൽ ചെയ്യും, അല്ലെങ്കിൽ ഓസ്ട്രേലിയക്ക് ട്രാവൽ ചെയ്യും. എന്നിട്ട് അവിടെ ഒരു വർഷം സ്റ്റേ ചെയ്യും, ഒരു വർഷം അവർ വർക്ക് ചെയ്യും. അതിനുശേഷം വേറൊരു കൺട്രിയിലേക്ക് മൂവ് ചെയ്യും. അങ്ങനെ ഒരു 3-4 വർഷം അവർ ട്രാവൽ ചെയ്തിട്ട് തിരിച്ച് അയർലൻഡിൽ വരും. അപ്പോൾ അയർലൻഡിൽ വന്നു കഴിയുമ്പോൾ അവർ ജോബിന് അപ്ലൈ ചെയ്യുമ്പോൾ അവർക്ക് വാസ്റ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും. നമ്മുടെ ഇന്ത്യയിലുള്ള കുട്ടികളുടെ കാര്യമല്ല ഞാൻ പറയുന്നത്, പൊതുവിലുള്ള വെസ്റ്റേൺ കൺട്രീസിലുള്ള കുട്ടികളുടെ കാര്യമാണ്. നമ്മൾ ട്രാവൽ ചെയ്യുന്നവർ വളരെ കുറവാണ്. നമ്മൾ ഒരു കോഴ്സ് പഠിച്ചു ഒരു ജോബിലേക്ക് ലാൻഡ് ചെയ്തു നമ്മൾ അവിടെ സസ്റ്റെയിൻ ചെയ്ത് പോകുക എന്നുള്ളതാണ് നമ്മൾ മെയിനായിട്ട് നോക്കുന്നത്. ഞാൻ പറഞ്ഞു പോകാനുള്ള കാരണം, നമുക്ക് ട്രാവൽ ചെയ്യാനായിട്ട് അതേ രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു കോഴ്സാണ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മളിപ്പോൾ ഇപ്പം അയർലൻഡിൽ പഠിച്ചിരിക്കുന്ന ഒരു കുട്ടി, അല്ലെങ്കിൽ അയർലൻഡ് സിറ്റിസൺ ആയിട്ടുള്ള ഒരു കുട്ടി ചിലപ്പോൾ ഇന്ത്യയിലേക്ക് ട്രാവൽ ചെയ്യുന്നു, ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു കമ്പനിയിൽ അപ്ലൈ ചെയ്യുന്നു, ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നു, അതിനുശേഷം ഒരു വർഷം കംപ്ലീറ്റ് ആയതിനു ശേഷം പിന്നെയും ട്രാവൽ ചെയ്യുന്നു. അപ്പോൾ വൈൽ ദേ ട്രാവൽ ദേ ബ്രിങ് അലോങ് ലോട്ട്സ് ഓഫ് എക്സ്പീരിയൻസ് അല്ലേ. അപ്പോൾ ഇന്ത്യയിൽ വർക്ക് ചെയ്യുമ്പോൾ ഇന്ത്യയിലെ എക്സ്പീരിയൻസ്, വേറെ കൺട്രിയിൽ വർക്ക് ചെയ്യുന്നതിന് അവിടുത്തെ എക്സ്പീരിയൻസ്. അപ്പോൾ തിരിച്ച് അവർ അയർലൻഡിലേക്ക് വരുമ്പോൾ അവരുടെ മദർ കൺട്രിയിലേക്ക് അവരുടെ എവിടെയാണോ അവർ ജനിച്ചത് ആ കൺട്രിയിലേക്ക് അവർ വരുമ്പോൾ അവർക്ക് കുറേയേറെ എക്സ്പീരിയൻസ് ആയിരിക്കുള്ളൂ. അങ്ങനെയാണ് അവരൊരു സീനിയർ പൊസിഷനിലേക്ക് പ്ലേസ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, ഇനിയുള്ളത് പറയുമ്പോഴും ഞാൻ Q&A സെഷനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ Q&A സെഷനിൽ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ ബേസ് ഞാൻ ഇച്ചിരി കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യങ്ങൾ പറയും. അയർലൻഡ് പിക്ക് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം, ഇപ്പം അറ്റ് ദ മൊമെൻറ്റ് ഓപ്പൺ ആയിട്ടുള്ള കൺട്രീസ് എന്ന് പറയുന്നത്, ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയിൽ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് ഓപ്പൺ ആയിരിക്കുന്ന വളരെ ചുരുക്കം കൺട്രികളിൽ ഒരു കൺട്രിയാണ് അയർലൻഡ് എന്ന് പറയുന്നത്. വർഷങ്ങളായിട്ട് തന്നെ അയർലൻഡ് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന കൺട്രിയാണ്. ഒരു 20-25 ഇയേഴ്സിന് മുമ്പൊക്കെ കുട്ടികളിവിടെ പഠിക്കാൻ വന്നിട്ടുണ്ട്. ആ പഠിക്കാൻ വന്നിരിക്കുന്ന കുട്ടികൾ അന്ന് തുടങ്ങി ഇന്നും ഏകദേശം ഒരേപോലെ തന്നെ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനെ വെൽക്കം ചെയ്യുന്ന ഒരു കൺട്രിയാണ്. ഒരിക്കലും ഒരു ഡ്രോപ്പ് ഉണ്ടായിട്ടില്ല, നമ്പറിലൊരു ഡ്രോപ്പ് ഒരിക്കലും ഉണ്ടായിട്ടില്ല. സസ്റ്റെയിൻ ചെയ്തു പോകുന്ന ഒരു കൺട്രിയാണ് അയർലൻഡ്. ഏകദേശം ഒരേപോലെ തന്നെ അന്നും ഇന്നും എല്ലാം സസ്റ്റെയിൻ ചെയ്തു പോകുന്ന ഒരു കൺട്രിയാണ്. അയർലൻഡിൻ്റെ ഒരു ബെനിഫിറ്റ് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു അയർലൻഡിലേക്ക് പഠിക്കാൻ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു 27 യൂറോപ്യൻ കൺട്രീസിലേക്കാണ് പഠിക്കാൻ വരുന്നത്. ഒരു 27 യൂറോപ്യൻ യൂണിയൻ്റെ ഒരു വൺ ഓഫ് ദി കൺട്രീസാണ് അയർലൻഡ് എന്ന് പറയുന്നത്. 27 കൺട്രീസിലെ ഒരു കൺട്രിയാണ്. അപ്പോൾ നിങ്ങൾക്കൊരു അയർലൻഡിലേക്ക് പഠിക്കാൻ വന്നു, അയർലൻഡ് ഒരു ജോബ് കിട്ടി, നിങ്ങളൊരു PR കിട്ടി, അതിനുശേഷം നിങ്ങളൊരു സിറ്റിസൺ ആകുമ്പോൾ, അയർലൻഡ് ഒരു സിറ്റിസൺ ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് യൂറോപ്പിൻ്റെ പാസ്പോർട്ടാണ് കിട്ടുന്നത്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ അയർലൻഡ് പാസ്പോർട്ട് വെച്ചിട്ട് നിങ്ങൾക്ക് 27 കൺട്രീസിൽ ഏത് കൺട്രിയിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാം, ഏത് കൺട്രി വേണമെങ്കിലും നിങ്ങൾക്ക് ജോബിന് അപ്ലൈ ചെയ്യാം, ഏത് കൺട്രി വേണമെങ്കിലും നിങ്ങൾക്ക് സെറ്റിൽ ആവുകയും ചെയ്യാം. അപ്പോൾ നിങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക, ഇറ്റലി ഭയങ്കര ഇഷ്ടമാണ്, ഇറ്റലിയിലേക്ക് ട്രാവൽ ചെയ്യുന്ന ഇഷ്ടമാണ്, അല്ലെങ്കിൽ ഇറ്റലിയിൽ വർക്ക് ചെയ്യുന്ന ഇഷ്ടമാണ്, അല്ലെങ്കിൽ ഇറ്റാലിയൻ ലാംഗ്വേജ് ഇഷ്ടമാണ്. അപ്പോൾ ഇറ്റലിയിലേക്ക് ട്രാവൽ ചെയ്യാനും ഇറ്റലിയിൽ ഏതെങ്കിലും ഒരു കമ്പനിയിൽ നമുക്ക് അപ്ലൈ ചെയ്യാനും ജോബ് കിട്ടിയതിന് ശേഷം ഇറ്റലിയിൽ സെറ്റിൽ ആവാനും
നമുക്ക് സാധിക്കും. റൂൾസ് എല്ലാം പറയുമ്പോൾ ഏകദേശം ഉണ്ട്. എന്താ ജർമ്മനിയിലേക്ക് ട്രാവൽ ചെയ്യുന്ന കുട്ടികളുണ്ട്, ജർമ്മനിയിൽ സെറ്റിൽ ആകാനായിട്ട് ആഗ്രഹിക്കുന്ന കുട്ടികളുണ്ട്, സ്പെയിനിലേക്ക് പോകുന്നവരുണ്ട്. ഇതൊന്നും അല്ലാതെ പഠിച്ചതിന് ശേഷം ജസ്റ്റ് ട്രാവൽ ചെയ്യുന്ന കുട്ടികളുണ്ട്. അങ്ങനെയുണ്ട്, പലതരത്തിലുള്ള ആണ് കുട്ടികളുള്ളത്. അയർലൻഡ് വന്ന് പഠിച്ചാൽ മറ്റൊരു ബെനിഫിറ്റ് നമുക്ക് എക്സ്പോഷർ ഉണ്ട്. അതുപോലെ 27 കൺട്രീസിലെ ഒള്ളി ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയാണ് UK, അയർലൻഡ്, യൂറോപ്പിൽ നിന്ന് പുറത്ത് പോയതിനു ശേഷം. അപ്പോൾ എല്ലാ കമ്പനികളുടെയും തന്നെ പ്രസൻസ്, മേജറായിട്ടുള്ള എല്ലാ കമ്പനികളുടെയും തന്നെ ഒരു പ്രസൻസ് അവരുടെ ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഓഫീസായിട്ട് ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയായ 27 കൺട്രീസിലെ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയായ അയർലൻഡിലുണ്ട്. ഇത് പോപ്പുലേഷൻ വളരെ കുറവാണ്, 55 lakhs, 55 ലക്ഷം ആൾക്കാരെ, 5.5 മില്യൺ ആൾക്കാരെ അയർലൻഡിലുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് വളരെ കൂടുതൽ. ചില കുട്ടികൾ നമ്മളോട് ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് അയർലൻഡ് മാസ്റ്റേഴ്സിന് ഇത്ര ഓപ്പർച്യൂണിറ്റി വരുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് പഠിക്കാൻ ഇത്ര സീറ്റ് വരുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ് ഈ അടുത്തിടെ. അപ്പം അത് നിങ്ങൾ ചോദിക്കാൻ സാധ്യതയില്ലാത്തതുകൊണ്ട് ഞാൻ അതിൻ്റെ ആൻസർ പറഞ്ഞു പോവുകയാണ്. അയർലൻഡിൽ പോപ്പുലേഷൻ വളരെ കുറവാണെന്ന് ഞാൻ പറഞ്ഞു. ഇവിടെ പഠിച്ചിറങ്ങുന്ന കുട്ടികൾ, ഇവിടെ ബോൺ ആൻഡ് ബ്രോട്ടപ്പ് ആയിട്ടുള്ള കുട്ടികൾ ഇവിടെ +2 അല്ലെങ്കിൽ ഇവിടെ ലിവിങ് സെർട്ട് എന്ന് പറയും, ലിവിങ് സെർട്ട് പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ അവർ സ്ട്രേറ്റ് അവേ അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് പ്രൊസീജിയർ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ജൂനിയർ സെർട്ട് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ജൂനിയർ സെർട്ടാണ് നാട്ടിലെ 10th എന്ന് പറയുന്നത്. 10th ക്ലാസ് അല്ലെ SSLC എന്ന് പറയുന്നത്. SSLC കഴിഞ്ഞിട്ട് അവർ ജൂനിയർ സെർട്ട് കഴിഞ്ഞിട്ട് ലിവിങ് സെർട്ട് അല്ലെങ്കിൽ +2ലേക്ക് വരുമ്പോൾ തന്നെ അവർക്ക് വ്യക്തമായൊരു ധാരണയുണ്ട് അവർ ഏത് ഫീൽഡിലാണ് തിരഞ്ഞെടുക്കുന്നത്. ഒരു മെഡിസിൻ ആണെങ്കിൽ മെഡിസിന്, അല്ലെങ്കിൽ അക്കൗണ്ടിങ് ആണെങ്കിൽ, ഫാർമസി ആണെങ്കിൽ അങ്ങനെ, കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിൽ അങ്ങനെ, ഏത് ഫീൽഡാണ് അവർ തിരഞ്ഞെടുക്കുന്നത് അതിൻ്റെ ബേസിസിലായിരിക്കും അവർ സബ്ജക്റ്റ് സെലക്ട് ചെയ്യുന്നത് ലിവിങ് സെർട്ട് വരുമ്പോൾ. കഴിഞ്ഞ ദിവസം കുവൈറ്റിൽ നിന്ന് ഒരു പേരൻസ് എന്നെ വിളിച്ചതിന് ശേഷം ഒരു സംശയം ചോദിച്ചു. ആ കുട്ടി +2 കഴിയാൻ പോവുകയാണ്, ഏത് കോഴ്സാണ് എടുക്കുന്നതിനെ പറ്റി ഒരു ധാരണയില്ല എന്ന് പറഞ്ഞ് വിളിച്ചു. അപ്പോൾ ഒരു അരമുക്കാൽ മണിക്കൂറോളം ആ പേരൻസിനോട് ആ കുട്ടിയോട് വെറുതെ ഇങ്ങനെ കാഷ്വലായിട്ട് സംസാരിച്ചിരുന്നു. അപ്പോൾ ഞാൻ ഓർക്കുകയാണ്, നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഒരു കോഴ്സ് ഓറിയൻറ്റഡ് ആയിട്ടല്ല അല്ലെങ്കിൽ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കൃത്യമായ ഒരു ഓറിയൻറ്റേഷൻ കിട്ടുന്നില്ല ഏത് കോഴ്സാണ് എടുക്കേണ്ടതെന്ന്. അതുകൊണ്ട് തന്നെ +2 കഴിഞ്ഞതിന് ശേഷം പല കുട്ടികൾക്കും ഇഷ്ടമില്ലാത്ത കോഴ്സസോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോഴ്സിലേക്കോ ലാൻഡ് ചെയ്യപ്പെടുകയും അതിനുശേഷം ഡിഗ്രി കഴിഞ്ഞതിന് ശേഷമാണ് അവർ റിയലൈസ് ചെയ്യുന്നത് പല കുട്ടികളും എനിക്കിഷ്ടമുള്ള കോഴ്സല്ല ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ പണ്ടൊക്കെ പറയുമായിരുന്നു 10th ക്ലാസ് ആണ് നമ്മുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ, അതിനുശേഷം ആ ക്വാളിഫിക്കേഷനാണ് നമ്മുടെ ഫ്യൂച്ചറിനെ ഡിഫൈൻ ചെയ്യുന്നത് നമ്മൾ എപ്പോഴും പറയുമായിരുന്നു അല്ലേ. എന്നോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴത്തെ ജനറേഷനോട് എങ്ങനെയാണെന്ന് അറിയില്ല. ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് എന്നോട് പറയുന്നത് 10th ക്ലാസ് നന്നായിട്ട് പഠിക്കണം, മാക്സിമം മാർക്ക് മേടിക്കണം, അതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന്. പക്ഷേ അങ്ങനെയല്ല. ഏറ്റവും ബേസിക് ആയിട്ടുള്ളതെന്ന് പറയുന്നത് അണ്ടർ ഗ്രാജുവേറ്റ് ആണ്. ഒരു അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സ് നമ്മൾ ചെയ്യുന്ന അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള അക്കാഡമിക് യൂണിറ്റ് എന്ന് പറയുന്നത്. അതിൽ നിന്നാണ് നമ്മൾ പിന്നെ എങ്ങോട്ടാണ്, ഏത് ഏരിയയിലേക്കാണ് ടേക്ക് ഓഫ് ചെയ്യേണ്ടതെന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. ഇപ്പം നമ്മൾ എടുത്തിരിക്കുന്ന അണ്ടർ ഗ്രാജുവേറ്റ് ഏതാണോ, അതിപ്പം എഞ്ചിനീയറിംഗ് ആണെങ്കിൽ അങ്ങനെ, അക്കൗണ്ടിങ് ആണ്, അല്ലെങ്കിൽ BCom ആണ് അങ്ങനെ, അല്ലെങ്കിൽ BA ആണെങ്കിൽ, പല കുട്ടികൾക്കും BA ഇംഗ്ലീഷ് കഴിഞ്ഞിട്ട് ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്ന കുട്ടികൾ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അണ്ടർ ഗ്രാജുവേറ്റ് ആണ്. ആ അണ്ടർ ഗ്രാജുവേറ്റ് നമ്മൾ ഏത് കോഴ്സ് എടുക്കും എന്നതിനെ പറ്റി വ്യക്തമായൊരു ധാരണ നമുക്ക് +2 കയറുമ്പോൾ തന്നെ, +2 പഠിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ എന്തുകൊണ്ട് മാസ്റ്റേഴ്സ് ചെയ്യാനായിട്ട് ഇതുപോലെ കുട്ടികൾ സാധ്യത ഉള്ളതെന്നാണ്. ഞാൻ ആ ഒരു പോയിന്റിലേക്കാണ് പറഞ്ഞത്. ഇവിടെ +2 പഠിച്ച് +2 പഠിക്കും അല്ലെങ്കിൽ ലിവിങ് സെർട്ട് പഠിക്കുന്ന കുട്ടികൾ ഫസ്റ്റ് ഇയർ കഴിഞ്ഞ് സെക്കൻഡ് ഇയറിലേക്ക് വരുമ്പോൾ തന്നെ അവർക്ക് വ്യക്തമായൊരു ധാരണയായി അവർ ഏത് കോഴ്സാണ് എടുക്കുന്നത്, ഏത് യൂണിവേഴ്സിറ്റിയിലാണ് അവർ പഠിക്കാൻ പോകുന്നത് തന്നെ ഒരു വ്യക്തമായൊരു ധാരണയുണ്ട് അവർക്ക്. അപ്പം അവർ പഠിച്ച് ഒരു 6 monthsന് മുമ്പായിട്ട്, അവർ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് 6 months മുമ്പായിട്ട് തന്നെ അവരുടെ പെർഫോമൻസ് ബേസ് ചെയ്ത് അവർക്ക് യൂണിവേഴ്സിറ്റി പിക്ക് ചെയ്യാനായിട്ട് പറ്റും. CIO പോയിന്റ്സ് എന്ന് പറയുന്നത്. അത്രയും ഡീറ്റെയിലേക്ക് പോകുന്നത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകാത്തതുകൊണ്ട്. അപ്പോൾ അത് അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സിൻ്റെ കാര്യമാണ്. അവർ ഓരോ യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യും, അല്ലെങ്കിൽ കോഴ്സ് സെലക്ട് ചെയ്ത് അവർ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ റിക്വയർഡ് സ്കോർ അല്ലെങ്കിൽ റിക്വയർഡ് പെർസെൻറ്റേജ് അല്ലെങ്കിൽ റിക്വയർഡ് A grades അവർ സ്കോർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ഏത് യൂണിവേഴ്സിറ്റിയാണ് പ്രിഫർ ചെയ്തിരിക്കുന്നത് ആ യൂണിവേഴ്സിറ്റിയിലേക്ക് സ്ട്രൈറ്റ് അവേ പ്ലേസ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പം അല്ലെങ്കിൽ അവർക്ക് പിന്നെ ഓപ്ഷൻ കൊടുത്തേക്കാണ്, ഓപ്ഷൻ 2, ഓപ്ഷൻ 3, ഓപ്ഷൻ 4, അങ്ങനെ പല യൂണിവേഴ്സിറ്റികളിലും പല കോഴ്സിനായിട്ടുള്ള ഓപ്ഷൻസ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു കോഴ്സിൽ അവർ ലാൻഡ് ചെയ്യും. അപ്പോൾ അവർ ഏത് ഫസ്റ്റ് പ്രിഫറൻസ് ആയിരിക്കും, സെക്കൻഡ് പ്രിഫറൻസ് ആയിരിക്കും, അതിലേക്ക് ലാൻഡ് ചെയ്ത്
അവർ യൂണിവേഴ്സിറ്റി പഠിത്തം തുടങ്ങുകയാണ്. അപ്പോൾ യൂണിവേഴ്സിറ്റി പഠിച്ച് 4 വർഷത്തെ കോഴ്സ് 3 വർഷം കഴിയുമ്പോൾ തന്നെ അവർക്ക് പ്ലേസ്മെൻറ്റ് കിട്ടും. 3-ാമത്തെ വർഷം കഴിയുമ്പോൾ തന്നെ അയർലൻഡിൻ്റെ കാര്യമാണ് പറയുന്നത്. 3 വർഷം കഴിഞ്ഞ് അവർക്ക് പ്ലേസ്മെൻ്റ് ആയി. അവർ പോയി വർക്ക് ചെയ്തു. ഒരു 3 to 4 months ഒക്കെ അവർ വർക്ക് ചെയ്തു. പിന്നെ തിരിച്ച് അവർ യൂണിവേഴ്സിറ്റിയിലേക്ക് വന്നു, കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു. കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ സ്ട്രെയിറ്റ് അവർ ഏത് കമ്പനിയിലാണോ അവർ പ്ലേസ്മെൻറ്റ് കിട്ടിയിരിക്കുന്നത് ആ കമ്പനിയിലേക്ക് തന്നെ ഫുൾ ടൈം ജോബായിട്ട് അവർ സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അണ്ടർ ഗ്രാജുവേറ്റ് കഴിയുമ്പോൾ തന്നെ അവരൊരു 50,000 ഒരു മിനിമം 50,000 euro സാലറി ഉള്ള ഒരു ജോബ് അവർ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ അവർ മാസ്റ്റേഴ്സ് പഠിക്കേണ്ട ആവശ്യമില്ല. പിന്നെ മാസ്റ്റേഴ്സ് അവർ പഠിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊരു 1-2 വർഷം അവർ ആ കമ്പനിയിൽ വർക്ക് ചെയ്തതിന് ശേഷം ഒരു സീനിയർ റോളിലേക്ക് ആകാൻ വേണ്ടിയിട്ട് അവരൊരു മാസ്റ്റേഴ്സ് ചെയ്യുന്നത്. അത് അവർ ചെയ്യുന്നത് പാർട്ട് ടൈം ആയിട്ടായിരിക്കും ചെയ്യുന്നത്. അവരുടെ ജോബിനെ അഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ പാർട്ട് ടൈം ആയിട്ട് ഈവനിങ്ങിൽ അവർ ചിലപ്പോൾ 3 hours അല്ലെങ്കിൽ 4 hours യൂണിവേഴ്സിറ്റി അറ്റൻഡ് ചെയ്ത് ഒരു 2 വർഷം കൊണ്ട് 1 വർഷം കൊണ്ട് തീരുന്ന മാസ്റ്റേഴ്സ് അവർ 2 വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ അവരൊരിക്കലും ഒരു ഫുൾ ടൈം ആയിട്ടുള്ള ഒരു മാസ്റ്റർ കോഴ്സിൽ ഒരിക്കലും അവർക്ക് അറ്റൻഡ് ചെയ്യേണ്ടി വരുന്നില്ല. അതുകൊണ്ട് തന്നെ മാസ്റ്റേഴ്സ് ഡിഗ്രിയിൽ സീറ്റ്സ് മുഴുവനും ഓപ്പൺ ആയിട്ട് കിടക്കുകയാണ് ചെയ്യുന്നത് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന്. ലോക്കലായിട്ടുള്ള സ്റ്റുഡൻസ് ആരും തന്നെ മാസ്റ്റേഴ്സ് ഇവിടെ പഠിക്കുന്നില്ല. മാസ്റ്റേഴ്സ് പഠിക്കേണ്ട ആവശ്യമില്ല. കാരണം അണ്ടർ ഗ്രാജുവേറ്റ് പഠിച്ച് കഴിയുമ്പോൾ തന്നെ അവർക്ക് പ്ലേസ്മെൻ്റ് ആകുന്നു. ആ ജോബുമായിട്ട് അവർ മുന്നോട്ട് പോകുന്നു. കുറേ നാൾ അവർ കണ്ടിന്യൂ ചെയ്യുന്നു. അവർ കൺട്രി തന്നെ വിട്ട് മറ്റ് കൺട്രീസിലേക്ക് പോകുന്നു. അങ്ങനെയാണ് ഓപ്പർച്യൂണിറ്റീസ് വരുന്നത്. ഓക്കെ, ഇനിയുള്ള 1-2 കാര്യങ്ങൾ സൂചിപ്പിച്ചതിന് ശേഷം നമുക്ക് Q&A സെഷനിലേക്ക് പോകാം. അയർലൻഡ് എന്ന് പറയുന്നത് വളരെയധികം സാധ്യതകളുള്ള ഒരു കൺട്രിയാണ്. അപ്പോൾ നമ്മളതെങ്ങനെ ആ സാധ്യതകളെ നോക്കി കാണുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ആ സാധ്യതകളെ അപ്രോച്ച് ചെയ്യുന്നുള്ളതാണ്. ചില കുട്ടികൾക്ക് അയർലൻഡ് വന്നു കഴിഞ്ഞാൽ ദിസ് ഇസ് എൻ ഓപ്പർച്യൂണിറ്റി അല്ലെ. ഓപ്പർച്യൂണിറ്റി എന്താണ്? ഫ്രീഡം ആണ്. അവരെ സംബന്ധിച്ചിടത്തോളം മാക്സിമം ഫ്രീഡം ഉണ്ട്. ആരും കൺട്രോൾ ചെയ്യാനില്ല. അതാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഓപ്പർച്യൂണിറ്റി. മറ്റു ചില കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് എൻ ഓപ്പർച്യൂണിറ്റി ടു ഗ്രോ അല്ലേ. ഫർദറായിട്ട് ഗ്രോ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റിയാണ്. പലതരത്തിലാണ് കുട്ടികൾ അതിനെ അപ്രോച്ച് ചെയ്യുന്നത്. പക്ഷേ ഞാൻ കുട്ടികളോട് എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ഒരു വാസ്റ്റ് ഓപ്പർച്യൂണിറ്റി ഉള്ളൊരു കൺട്രിയിലേക്കാണ് നിങ്ങൾ ഓപ്റ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ, നിങ്ങൾ ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്ത് അതിൻ്റെ ഇൻ്റർവ്യൂ സ്ട്രക്ചർ നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം ഇൻ്റർവ്യൂവിന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ജോബ് കിട്ടും. നിങ്ങൾക്കൊരു മിനിമം ഒരു 6 months എക്സ്പീരിയൻസ് ആയിട്ട് നിങ്ങൾ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ജോബ് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പഠിക്കുക എന്ന് പറയുന്നത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, മാസ്റ്റേഴ്സ് സാധാരണഗതിയിലുള്ള 2 വർഷത്തെ മാസ്റ്റേഴ്സ് നിങ്ങൾ ഒറ്റ വർഷമാണ് നിങ്ങൾ പഠിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് പഠിത്തത്തിലുണ്ടാവും. 3-6 മാസമാണ് നിങ്ങൾക്ക് ക്ലാസ് ഉള്ളൂ. 3 മാസം വെച്ച് 2 സെമസ്റ്റർ 6 മാസം നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടാവുള്ളൂ. ഓരോ സെമസ്റ്ററിൻ്റെ അവസാനം നിങ്ങൾക്ക് എക്സാം ഉണ്ടായിരിക്കും. 6 മാസം കൊണ്ട് നിങ്ങളുടെ കോഴ്സ് കഴിഞ്ഞു. അടുത്ത 3 മാസം കൊണ്ട് നിങ്ങൾ ഡിസർട്ടേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന 3 മാസം എന്ന് പറയുന്നത് നിങ്ങൾ സമ്മർ ഹോളിഡേയ്സ് ആണ്. അതോടുകൂടി 1 year ആയി കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു. പിന്നെ നിങ്ങൾക്ക് 2 വർഷത്തെ സ്റ്റേ ബാക്കാണ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നന്നായിട്ട് പഠിക്കാം. അതല്ല എങ്കിൽ നിങ്ങൾക്ക് ക്ലാസ് കട്ട് ചെയ്ത് നിങ്ങൾക്ക് പാർട്ട് ടൈം ജോബിന് പോയി നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാം. പക്ഷേ ഞാൻ എപ്പോഴും പറയുന്നത്, നിങ്ങൾ പഠിക്കേണ്ട സമയത്ത് നിങ്ങൾ മാക്സിമം എഫർട്ട് എടുത്ത് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കോഴ്സ് പ്രോപ്പറായിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ട് നിങ്ങൾ ACCയും കൂടെ കംപ്ലീറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ആപ്റ്റിറ്റ്യൂഡ് നിങ്ങൾക്ക് മാക്സിമം നിങ്ങൾക്ക് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ജോബിലേക്ക് ലാൻഡ് ചെയ്യാനും തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു PR-ലേക്ക് എത്താനും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ സെറ്റിൽ ആവാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. പാർട്ട് ടൈം ജോബും ചെയ്യാനുള്ള ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പാർട്ട് ടൈം ജോബ് 2-3 പാർട്ട് ടൈം ജോബ് കിട്ടുന്ന കുട്ടികളുണ്ട്. പാർട്ട് ടൈം ജോബ് കിട്ടാത്ത കുട്ടികളുണ്ട്. പാർട്ട് ടൈം ജോബ് 2-3 മാസമായിട്ട് കിട്ടാത്ത കുട്ടികളുണ്ട്. പലതരത്തിലുള്ള കുട്ടികളാണ്. ചില കുട്ടികൾക്ക് 3 ജോബ് വരെ ചെയ്യുന്ന കുട്ടികളുണ്ട്. ചെയ്ത കുട്ടികളുണ്ട്. അത് പിന്നെ ഒരു 2 ജോബായിട്ട് കുറച്ച്, പിന്നെ 1 ജോബായിട്ട് കുറച്ച്, അങ്ങനെ കുറച്ച് കൊണ്ടുവരുന്ന കുട്ടികളുണ്ട്. അപ്പോൾ പാർട്ട് ടൈം ജോബ് തീർച്ചയായിട്ടും അവൈലബിൾ ആണ്. നമ്മളത് എങ്ങനെയാണ് അത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെയുള്ള കാര്യം എന്ന് പറയുന്നത് എന്താണ്, 4 സീസണുള്ള ഒരു കൺട്രിയാണ് അയർലൻഡ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ സമ്മർ ആയതുകൊണ്ട് എൻ്റയർ അയർലൻഡ് പുറത്തായിരിക്കും പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വിൻ്റർ സീസൺ ഉണ്ട്. ഒരു 3 മാസം എന്ന് പറയുന്നത് വിൻ്ററാണ്. 3 മാസം എന്ന് പറയുന്നത് ഓട്ടം ഉണ്ട്. 3 മാസം ഓട്ടം, 3 മാസം വിൻ്റർ ഉണ്ട്, 3 മാസം സ്പ്രിംഗ് ഉണ്ട്, 3 മാസം സമ്മറും ഉണ്ട്. സമ്മർ സീസണിലാണ് ഇപ്പോൾ അയർലൻഡ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വെതറാണ്. എല്ലാവരും തന്നെ പുറത്ത് പോയി എൻജോയ് ചെയ്യുന്നു. ഓക്കെ, ഇത്രയാണ് എനിക്ക് നട്ഷലായിട്ട് പറയാനുള്ളത്. കുറേ ഞാൻ വൈഡായിട്ട് പറഞ്ഞു പോയി. നിങ്ങൾക്കത് എത്രമാത്രം ഇൻട്രസ്റ്റിംഗ് ആണെന്നും എനിക്കറിയില്ല. എനിക്ക് പോലെ ഞാനങ്ങ് പറഞ്ഞു പോയി എന്ന് മാത്രമേ ഉള്ളൂ. ഇനി നിങ്ങൾ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ആ ഏരിയ മാത്രമായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ക്വറീസ് ഒക്കെ ഉണ്ടെങ്കിൽ അൺമ്യൂട്ട് ഓപ്ഷൻ യൂസ് ചെയ്യാവുന്നതാണ്. അതല്ല എങ്കിൽ ചാറ്റിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. നമ്മളത് റീഡ് ഔട്ട് ചെയ്തിട്ട് ക്ലിയർ ചെയ്യുന്നതായിരിക്കും. ഹലോ ചോദിച്ചോളൂ, ഹലോ സാർ, ചോദിച്ചോളൂ.
കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാം കേൾക്കാം. എനിക്ക് ശരിക്കും മാസ്റ്റേഴ്സ് അല്ല വേണ്ടത്, ACC ആണ്. ACC മാത്രമായിട്ട് മതി. അങ്ങനെ കിട്ടാൻ ചാൻസ് ഉണ്ടാവുമോ? ACC തന്നെയായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേങ്കിൽ നമ്മളിവിടെ ACC തന്നെയായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ACC ഒരു ഫുൾ ടൈം കോഴ്സായിട്ട് എംബസി അംഗീകരിച്ചിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഒരു പക്ഷേ ഇവിടെ നിൽക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ ACC മാത്രമായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. നമുക്കൊരു ഓ, മിനിമം പറഞ്ഞോളൂ. എനിക്ക് ശരിക്കും ഞാൻ 7 പേപ്പേഴ്സ് കഴിഞ്ഞാണ്. പിന്നെ 8ാമത്തെ പേപ്പറിന്റെ റിസൾട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ 9ാമത്തെ പേപ്പർ ഞാൻ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇപ്പൊ ഓക്കെ ലാസ്റ്റുള്ള 4 പേപ്പേഴ്സ് മാത്രം മതിയായിരുന്നു. ഓക്കെ. പക്ഷേ നിങ്ങൾ മാസ്റ്റേഴ്സ് ചെയ്യുവാണെങ്കിൽ അയർലൻഡ് മാസ്റ്റേഴ്സ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അയർലൻഡിലേക്ക് വരുന്ന ഒരു ഷോർട്ട് കട്ടാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു കൺട്രിയിലേക്ക് വരാനുള്ള ഒരു ഷോർട്ട് കട്ടാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഒരു മാസ്റ്റേഴ്സ് പഠിക്കുക എന്ന് പറഞ്ഞാൽ ഒരു 8 പേപ്പർ കഴിഞ്ഞ ഒരു സ്റ്റുഡൻ്റാണ് മാസ്റ്റേഴ്സ് ചെയ്യാനായിട്ട് അയർലൻഡിലേക്ക് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും കുറേ പേപ്പേഴ്സിന് എക്സംഷൻ ഉണ്ടായിരിക്കും അഡീഷണൽ ആയിട്ട്. എല്ലാ മോഡ്യൂൾസും അറ്റൻഡ് ചെയ്യേണ്ടി വരില്ല. അങ്ങനെ മാസ്റ്റേഴ്സിന്റെ എക്സംഷൻ ഉണ്ടാവും അല്ലേ? തീർച്ചയായിട്ടും ഉണ്ടാവും. എല്ലാ മോഡ്യൂൾസും ചെയ്യേണ്ടി വരില്ല. അന്നേരം കുറേയും കൂടെ ഒരു ഫ്രീ ടൈം കിട്ടുമായിരിക്കും പഠിത്തത്തിന്. ഇച്ചിരി കൂടെ ഫ്രീ ആയിട്ട് നമുക്ക് ഇച്ചിരി കൂടെ കംഫർട്ടബിൾ ആയിട്ട് ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, എന്നിട്ട് ആ മാസ്റ്റേഴ്സ് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിയുള്ള 4 പേപ്പേഴ്സോ? നമ്മൾ മാസ്റ്റേഴ്സ് ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ACC എന്ന് പറയുന്നത് നമുക്ക് നാട്ടിലാണെങ്കിലും ചെയ്യാം. ഓക്കെ, തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റും. എന്തുകൊണ്ടാണ് നമ്മൾ അയർലൻഡിലേക്ക് വരുന്നതെന്നു വെച്ച് കഴിഞ്ഞാൽ മാസ്റ്റേഴ്സ് പഠിക്കാനായിട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മാർക്കറ്റിൽ അവൈലബിൾ ആകുക എന്നുള്ളത്. അപ്പോൾ ഈ മാർക്കറ്റിൽ അയർലൻഡിലെ മാർക്കറ്റിലെ ജോബ് എന്ന് പറയുന്നത് ഇപ്പം നാട്ടിൽ നമ്മളൊരു മാസ്റ്റേഴ്സ് എടുത്തു അല്ലെങ്കിൽ നാട്ടിൽ നമ്മൾ ACC കംപ്ലീറ്റ് ചെയ്തിട്ട് നാട്ടിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഒരു പ്ലേസ്മെന്റ് കിട്ടില്ല, നമുക്കൊരു ഇന്റർവ്യൂ പോലും കിട്ടില്ല. നമ്മൾ ഏത് മാർക്കറ്റിലാണോ ജോബുള്ള ആ മാർക്കറ്റിൽ നിന്നുകൊണ്ട് വേണം അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ അയർലൻഡ് നമ്മൾ വന്നിട്ട് നമ്മളൊരു ജോബിന് അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോഴാണ് നമുക്കൊരു ജോബ് കിട്ടുകയും നമുക്ക് സ്റ്റേബിളായിട്ട് ഇവിടെ സസ്റ്റെയിൻ ചെയ്ത് പോകാനുള്ള ഓപ്ഷൻസ് ഉണ്ടാവുകയും ചെയ്യുന്നു. അതാണ് നമ്മൾ പറയുന്നത് കേട്ടോ. ഓക്കെ സർ, കോസ്റ്റ് സ്ട്രക്ചറിനെ കുറിച്ചിട്ട് ഒന്ന് പറയാമോ? ഒന്നുകൂടെ ഒന്ന് ചോദിക്കാം ചോദ്യം. ഇതിന്റെ കോസ്റ്റ് സ്ട്രക്ചറിനെ കുറിച്ചിട്ട്. കോസ്റ്റ് ആണോ പറഞ്ഞത് അതോ കോഴ്സിന്റെ സ്ട്രക്ചർ ആണോ? കോസ്റ്റ് amount. കോഴ്സിന്റെ കോസ്റ്റ് നമ്മൾ പറയുമ്പോൾ കോഴ്സിന്റെ ഫീ എന്ന് പറയുന്ന വളരെ കൂടുതലായിട്ട് ഇൻക്രീസ് ചെയ്യുമോ ഒന്നും ചെയ്യില്ല ഒരിക്കലും. ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസിൽ ഒരു ചെറിയൊരു ഇൻക്രീസ് ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ വർഷം ഉണ്ടായത്. നമുക്ക് കോഴ്സിന്റെ ഫീ എപ്പോഴും കൂടുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഇന്ത്യയിൽ അപ്ലൈ ചെയ്യുന്ന കുട്ടികൾക്ക് ഫീൽ ചെയ്യാനുള്ള പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറൻസിയുടെ വാല്യൂ കുറയുന്നതാണ്. ഒരു 2-3 വർഷം മുമ്പ് എടുക്കുകയാണെങ്കിൽ ഒരു 78 റുപ്പീസ് ആയിരുന്നു. 1 യൂറോ എന്ന് പറയുന്നത് 78 റുപ്പീസ്, ആ ഒരു റേഞ്ചിലായിരുന്നു ഉണ്ടായിരുന്നത്. അത് പിന്നെ കൂടി 80 ആയി, 85 ആയി, 90, 95 ആയി, 101 ആയി. അപ്പോൾ ഇവിടെ കോഴ്സിന്റെ ഫീ കൂടുന്നതല്ല പ്രശ്നം, നമ്മുടെ റുപ്പിയുടെ വാല്യൂ കുറയുന്നതാണ് പ്രശ്നം. കോഴ്സിന്റെ ഫീ കൂടാണ് പ്രശ്നം. ഒരു 10 ലാക്സിലൊക്കെ കോഴ്സ് ചെയ്തുകൊണ്ടിരുന്ന കുട്ടികൾ യൂറോയുടെ വാല്യൂ എഗനസ്റ്റ് കൂടി വന്നു, അല്ലെങ്കിൽ റുപ്പിയുടെ വാല്യൂ കുറഞ്ഞു വന്നപ്പോൾ അത് 12 ആയി, 14 ആയി, ഇപ്പോൾ ഒരു 15,000 അല്ലെങ്കിൽ 15 ലാക്സിലേക്ക് എത്തിക്കുകയാണ്. അപ്പം ആ 15 ലാക്സ് അത് ചിലപ്പോൾ അടുത്ത വർഷമായി കഴിയുമ്പോൾ തന്നെ 16 ലാക്സ് ആകും. അത് ഇവിടെ കോഴ്സിൻ്റെ ഫീ കൂടുന്നുണ്ടല്ല, അവിടെ റുപ്പിയുടെ വാല്യൂ കുറയുന്നുണ്ടാണ്. ഈ പോലെ ഒരു 15 ലാക്സ് ആണ് ഒരു നമ്മൾ പറയുന്ന കോഴ്സിൻ്റെ ഫീ ആയിട്ട് പറയുന്നത് കേട്ടോ. അത് ഫ്ലക്ച്വേറ്റ് ചെയ്യും, റുപ്പിയുടെ വാല്യൂ ഡ്രോപ്പ് ചെയ്യുന്നതനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കും. സാർ, ഇൻ ബിറ്റ്വീൻ ഒരു കണക്ഷൻ ഇഷ്യൂ വന്നു. സോ ഒന്ന് ക്ലാരിഫൈ ചെയ്യാൻ ചോദിക്കുവാണ്. നമ്മുടെ കോഴ്സിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 2 years ആണോ 1 year ആണോ? കോഴ്സിന്റെ ഡ്യൂറേഷൻ 1 year ആണ്. 1 year പ്ലസ് അപ്പോഴാണ് 3 monthsന്റെ കാര്യം പറഞ്ഞത് സാർ, അല്ലെ? 3 months ലൈക്ക് 6 months എന്നുള്ള കാര്യം പറഞ്ഞത്. അങ്ങനെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ജാനുവരിയിലാണ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ജാനുവരിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന കുട്ടികൾക്കെല്ലാം 18 months എന്നായിരിക്കും കോഴ്സിൻ്റെ ഡ്യൂറേഷൻ കാണിക്കുന്നത്. അത് കാണിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാനുവരി സ്റ്റാർട്ട് ചെയ്യുന്ന, ശരിക്കും ജാനുവരി അല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്, ഫെബ്രുവരി 7 ഫസ്റ്റ് വീക്കിലായിരിക്കും കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ജാനുവരി ഇന്ത്യക്ക് എന്ന് പറയുന്നെങ്കിൽ അപ്പോൾ ഫെബ്രുവരി സ്റ്റാർട്ട് ചെയ്യുന്ന കോഴ്സ് ഫെബ്രുവരി ടു മാർച്ച് ടു ഏപ്രിൽ ടു മെയ് 3 മാസം കഴിയുമ്പോൾ ആ കോഴ്സ് ഒരു ഫസ്റ്റ് സെമസ്റ്റർ കഴിഞ്ഞു. അതിൻ്റെ എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇമ്മീഡിയറ്റ് ആയി സമ്മറായി ഇവിടെ. ഓക്കെ, പിന്നെ അടുത്ത സെമസ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്ന സമ്മർ കഴിഞ്ഞതിന് ശേഷം സെപ്റ്റംബറിലായിരിക്കും. സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്രിസ്മസോട് കൂടി, അല്ലേ, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, അതോടുകൂടി ക്രിസ്മസോട് കൂടി രണ്ടാമത്തെ സെമസ്റ്ററും കഴിഞ്ഞു. പിന്നെ ആണ് 3 മാസത്തെ നിങ്ങൾക്ക് ഡിസർട്ടേഷൻ ചെയ്യാനുള്ള സമയം വരുന്നത്. ആ ഡിസർട്ടേഷൻ ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് അടുത്ത സമ്മർ ഹോളിഡേയ്സും കൂടെ വരും. ആ സമ്മർ ഹോളിഡേയ്സ് കൂടെ കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾക്ക് ഗ്രാജുവേഷൻ വരുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ കോൺവൊക്കേഷൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ വീസ മാറ്റി സ്റ്റേ ബാക്കിലേക്ക് ആകുന്നത്. അതുകൊണ്ടാണ് 18 months വരുന്നത്.
സാധാരണഗതിയിൽ ഉള്ള മെയിൻ ഇൻടേക്ക് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ജൂൺ ഇൻടേക്ക് പോലെ ഇവിടുത്തെ മെയിൻ ഇൻടേക്ക് എന്ന് പറയുന്നത് സെപ്റ്റംബറാണ്. ഇപ്പോൾ സമ്മർ ഹോളിഡേയ്സ് ആണ് ഇവിടെ. ഈ സമ്മർ ഹോളിഡേയ്സ് കഴിഞ്ഞിട്ട് ഇതിപ്പം ജൂലൈ ആയി, ഓഗസ്റ്റും കഴിഞ്ഞിട്ട് സെപ്റ്റംബറിലാണ് ഇവിടുത്തെ ഇൻടേക്ക് എന്ന് പറയുന്നത്. സമ്മർ ഹോളിഡേയ്സ് നമ്മുടെ നാട്ടിലും അങ്ങനെയാണല്ലോ. സമ്മർ ഹോളിഡേയ്സ് കഴിഞ്ഞിട്ട് ജൂൺ മാസമായിരിക്കും ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ സമ്മർ ഹോളിഡേയ്സ് കഴിഞ്ഞിട്ട് സെപ്റ്റംബർ 1 സ്റ്റാർട്ട് ചെയ്യും. സെപ്റ്റംബർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അടുത്ത ഒരു സെമസ്റ്റർ, ക്രിസ്മസ് വരെ ഒരു സെമസ്റ്റർ, ക്രിസ്മസിന് ശേഷം ന്യൂ ഇയർ എല്ലാം കഴിഞ്ഞതിന് ശേഷം അടുത്ത സെമസ്റ്റർ വരും. അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ഡിസർട്ടേഷൻ കഴിഞ്ഞാൽ സമ്മർ ഹോളിഡേയ്സും കഴിഞ്ഞ് കഴിഞ്ഞാൽ സെപ്റ്റംബർ ആകുമ്പോൾ സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ നമുക്ക് കോൺവൊക്കേഷൻ ആവും. ഒരൊറ്റ വർഷം കൊണ്ട് കോഴ്സ് കംപ്ലീറ്റ് ആവും. സെപ്റ്റംബർ തുടങ്ങുന്നവർ, ജാനുവരി തുടങ്ങുന്നവർക്ക് ഒരു 18 മാസം എടുക്കുന്നു മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ, സോ 2 ഇൻടേക്സ് ആണ് വരുന്നത്, ഒന്ന് ജാൻ ആൻഡ് സെപ്റ്റംബർ അല്ലേ? മെയിനായിട്ടും വരുന്നത് സെപ്റ്റംബർ ഇൻടേക്ക് ആണ്. പിന്നെ ഒരു ജാനുവരി ഇൻടേക്ക് എന്ന് പറയുന്നത്, പിന്നെ ഒരു ചെറിയൊരു കോളേജുകൾ, ചില കോളേജുകൾ മാത്രം ചെയ്യുന്ന ഒരു ഏപ്രിൽ ഇൻടേക്ക് കൂടെ വരുന്നുണ്ട്. ചിലപ്പോൾ 1-2 കോളേജുകൾ മാത്രമേ അത് ചെയ്യുന്നുള്ളൂ. മെയിനായിട്ട് വരുന്ന ഇൻടേക്ക് സെപ്റ്റംബറാണ് മേജർ ഇൻടേക്ക്. പിന്നെ ഒരു ജാനുവരി ഇൻടേക്ക് കൂടെ. എക്സ്ക്യൂസ് മീ സാർ, പറഞ്ഞോളൂ. സെപ്റ്റംബറിലാണ് നമ്മളെ ഫസ്റ്റ് സെം സ്റ്റാർട്ട് ചെയ്യണത്. ഇപ്പം നമ്മൾ ചെയ്യുന്ന ഈ പ്രസന്റേഷൻ നമ്മൾ ചെയ്യുന്നത് ഇനി ജാനുവരി ഇൻടേക്കിലേക്കാണ് ഉള്ള പ്രസന്റേഷനാണ് ഇപ്പം ചെയ്യുന്നത്. നമ്മുടെ ഈ അപ്ലൈ ചെയ്യുന്ന കുട്ടികളുടെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫെബ്രുവരി മാസം ഫസ്റ്റ് വീക്കിലായിരിക്കും ഫസ്റ്റ് സെമസ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത്. സർ, ഞാൻ വേറൊരു കോഴ്സിനും കൂടെ നോക്കിയിരുന്നു. ആക്ച്വലി ഐ എം ഡൂയിങ് CA. ഇപ്പോൾ CA ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് എനിക്കൊരു 2 പേപ്പർ കൂടെ ഉണ്ട്. സെപ്റ്റംബറിലാണ് എൻ്റെ അറ്റംപ്റ്റ് ഉള്ളത്. സോ ഞാൻ നോക്കിയിരുന്ന കോഴ്സ് അയർലൻഡിലെ MSc ഇന്റർനാഷണൽ അതാണ് നോക്കിയത്. അതായത് CA കഴിഞ്ഞിട്ട് ICAൻ്റെ ഇത് കഴിഞ്ഞതിന് ശേഷമുള്ള കോഴ്സാണ് ഞാൻ നോക്കിയത്. പക്ഷെ ജാനുവരിയിൽ ഇൻടേക്ക് പറ്റില്ല, ബിക്കോസ് ഞാൻ എനിവേസ് ഗോയിങ് ടു ക്ലിയർ ഇൻ സെപ്റ്റംബർ. സോ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡൂയിങ് ദാറ്റ് ആൻഡ് ദിസ് തിങ്? വിച്ച് വൺ ഇസ് ബെറ്റർ എന്നുള്ളൊരു ഇൻടേക്കിന്റെ വ്യത്യാസമാണ് ചോദിച്ചത്? സോറി സർ, ഇൻടേക്കിന്റെ വ്യത്യാസമല്ല ഞാൻ പറയുന്നത്. എന്തായാലും ഇപ്പോൾ ആ കോഴ്സാണ് ഞാൻ ചെയ്യുന്നതെങ്കിൽ നെക്സ്റ്റ് 2020-26 എനിക്കത് ചെയ്യാൻ പറ്റില്ല. ഐ ക്യാൻ ഓൺലി ഡു ഇറ്റ് ഇൻ 2020-27. സോ അപ്പോഴാണ് ഈ ഒരു കോഴ്സിനെ കുറിച്ചിട്ട് അറിഞ്ഞത്. സോ വിച്ച് വൺ വുഡ് ബി ബെറ്റർ എന്നുള്ളതാണ് ഇപ്പോൾ എനിക്ക് അറിയേണ്ടത്. ഒന്നുകൂടെ ചോദിക്കാം, CA ആണോ ബെറ്റർ അല്ലെങ്കിൽ ACC ആണോ ബെറ്റർ എന്നാണോ ചോദ്യം? നോ സർ, ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യുമോ? ഷുവർ സർ. സർ, ഞാൻ നേരത്തെ ഒരു കോഴ്സിനെ കുറിച്ച് അന്വേഷിച്ചിരുന്നു. അത് അവിടെ അയർലൻഡിലുള്ള യൂണിവേഴ്സിറ്റി ഓഫ് ഗാൽവേയിലുള്ള ഒരു കോഴ്സായിരുന്നു, വിച്ച് ഇസ് സ്പെസിഫിക്കലി ഡിസൈൻ ഫോർ ദ CA, CMA, ACCA ഗ്രാജുവേറ്റ്സ്. ഞാൻ പറയാതെ ആ കോഴ്സ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഓൾറെഡി ACCA കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ CA കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള കുട്ടികൾക്കുള്ള കോഴ്സാണ് ആ കോഴ്സ്. ഗോൾവേ നാഷണൽ യൂണിവേഴ്സിറ്റി NUIG ആ കോഴ്സ് എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു 6 months കണ്ടേ ഉള്ളൂ ആ കോഴ്സ്. 6 months 2 years എന്നാണ് പറയുന്നത്. 6 months ഒരു കോഴ്സ് ഉണ്ട് അവർക്ക്. ശരിക്കും പറഞ്ഞാൽ ACCA കംപ്ലീറ്റ് ചെയ്ത കുട്ടികൾക്ക് പെട്ടെന്ന് തന്നെ ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ വിചാരിക്കും നമ്മൾ എലിജിബിൾ അല്ല എന്ന് വിചാരിക്കുക ആ കോഴ്സ്, പക്ഷേ നമ്മൾ എലിജിബിൾ ആണ് ആ കോഴ്സിന് അപ്ലൈ ചെയ്യാനായിട്ട്. 1 year ഇല്ല ആ കോഴ്സ്, പക്ഷേങ്കിൽ ACCA കഴിഞ്ഞവർക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ചോദിച്ചോളൂ. 2 year കോഴ്സ് ഏതാണ്? ഒന്നുകൂടെ പറഞ്ഞോളൂ. സർ, മേ ബി ഐ മിസ്റ്റേക്കൺ. സർ, ഇതിനെ കുറിച്ച് തന്നെ സംസാരിച്ചോളൂ. 6 months അല്ല, എനിവേസ് ഇറ്റ് വാസ് ലൈക്ക് അറ്റ്ലീസ്റ്റ് 1 year. 8 months ആണ് വരുന്നത്. ആ കോഴ്സ് ജാനുവരിയിൽ അവൈലബിൾ ആണ്. ആ കോഴ്സ് അത് പെട്ടെന്ന് എന്താ പറയുക, പെട്ടെന്ന് തന്നെ ഫിൽ ആവുന്ന ഒരു കോഴ്സാണ്. ഈ ജാനുവരിയിൽ അത് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു. ആ കോഴ്സ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു കോഴ്സാണ് അത്. പൊതുവിൽ നമ്മുടെ നാട്ടിൽ ACCA കഴിഞ്ഞവർ, അതായത് എല്ലാ പേപ്പറും എഴുതി കംപ്ലീറ്റ് ചെയ്ത് ACC രജിസ്ട്രേഷൻ കഴിഞ്ഞ കുട്ടികൾ മാത്രം ആണ് അതിന് അഡ്മിഷൻ കിട്ടുന്നത്. അതുപോലെ തന്നെ അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള കോഴ്സ് എന്ന് പറയുന്നത് CMA പോലുള്ള കോഴ്സസ് അല്ലെങ്കിൽ രജിസ്ട്രേഷൻ എക്സാം എന്താണോ അത് കംപ്ലീറ്റ് ചെയ്ത കുട്ടികൾക്കാണ് അതിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത്. 1 year ഇല്ല കോഴ്സ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. എന്നാലും നമ്മൾ എലിജിബിൾ ആണ് അപ്ലൈ ചെയ്യാൻ. ഇന്റർനാഷണൽസിന് എലിജിബിൾ ആണ് അപ്ലൈ ചെയ്യാൻ. പെട്ടെന്ന് ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എല്ലാ മോഡ്യൂൾസും നമുക്ക് പഠിക്കേണ്ട, വളരെ കുറച്ച് മോഡ്യൂൾസ് പഠിച്ചുകൊണ്ട് ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. മാസ്റ്റേഴ്സ് നമുക്ക് കിട്ടും, 2 വർഷം സ്റ്റേ ബാക്ക് കിട്ടും. അങ്ങനെയുള്ള എല്ലാ ബെനിഫിറ്റും ഉണ്ട് ആ കോഴ്സിൻ്റെ അതാണ് അതിൻ്റെ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത്. 2 വർഷം ഇല്ല കോഴ്സ്, 1 വർഷത്തിൽ താഴെയാണ് ആ കോഴ്സിൻ്റെ. അത് വേണമെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ തരാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ല. എനിക്ക് തോന്നുന്നത് ഇമെയിൽ ഇൻബോക്സിൽ കിടപ്പുണ്ട്, അത് അതിൻ്റെ ഡീറ്റെയിൽസ് കിടപ്പുണ്ട്. ഞാൻ വേണമെങ്കിൽ ഈ ഒരു സെമിനാർ കഴിയുമ്പോൾ വേണമെങ്കിൽ ഞാൻ ഓഫീസിലേക്ക് അത് ഷെയർ ചെയ്ത് കൊടുത്തേക്കാം. ശ്രീവിദ്യ ഓഫീസിലൊന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ തരും കേട്ടോ. പിന്നെ ഫർദറായിട്ട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ അന്നേരം ഞാനത് കൃത്യമായിട്ട് പറഞ്ഞു തരാം എങ്ങനെയാണ് ചെയ്യേണ്ടത്. പേരെന്തായിരുന്നേ? ആ കോഴ്സിന്റെ പേര് അക്കൗണ്ടിങ് തന്നെയാണ്, കണക്റ്റഡ് ആയിട്ടാണ് അത് പറയുന്നത്. അതിന്റെ ഫുൾ പേര് ഞാൻ നന്നായിട്ട് ഓർക്കുന്നില്ല.
കാരണം അത് അതിന് പറഞ്ഞോളൂ. കോസ്റ്റ് നല്ലോണം വരും അതിന്. ഇല്ല വലിയ കോഴ്സ് ഫീ വരുന്നില്ല. അത് എനിക്ക് തോന്നുന്നു ഇതുപോലെ തന്നെ 15 കണ്ട് വരുള്ളൂ. പക്ഷേങ്കിൽ അതിൻ്റെ ഞാൻ പറഞ്ഞത് അത് ഉണ്ടല്ലോ, ഓപ്പൺ ആയി കഴിയുമ്പോൾ തന്നെ ക്ലോസ് ചെയ്യുക, അതുപോലുള്ള ഒരു കോഴ്സാണ്. വളരെ അങ്ങനെയുള്ള കോഴ്സസ് ഉണ്ട് അയർലൻഡ്. ഓപ്പണായി നമ്മളത് അപ്ലൈ ചെയ്യാനുള്ള സാവകാശം പോലും നമുക്ക് കിട്ടില്ല, അതിനൊപ്പം തന്നെ അത് ക്ലോസ് ചെയ്യുക കോഴ്സ്. അങ്ങനെയുള്ള കോഴ്സിൽ പെടുന്നതാണത്. സീറ്റ് അവൈലബിൾ ആണോ എന്നുള്ള കാര്യവും അതിൻ്റെ പേര്, അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഞാൻ ഓഫീസിലേക്ക് ഷെയർ ചെയ്തേക്കാം. നിങ്ങൾ നാളെ രാവിലെ, നാളെ സൺഡേ ആയതുകൊണ്ട് മൺഡേ മോർണിംഗ് നിങ്ങൾ ഓഫീസിൽ കോൺടാക്ട് ചെയ്യണം, അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും കേട്ടോ. സർ, ഒരു കാര്യം കൂടെ, ഈ കോഴ്സിന് എനിക്കിപ്പോൾ എന്തായാലും അപ്ലൈ ചെയ്യാൻ പറ്റില്ലല്ലോ, ബിക്കോസ് എനിക്ക് സെപ്റ്റംബറിൽ എനിക്ക് എക്സാം ആണ്. അത് കഴിഞ്ഞിട്ട് മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കോഴ്സ് ആണല്ലോ അത്. അപ്പോൾ 2027 എനിക്കിനി അത് പറ്റുള്ളൂ. ഇപ്പം ഇപ്പം ചെയ്യുന്ന CA ആണല്ലേ, ഇന്ത്യയിലെ ചാർട്ടേഡ് അക്കൗണ്ടന്റ് എക്സാം ആണ്. അതെ, അതാണ് ചെയ്യുന്നത്. ഓക്കെ, അത് ഇന്ത്യയിൽ നിന്നുകൊണ്ട് തന്നെയല്ലേ നമുക്ക് എക്സാം എഴുതാൻ പറ്റുള്ളൂ. നമുക്ക് ഡിപ്പെൻസ്. നമുക്ക് എക്സാംസ് നമ്മൾ റെഗുലറായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്ത് നമ്മൾ പഠിച്ച് എഴുതുന്ന എക്സാം ആണെങ്കിൽ ഒരുപക്ഷെ നമ്മൾ ഇന്ത്യയിൽ തന്നെ നിൽക്കേണ്ടി വരും ക്ലാസ് അറ്റൻഡ് ചെയ്യാനായിട്ട്. ഇനി അതെല്ലാം നമ്മൾ സ്വന്തമായിട്ട് പഠിക്കാനല്ല, ഓൺലൈൻ ക്ലാസ്സസ് അവൈലബിൾ ആണ്. അത് അറ്റൻഡ് ചെയ്തിട്ട് നമുക്ക് പഠിച്ച് എക്സാം എഴുതണമെങ്കിൽ നമുക്ക് കിട്ടുന്ന വിസ എന്ന് പറയുന്നത്, നമ്മൾ അയർലൻഡിലേക്ക് സ്റ്റുഡൻറ്റ് വിസ എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ എൻട്രി വിസയാണ്. നമുക്ക് എത്ര സമയം വേണമെങ്കിലും, നമുക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും, ഈവൻ വീക്കെൻഡിൽ പോലും നമുക്ക് നാട്ടിൽ വന്നിട്ട് തിരിച്ചു പോരാനായിട്ട് പറ്റും. അങ്ങനെ എക്സാം എഴുതാനായിട്ട് വേണം നാട്ടിൽ പോയിട്ട് വരാനായിട്ട് പറ്റും. അങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും നോക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെയാണ് ആ കോഴ്സ്, ഇപ്പോഴത്തെ കറണ്ട് കോഴ്സ് എങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്, എത്രമാത്രം ഫീസിബിലിറ്റി ഉണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ എത്രമാത്രം ഫ്രീഡം ഉണ്ട് എനിക്ക് പുറത്ത് പോയി പഠിക്കാനായിട്ട്. ഫ്രീഡം വളരെ കുറവാണ്. നമ്മൾ നാട്ടിൽ തന്നെ നിൽക്കണം, ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യണം. അതൊരു ഫുൾ ടൈം കോഴ്സ് പോലെയാണെങ്കിൽ ഓഫ് കോഴ്സ് യെസ്, നമുക്ക് ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഇൻ്റർനാഷണൽ ഒരു കോഴ്സിലേക്ക് അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റി പോയി പഠിക്കുന്നതിനെ പറ്റി നമുക്ക് ആലോചിക്കാനേ പറ്റുള്ളൂ. ഇനി അതെല്ലാം നമുക്കൊരു പഠിക്കാനായിട്ട് അല്പം കൂടെയൊക്കെ ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ട് എങ്കിൽ നമുക്ക് അങ്ങനെ ചിന്തിക്കാം. സർ, എൻ്റെ അണ്ടർസ്റ്റാൻഡിങ് വെച്ചിട്ട് എൻ്റെ ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമാണ് എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഇതിൻ്റെ മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റ് വിച്ച് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ദിസ് ടു അപ്ലൈ, അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത്. ഈ പറയുന്ന NUIG കോഴ്സ് ആണെങ്കിൽ ഓഫ് കോഴ്സ് യെസ്, നമുക്ക് നമ്മുടെ രജിസ്ട്രേഷൻ എക്സാം കൂടെ ഉണ്ടാവണം. അതിൻ്റെ ബേസിസിലാണ് ആ കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ക്വാളിഫൈഡ് അക്കൗണ്ടൻസിനുള്ള ഒരു മാസ്റ്റേഴ്സ് ഡിഗ്രിയാണത്. അപ്പോഴും നമ്മൾ ആ രജിസ്ട്രേഷൻ എക്സാം കൂടെ കംപ്ലീറ്റ് ചെയ്ത് അതും കൂടെ സബ്മിറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് അഡ്മിഷൻ കിട്ടൂ. ഓക്കെ സർ, ഒരു ഡൗട്ടും കൂടെ. ഞാൻ അവിടെ പഠിച്ചിരിക്കുന്ന ഒരു കുട്ടീനോട് ചോദിച്ചു, ഷീ ഹാസ് കംപ്ലീറ്റഡ് CMA ആൻഡ് ദെൻ അവിടെ പോയത്. അപ്പോൾ അവർ പറയണ അനുസരിച്ചിട്ട് എനിക്കിപ്പോൾ ഇവിടെ കോർപ്പറേറ്റ് എക്സ്പീരിയൻസ് അല്ല ഉള്ളത്. എനിക്കിവിടെ CA ഫേംസിൽ ഓഡിറ്റ് മാനേജറായിട്ട് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അതാണ് എൻ്റെ എക്സ്പീരിയൻസ് ഉള്ളത്, വിച്ച് ഇസ് നോട്ട് എ കോർപ്പറേറ്റ് എക്സ്പീരിയൻസ്. സോ അവർ പറയണതനുസരിച്ചിട്ട് കോർപ്പറേറ്റ് എക്സ്പീരിയൻസ് വുഡ് ബി ബെനിഫിഷ്യൽ എന്നുള്ളതല്ല. ഇഫ് യു ഡോണ്ട് ഹാവ് എ കോർപ്പറേറ്റ് എക്സ്പീരിയൻസ് ഇറ്റ് വോണ്ട് ബി ബെറ്റർ ഫോർ യു ടു അപ്ലൈ. അങ്ങനെയാണ് അവർ സംസാരിച്ചത്. സോ അതെങ്ങനെയാണ് എന്നുള്ളത് നമ്മളിപ്പം പലപ്പോഴും ഇങ്ങനെയാണ് നമ്മൾക്ക് ഇവിടുത്തെ ജോബിൻ്റെ കാര്യമാണെങ്കിലും പറയുന്നത്, ഇന്ന എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് ഒരു റിക്വയർമെൻ്റ് അല്ല, അതുണ്ടെങ്കിൽ അത് ബെനിഫിഷ്യൽ ആണ് എന്നാണ് പറയുന്നത്. അപ്പം അത് റിക്വയർമെൻറ്റ് എന്ന് പറയുമ്പോൾ മാത്രമേ നമുക്ക് അത് ഉണ്ടെങ്കിൽ മാത്രം അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. അതും കൂടെ ഉണ്ടെങ്കിൽ അത് ബെനിഫിഷ്യൽ ആണെന്ന് പറയുന്ന കേസിൽ നമുക്ക് അപ്ലൈ ചെയ്യാം, അതില്ല എങ്കിലും നമുക്ക് അപ്ലൈ ചെയ്യാം. ഡിപ്പെൻസ്, എത്ര നമ്പർ ഓഫ് സ്റ്റുഡൻസ് അപ്ലൈ ചെയ്യുന്നവരായിരിക്കും നമുക്ക് അഡ്മിഷൻ കിട്ടുന്നത്. അപ്പം എന്താ പറയുക, ഇപ്പം ACC എന്ന് പറയുന്നത് ബെനിഫിഷ്യലാണ്, അപ്ലൈ ചെയ്യുന്നതിന് ബെനിഫിഷ്യലാണെന്ന് അവർ പറയുകയാണ്. അല്ലെങ്കിൽ റിക്വയർമെൻ്റ് അല്ല എന്ന് പറയുന്ന കേസാണെങ്കിൽ അവർ ഒരു 20 സീറ്റാണുള്ളെങ്കിൽ 19 കുട്ടികളെ ACC കഴിഞ്ഞവർ വന്നു, അവരെ 19 പേരെ എടുക്കും. 20ാമത്തെ ആൾ ACC ഇല്ലാത്ത ആൾ വന്നു, അത് ബെനിഫിഷ്യലാണെന്ന് പറയുന്നുള്ളൂ. അങ്ങനെ വരുന്ന കേസിൽ ആ സ്റ്റുഡൻറ്റ് എലിജിബിൾ ആണെങ്കിൽ, ഒരു പരിധിവരെ അവർ പറയുന്ന എലിജിബിലിറ്റി മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ കുട്ടി എടുക്കും. അപ്പം റിക്വയർമെൻ്റ് അല്ല എന്ന് പറയുന്നു, റിക്വയർമെൻ്റ് ആയിട്ട് പറയുന്ന കേസാണെങ്കിൽ ഓക്കെ, റിക്വയർമെൻ്റ് ആയിട്ട് അവർ പറയുന്നില്ല എങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. സാറിന്റെ ഇത് അണ്ടർസ്റ്റാൻഡിംഗ് വെച്ചിട്ട് വിച്ച് കോഴ്സ് ഇസ് ബെറ്റർ, വിച്ച് either to wait for the next 1 year and apply for the other one, അല്ലെങ്കിൽ to go with this thing? അത് ശരിക്കും പറഞ്ഞാൽ ശ്രീവിദ്യയുടെ ഒരു സാഹചര്യം അനുസരിച്ചാണ് ഇപ്പോൾ ഇരിക്കുന്നത് അല്ലേ. ശ്രീവിദ്യ പഠിക്കുന്ന ഒരു കോഴ്സ് എന്ന് പറയുന്നത് ആ കോഴ്സ് നാട്ടിൽ നിന്നാലേ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ, അല്ലെങ്കിൽ ആ കോഴ്സ് ഡ്രോപ്പ് ചെയ്തതിന് ശേഷം വരേണ്ടി വരും. ഞാനൊരിക്കലും ഒരു കോഴ്സ് ഡ്രോപ്പ് ചെയ്ത് വേറെ കോഴ്സിലേക്ക് പോകുന്നതിനോട് ഒരിക്കലും ഞാൻ താല്പര്യമുള്ള ആളല്ല. നമ്മൾ പഠിക്കുന്ന കോഴ്സ് ഏതാണോ ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം, അപ്പോൾ അതിന് ഇപ്പോൾ പഠിക്കുന്ന കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു ഷോർട്ട് ടൈം കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു മാസ്റ്റേഴ്സ് കിട്ടും. അതുപോലെ തന്നെ നമുക്കൊരു ജോബിലേക്ക് ലാൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ചെയ്യുന്നതായിരിക്കും എൻ്റെ അഭിപ്രായത്തിൽ നല്ലത്. താങ്ക് യു സോ മച്ച് സർ. നല്ലൊരു സെഷനാണ്, കുറേ നല്ല ചോദ്യങ്ങൾ, അതുപോലെ തന്നെ ചോദിച്ചോളൂ.
സാർ ഞാൻ CMA USA സെമി ക്വാളിഫൈഡ് ആണ് ഇപ്പോൾ സാർ. സെമി അപ്പോൾ ക്വാളിഫൈഡ്, ഞാൻ ഓക്കെ. അത് ഞാൻ ഇപ്പോൾ എൻ്റെ സെക്കൻഡ് എക്സാം എഴുതി നിൽക്കുകയാണ്, റിസൾട്ട് വന്നിട്ടില്ല. ശരി. അപ്പോൾ ഞാൻ ഇപ്പോൾ മാസ്റ്റേഴ്സ് ചെയ്യാൻ നോക്കുമ്പോൾ എൻ്റെ ഡിഗ്രി വരുന്നത് BCom ഡിസ്റ്റന്റ് എഡ്യൂക്കേഷൻ, അതൊരു പ്രോബ്ലം ആയിട്ട് വരും. ഡിസ്റ്റന്റ് ഡിഗ്രി എന്ന് പറയുന്നത് ഒരു പ്രോബ്ലം അല്ല. പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മുടെ എത്ര ബാക്ക്ലോഗ് ഉണ്ട്, എത്ര വർഷം എടുത്ത് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ എന്നുള്ളതാണ്. അപ്പോൾ ഒരു 3 ഇയർ കംപ്ലീറ്റ് ചെയ്യേണ്ട ഒരു കോഴ്സ്, ഓക്കെ, ഇപ്പോൾ എലിജിബിലിറ്റി ക്രൈറ്റീരിയയിൽ പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു കോഴ്സിൻ്റെ കണ്ടന്റ് അല്ലെങ്കിൽ കോഴ്സിന് ഡിസൈൻ ചെയ്തു അല്ലെങ്കിൽ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് തന്നെ പറയുന്നുണ്ട് 3 വർഷമാണ് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ എന്ന് പറയുന്നുണ്ട്. നമ്മൾ 3 വർഷത്തിലാണ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ബട്ട് ഇറ്റ് വി ടേക്ക് അനദർ 1 ഇയർ ടു കംപ്ലീറ്റ്. അപ്പം കുറേ ബാക്ക്ലോഗ്സ് വന്നു, അല്ലെങ്കിൽ കുറേ എക്സാംസ് എഴുതിയില്ല, ആബ്സെൻ്റ് ആയി. അങ്ങനെ 1 വർഷം കൂടെ എടുത്തിട്ടാണ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ ആ നമ്പർ ഓഫ് എക്സാംസ് നമ്മൾ ആബ്സെൻ്റ് ആയിരിക്കുന്നു, അല്ലെങ്കിൽ നമ്പർ ഓഫ് എക്സാം നമ്മൾ ഫെയിൽ ആയിരിക്കുന്നതിനാണ് ബാക്ക്ലോഗ് എന്ന് പറയുന്നത്. അല്ലാതെ അത് എഴുതിയെടുത്തതിനല്ല. എഴുതിയെടുത്തില്ല എന്നല്ല, അത് ആബ്സെൻ്റ് ആയി അല്ലെങ്കിൽ ഫെയിൽ ആയിട്ടുള്ളതിന് ബാക്ക്ലോഗ് എന്ന് പറയും. അപ്പോൾ 2 കൂടുതൽ ബാക്ക്ലോഗ് ഉണ്ടെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ ആ കോഴ്സ് കൃത്യസമയത്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ബുദ്ധിമുട്ടായിരിക്കും. അതല്ലാതെ നമ്മൾ ചെയ്തിരിക്കുന്ന കോഴ്സ് ഡിസ്റ്റൻ്റ് ആണ് എന്നതിൻ്റെ പേരിൽ നമുക്ക് അയോഗ്യതയൊന്നുമില്ല, നമുക്ക് യോഗ്യതയുള്ളൂ കേട്ടോ. സാർ എൻ്റെ ഒരു പേപ്പർ ബാക്ക്ലോഗ് വന്നിട്ടുണ്ട്. ഒരു പേപ്പർ ഓക്കെ, പക്ഷെ അത് 2-3 അറ്റംപ്റ്റ് ചെയ്തില്ല. അപ്പോൾ 3 ബാക്ക്ലോഗ്സ് ആയി. കുഴപ്പമില്ല, അപ്ലൈ ചെയ്യും കേട്ടോ. ഓക്കെ സാർ, നമുക്ക് ചാറ്റിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ എടുക്കുന്നുണ്ട്. വായിക്കുമോ? ഓക്കെ. ഒരാൾ ചോദിച്ചിരിക്കുന്ന ആള് CMA US സർട്ടിഫൈഡ് ആണ്. ആൾക്ക് ഓൾറെഡി BComഉം MComഉം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ആൾക്കാണെങ്കിൽ 3 ഇയർ എക്സ്പീരിയൻസും ഉണ്ട്. അയർലൻഡിൽ ആൾക്ക് പറ്റുന്ന ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണെന്ന്. CMA പാർഷ്യലി കംപ്ലീറ്റ് എന്നാണ് പറഞ്ഞത്, കംപ്ലീറ്റ് എന്നാണ് പറഞ്ഞത്? സർട്ടിഫൈഡ് ആണെന്നാണ്. CMA കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് തന്നെയാണ്. CMA കംപ്ലീറ്റ് ചെയ്തു, നമ്മളിവിടെ വന്നൊരു മാസ്റ്റേഴ്സ് തന്നെയാണ് പഠിക്കുന്നത്. ഇവിടെ വന്ന് മാസ്റ്റേഴ്സ് പഠിച്ചതിന് ശേഷം പിന്നീട് ഒരു രജിസ്ട്രേഷൻ എക്സാമിലേക്ക് പോകേണ്ട ഒരു ആവശ്യമില്ല. CMA എന്ന് പറയുന്നത് CMA ഒരു രജിസ്ട്രേഷൻ എക്സാം ആണെങ്കിലും US ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു US രജിസ്ട്രേഷൻ എക്സാം ആണ് അത് മെയിനായിട്ട്. നമ്മുടെ യൂറോപ്പിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ACCA പോലെ അല്ല അത് വരുന്നത്. എങ്കിൽ പോലും അതിൻ്റെതായ ഒരു ബെനിഫിറ്റ് ഉണ്ട്. നമുക്കൊരു 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് എപ്പോഴും ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് നമുക്കൊരു ജോബിലേക്ക് ലാൻഡ് ചെയ്യാനായിട്ട്. 3 വർഷത്തെ എക്സ്പീരിയൻസ് ഒരു പ്ലസ് പോയിന്റ് ആണ്. നമുക്ക് MCom BCom എന്ന് പറയുന്നത് ഒരു അക്കൗണ്ടിങ് എക്സാം അല്ല, അതൊരു കോമേഴ്സ് ഡിഗ്രി എന്ന് മാത്രമേ ഉള്ളൂ. MCom ഉണ്ടെങ്കിലും BCom ഉണ്ടെങ്കിലും. പക്ഷേ എങ്കിൽ 3 വർഷത്തെ എക്സ്പീരിയൻസ്, അക്കൗണ്ടിങ് എക്സ്പീരിയൻസ് വളരെ പ്രധാനപ്പെട്ടതാണ്. CMA കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് അതും ഒരു ബെനിഫിഷ്യലാണ്. നമ്മളൊരു മാസ്റ്റേഴ്സ് ചെയ്യുമ്പോൾ നമുക്ക് കുറേ മോഡ്യൂൾസ് നമുക്ക് എക്സംഷൻ കിട്ടും അതിൻ്റെ CMAയുടെ ബേസിസിൽ. അതുപോലെ തന്നെ നമ്മൾ പഠിച്ചിറങ്ങി കഴിയുമ്പോൾ നമ്മുടെ 2 വർഷത്തെ സ്റ്റേ ബാക്കിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ 3 വർഷത്തെ എക്സ്പീരിയൻസും നമ്മുടെ CMA ആയിരിക്കും നമുക്ക് പ്ലസ് പോയിന്റ് ആയിട്ട് വരും നമുക്കൊരു ജോബിലേക്ക് ലാൻഡ് ചെയ്യാനായിട്ട്. എപ്പോഴും അത് വളരെ നല്ലൊരു കാര്യമാണ് കേട്ടോ, ജോബിലേക്ക് ലാൻഡ് ചെയ്യാനായിട്ട് ഈ 2 ഫാക്ടേഴ്സും. സാർ, ഓപ്പർച്യൂണിറ്റീസിനെ പറ്റി പറഞ്ഞപ്പോഴത്തേക്കും ഒരാൾ ചോദിച്ചതാണ് അവിടുത്തെ പേ സ്കെയിലൊക്കെ എങ്ങനെയായിരിക്കും, ആൻഡ് ലാൻഡിംഗ് ജോബ് വൺസ് മാസ്റ്റേഴ്സ് കഴിയുമ്പം എന്ത് കൈൻഡ് ഓഫ് ജോബ്സ് ഒക്കെ ആയിരിക്കും കിട്ടുക എന്ന്. ഇത് 2 തരത്തിലുള്ള വിസയാണ്. സ്കിൽഡ് കാറ്റഗറി വിസ ആൻഡ് ജനറൽ കാറ്റഗറി വിസ എന്നിങ്ങനെ 2 കാറ്റഗറി ആയിട്ടാണ് നമ്മൾ തിരിച്ചിരിക്കുന്നത്. അപ്പം ശരിക്കും പറഞ്ഞു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 3 പറയും: എമർജൻസി കാറ്റഗറി, ക്രിട്ടിക്കൽ സ്കിൽ കാറ്റഗറി, ജനറൽ കാറ്റഗറി. ഇപ്പോൾ എമർജൻസി കാറ്റഗറി എന്ന് പറയുമ്പോൾ നേഴ്സസ് ഡോക്ടേഴ്സാണ് അതിൻ്റെ അത് വരുന്നത്. അപ്പോൾ അത് നമ്മളെ ബാധിക്കുന്ന കാര്യമില്ല. പിന്നെ വരുന്നതാണ് ക്രിട്ടിക്കൽ സ്കിൽ കാറ്റഗറി. ക്രിട്ടിക്കൽ സ്കിൽ കാറ്റഗറി എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു 21 മന്ത്സ് നമ്മൾ സ്കിൽഡ് കാറ്റഗറിയിൽ നമ്മുടെ സാലറി 38.5 അല്ലെങ്കിൽ നിയർലി 39 നമ്മൾ ഹിറ്റ് ചെയ്യണം നമുക്ക് ക്രിട്ടിക്കൽ സ്കിൽ കാറ്റഗറിയിലേക്ക് വരാനായിട്ട്. അപ്പോൾ ഒരു 39 ആണ് പേ സ്കെയിൽ പറയുന്നത്. 39,000 യൂറോയിൽ നമ്മൾ 21 മാസം ഒരു എംപ്ലോയറുടെ കീഴിലോ 2 എംപ്ലോയറുടെ കീഴിലോ നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് PR അപ്ലൈ ചെയ്യാനായിട്ട് എലിജിബിൾ ആകുന്നത്. നമ്മൾ PR അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രേറ്റ് വേ നമുക്ക് PR കിട്ടും. നമുക്ക് ഫാമിലി കൊണ്ടുവരാം. ഫാമിലിക്ക് നമ്മുടെ സ്പൗസിന് വർക്ക് ചെയ്യാം, കുട്ടികൾക്ക് ഫ്രീ എഡ്യൂക്കേഷന്, ചൈൽഡ് ബെനിഫിറ്റ്സ് എല്ലാ ബെനിഫിറ്റും കിട്ടുന്നു അങ്ങനെ വരുമ്പോൾ. പിന്നെയുള്ള കാറ്റഗറി എന്ന് പറഞ്ഞാൽ ജനറൽ കാറ്റഗറിയാണ്. ജനറൽ കാറ്റഗറി നമുക്ക് 31,000 വരും. 31,000 പേ സ്കെയിൽ വരുന്ന കേസസിൽ നമുക്ക് ജനറൽ കാറ്റഗറി വിസയിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാം. ഇതുപോലെ തന്നെ 21 മന്ത്സ്, ഒരു 21 മന്ത്സ് അല്ല, അതിൻ്റെ ഇത് 1 ഇയർ മിനിമം വേണമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ പേ സ്കെയിൽ വളരെ കുറവാണ്. 31,000 ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഡ്രോബാക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്രിട്ടിക്കൽ സ്കിൽ പോലെ തന്നെ നമുക്ക് PR കിട്ടി അപ്പോഴേ തന്നെ ഫാമിലി കൊണ്ടുവരേണ്ടി വരത്തില്ല. നമുക്ക് വിസ കിട്ടിയതിന് ശേഷം നമ്മൾ 1 ഇയറോളം നമ്മൾ വെയിറ്റ് ചെയ്യണം. പിന്നെ നമുക്ക് ഫാമിലിയെ കൊണ്ടുവരണമെങ്കിൽ
ഫാമിലിയെ കൊണ്ടുവന്നാലും നമുക്ക് പിന്നെയും പാടായിരിക്കും. കാരണം നമ്മുടെ പേ സ്കെയിൽ വളരെ കുറവായിരുന്നു. 31,000 നമ്മൾ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് നമ്മുടെ ഫാമിലിയും കൂടെ നമുക്ക് അഫോർഡ് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എന്നാലും കുട്ടികൾ ജനറൽ കാറ്റഗറി വിസയാണ് കിട്ടുന്നതെങ്കിൽ അത് എടുക്കാറുണ്ട്. ഇനിയിപ്പോൾ അത് എനിക്ക് ക്രിട്ടിക്കൽ സ്കില്ലല്ല കിട്ടിയിരിക്കുന്നത്, ജനറൽ കാറ്റഗറി കിട്ടിയിരിക്കുന്നത് എടുക്കാതിരിക്കില്ല, അത് എടുക്കും കുട്ടികൾ. അതിനുശേഷം ജനറൽ കാറ്റഗറി നിന്നുകൊണ്ട് തന്നെ അത് PR ക്രിട്ടിക്കൽ സ്കില്ലിലേക്ക് മാറാനായിട്ട് നോക്കും. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പേ സ്കെയിൽ എന്ന് പറയുന്നത് നമുക്ക് ഒരു ഇവിടുത്തെ സ്റ്റാൻഡേർഡ് സാലറി എന്ന് പറയുമ്പോൾ 37,000 euro വരും. അതാണ് ഇവിടുത്തെ സ്റ്റാൻഡേർഡ് സാലറി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു 31 എങ്കിലും ഹിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് PR ജനറൽ കാറ്റഗറിയിൽ നമുക്ക് പോകാൻ പറ്റും. ഇനി 39ലേക്ക് നമുക്ക് ഹിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ക്രിട്ടിക്കൽ സ്കില്ലിലേക്ക് പോകാൻ പറ്റും കേട്ടോ. ഞാനത് വളരെ ടെക്നിക്കലായിട്ടൊരു ഏരിയയാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായോന്ന് അറിയില്ല, വളരെ വേഗമായിട്ടാണ് പറഞ്ഞു പോയത്. മനസ്സിലായില്ല എങ്കിൽ ഒന്നുകൂടെ പറയാൻ ഇച്ചിരി എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം. ഐ ഹോപ്പ് ആൾക്കത് മനസ്സിലായി. നിങ്ങൾക്ക് ഫെർദർ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ പ്ലീസ് ഫ്രീ ടു കോൺടാക്ട് യുവർ കൗൺസിലർ ബ്രാഞ്ച് ആയിട്ട്. ഓക്കെ, ഓഫീസിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും കേട്ടോ. യെസ് സർ, ഒരാൾ ചോദിച്ചിട്ടുണ്ട് ACCA ഇവിടെ നിന്ന് കംപ്ലീറ്റ് ചെയ്യുന്നതും, അതായത് 9 പേപ്പർ കംപ്ലീറ്റ് ചെയ്യുന്നതും മാസ്റ്റേഴ്സിൽ എക്സംഷൻ കിട്ടുന്നതും തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ എന്ന്. അതിൻ്റെ ഞാനത് പറഞ്ഞു പോയി. നമുക്ക് ഈ പറയുന്ന മാസ്റ്റേഴ്സും ACCA എല്ലാം നാട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റും. നമ്മൾ എന്തുകൊണ്ടാണ് അയർലൻഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു, നമ്മുടെ ഇവിടുത്തെ ഓപ്പർച്യൂണിറ്റീസിനെ പറ്റി നമ്മൾ പറഞ്ഞു. നമ്മളൊരു ഈ ഒരു യൂറോപ്യൻ കൺട്രിയിലെ ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ, നമുക്കൊരു ജോബ് ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഇൻ പേഴ്സൺ ഉണ്ടായിരിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. ഒരു യൂറോപ്പിൻ്റെ റൂൾ അനുസരിച്ച് യൂറോപ്പിൽ ഒരു പൊസിഷൻ വന്നു കഴിഞ്ഞാൽ അത് ഏത് കൺട്രിയിലാണോ മെമ്പർ കൺട്രീസ്, ഇപ്പോൾ അയർലൻഡ് എന്ന് പറയുന്നത് 27 കൺട്രീസിൽ ഒരു മെമ്പർ കൺട്രിയാണ്. അപ്പോൾ ഇവിടെ ഒരു പൊസിഷൻ വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് ആദ്യമായിട്ട് അഡ്വർടൈസ് ചെയ്യുന്നത്. ഇവിടുത്തെ മാർക്കറ്റിൽ നിന്ന് അവർക്ക് കുട്ടികളെ എടുക്കാനായിട്ട് പറ്റുള്ളൂ. ഇവിടുന്ന് കിട്ടിയില്ലെങ്കിൽ പിന്നെ യൂറോപ്യൻ മാർക്കറ്റിലേക്ക് പോകും. യൂറോപ്യൻ മാർക്കറ്റിലും കിട്ടിയില്ല എങ്കിൽ മാത്രമേ യൂറോപ്പിന് പുറത്തേക്ക് ആ ജോബ് പോവുകയുള്ളൂ. അപ്പോൾ ഈ ഒരു അക്കൗണ്ടിങ് ജോബ് ഒരിക്കലും നമ്മുടെ ഇന്ത്യയിൽ അഡ്വർടൈസ് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇവിടെയുള്ള ഒരു കമ്പനി ഇന്ത്യയിൽ നിന്ന് സ്റ്റുഡൻസിനെ എടുക്കാൻ അല്ലെങ്കിൽ ഒരു കാൻഡിഡേറ്റ്സിനെ എടുക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അതേസമയം നമ്മളിവിടെ ഇൻ പേഴ്സൺ ഈ മാർക്കറ്റിൽ അയർലൻഡിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന ഓപ്പർച്യൂണിറ്റീസ് എല്ലാം നമ്മൾ അവൈലബിൾ ആണ്. നമുക്ക് ഇതിനെല്ലാം അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും, നമുക്കൊരു ജോബിലേക്ക് ലാൻഡ് ചെയ്യാനും പറ്റും. അതാണ് ഇവിടെ വന്ന് പഠിച്ചാലുള്ള ബെനിഫിറ്റ് കേട്ടോ. താങ്ക് യു സർ. സർ, അടുത്ത ആൾ ചോദിച്ചിട്ടുണ്ട് PR-ന്റെ അവൈലബിലിറ്റി എങ്ങനെയായിരിക്കും, കാനഡയൊക്കെ പോലെ പോയിന്റ് ബേസ്ഡ് ആണോ അയർലൻഡിലും ഉള്ളത്? പോയിന്റ് ബേസ്ഡ് അല്ല ഇവിടെ. ഞാനത് പ്രസൻറ്റേഷൻ പറഞ്ഞു പോയ പോലെ തന്നെ നമുക്ക് മിനിമം എക്സ്പീരിയൻസ് ഉണ്ട്, നമുക്ക് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്, നമുക്ക് വ്യക്തമായ നോളജ് ഉണ്ട് എങ്കിൽ നമ്മളൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് നമ്മൾ ഇൻ്റർവ്യൂ പാസ്സായി നമുക്ക് ആ ഒരു പേ സ്കെയിൽ ഹിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു 39ലേക്ക് നമ്മൾ ഹിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആ ലെവലിലുള്ള ഒരു ജോബിലേക്ക് നമ്മൾ ലാൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് PR കിട്ടും. അതിന് പോയിന്റ് സിസ്റ്റമോ ഒന്നുമില്ല. നമ്മൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, നമുക്ക് ഇനഫായിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട്, നോളജ് ഉണ്ട്, നമ്മൾ ഇൻ്റർവ്യൂ പ്രോപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്, നമ്മൾ അപ്ലൈ ചെയ്ത ജോബ് അതിൻ്റെ പേ സ്കെയിൽ എന്ന് പറയുന്നത് ആ റിക്വയർഡ് പേ സ്കെയിലാണ് എങ്കിൽ നമുക്ക് ആ PR കിട്ടുന്ന ജോബിലേക്ക് നമുക്ക് ലാൻഡ് ചെയ്യാൻ പറ്റും. ആ ഒരു ജോബിൽ ഈ പറയുന്ന 39 ഹിറ്റ് ചെയ്യുന്ന ജോബിൽ 21 മന്ത്സ് ഒരു എംപ്ലോയറുടെ കീഴിലോ ഈവൻ 9 മാസം കഴിഞ്ഞാൽ 11 മാസം കഴിഞ്ഞ് എംപ്ലോയറെ മാറി വേറെ എംപ്ലോയറുടെ കീഴിലോ അങ്ങനെ 2 എംപ്ലോയറുടെ കീഴിലോ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എലിജിബിൾ ആണ് PR-ന് അപ്ലൈ ചെയ്യാനായിട്ട്. വളരെ വളരെ ഈസിയാണ് കമ്പാരിറ്റീവ്ലി മറ്റ് കൺട്രീസിനെ വെച്ച് നോക്കുമ്പോൾ വളരെ ഈസിയാണ് അയർലൻഡിൽ. പക്ഷേ ആ ഒരു പോയിന്റിലേക്ക് എത്താൻ ഉള്ള ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. വൺസ് ആ ഒരു പോയിന്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ PR കിട്ടുക വളരെ എളുപ്പമാണ്. സാർ, അതിന്റെ ഫോളോ അപ്പ് ക്വസ്റ്റ്യൻ ആണ്, സെയിം ഫീൽഡ് തന്നെ എക്സ്പീരിയൻസ് വേണോ? ലൈക്ക് സാലറി സ്കെയിൽ എത്തി, ആ ഡ്യൂറേഷനും എത്തി, പക്ഷെ ഫീൽഡ് ഡിഫറെന്റ് ആയിരിക്കും. ക്രിട്ടിക്കൽ സ്കില്ലാണ് ഇപ്പം ഫീൽഡ് മാറാം. ഇപ്പം ഞാൻ പറയുന്നത് ഇപ്പം ഓഡിറ്റിങ്ങിൽ നാട്ടിൽ ഓഡിറ്റിംഗ് ചെയ്ത കുട്ടികൾ ഓഡിറ്റിങ്ങിലുണ്ട് എക്സ്പീരിയൻസ് ഉണ്ടായത്. കമ്പ്യൂട്ടർ സയൻസിൻ്റെ കാര്യമാണ് പറയുന്നത്. ഇവിടെ വന്ന് ഡാറ്റാ സയൻസ് കോഴ്സ് പഠിച്ച കുട്ടികളുണ്ട്. ഡാറ്റാ സയൻസ് കഴിഞ്ഞതിന് ശേഷം ഓഡിറ്റിങ്ങിൽ തന്നെ അവർക്ക് ജോലി കിട്ടിയവരുണ്ട്. ആ ഓഡിറ്റിങ്ങിൽ തന്നെ അവർ കണ്ടിന്യൂ ചെയ്ത് അവർക്ക് PR കിട്ടിയവരുണ്ട്. ഇപ്പം നമ്മൾ ലാൻഡ് ചെയ്യുന്ന കോഴ്സ് അല്ലെങ്കിൽ നമ്മൾ ലാൻഡ് ചെയ്യുന്ന ജോബ് എന്ന് പറയുന്ന സ്കിൽഡ് കാറ്റഗറി വരുന്നതാണെങ്കിൽ ഓഫ് കോഴ്സ് യെസ് നമ്മൾ പഠിച്ചത് തന്നെ ആയിരിക്കണം നിർബന്ധമില്ല. നമ്മൾ അക്കൗണ്ടിങ് ആൻഡ് ഫൈനാൻസ് പഠിച്ചു, അല്ലെങ്കിൽ നമ്മൾ അക്കൗണ്ടിങ് മെയിൻ ആയിട്ട് നമ്മൾ പഠിച്ചു, പക്ഷെ നമുക്കൊരു ഫൈനാൻസ് ജോബാണ് നമുക്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ ആ വർക്ക് ചെയ്യുന്നത് ആ ഒരു ജോബ് ക്രിട്ടിക്കൽ സ്കിൽ വരുന്നതാണ്, ആ പേ സ്കെയിൽ കറക്റ്റാണ് എങ്കിൽ നമുക്ക് അത് കംപ്ലീറ്റ് ചെയ്താലും നമുക്ക് PR കിട്ടും. നമ്മൾ പഠിച്ചതിന് തന്നെ നമുക്ക് ജോബ് കിട്ടുന്ന നിർബന്ധമില്ല. നമ്മുടെ എക്സ്പീരിയൻസ് വെച്ചാൽ നമ്മുടെ പ്രീവിയസ് എക്സ്പീരിയൻസ് വെച്ചാൽ അല്ലെങ്കിൽ പ്രീവിയസ് ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കുന്ന ഏതെങ്കിലും കോഴ്സിൻ്റെ ബേസിസിലും നമുക്ക് അപ്ലൈ ചെയ്യാം, ജോബിലേക്ക് ലാൻഡ് ചെയ്യാം, നമുക്ക് ജോബ് കിട്ടി PR കിട്ടുകയും ചെയ്യാം.
യെസ്, താങ്ക് യു സർ. വേറെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അയർലൻഡിൽ പാർട്ട് ടൈമിന്റെ അവൈലബിലിറ്റി ഒക്കെ എങ്ങനെയായിരിക്കും? ലിവിങ് എക്സ്പെൻസ് ഒക്കെ എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിച്ചു. അത് പാർട്ട് ടൈം ജോബിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു പോയി. പാർട്ട് ടൈം ജോബ് ഇപ്പം എസ്പെഷ്യലി അയർലൻഡ് ക്യാപിറ്റൽ സിറ്റിയിൽ പാർട്ട് ടൈം ജോബിൻ്റെ അവൈലബിലിറ്റി ഇഷ്ടം പോലെയുണ്ട്. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജോബിലേക്ക് നമ്മൾ ജോബിന് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ CV പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ നമ്മുടെ അഡ്രസ്സ് കൊടുത്തിരിക്കുന്നത്. ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ സിറ്റി സെൻറ്ററിൽ താമസിക്കുന്നു, അല്ലെ സിറ്റി സെൻറ്ററിൽ നമ്മൾ പഠിക്കുന്നു, നമ്മൾ താമസിക്കുന്ന ഒരു 10 കിലോമീറ്റർ ഇപ്പുറത്താണ് നമ്മൾ താമസിക്കുന്നത് വിചാരിക്കും. അപ്പോൾ ഒരു സിറ്റി സെൻറ്ററിൽ നമ്മളൊരു ജോബിന് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ 10 കിലോമീറ്റേഴ്സിന് ഇപ്പുറത്തുള്ള ഒരു അഡ്രസ്സ് വെച്ച് നമ്മൾ അപ്ലൈ ചെയ്ത് ഒരിക്കലും നമുക്ക് കിട്ടില്ല. അപ്പോൾ നമ്മൾ ഒരു അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ അഡ്രസ്സ് ക്ലോസർ ടു ദി എന്താ പറയുക കമ്പനി, അല്ലെങ്കിൽ ഷോപ്പ്, അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റ്, അല്ല അതിനോട് ക്ലോസർ ടു ദി അഡ്രസ്സ് നമ്മൾ കൊടുത്താൽ മാത്രമേ. വളരെ ബേസിക് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ പറഞ്ഞു പോയത്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് നമ്മളോട് പഠിക്കുമ്പോൾ നമ്മൾ സീനിയേഴ്സിനോട് നമ്മൾ സംസാരിക്കുകയും അവരുടെ റെഫറൻസ് മേടിക്കുകയും, അല്ലെങ്കിൽ അവർ ജോലിക്ക് പോകുമ്പോൾ അവരുടെ കൂടെ പോവുകയും, പിന്നെ എന്നിട്ട് അവരുടെ സുപ്പീരിയർ ആയിട്ടുള്ളവർക്ക് CV കൊടുക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ റെഫറൻസോട് കൂടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ജോബ് കിട്ടാൻ സാധിക്കും. അങ്ങനെ കുറേ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ മീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു ജോബ് കിട്ടാൻ വളരെ എളുപ്പമാണ്. എഗെയിൻ ഞാനത് പ്രസൻറ്റേഷൻ പറഞ്ഞത് ചില കുട്ടികൾക്ക് 3 ജോബ് കിട്ടുന്നു, കുറേ കുട്ടികൾക്ക് ജോബ് കിട്ടുന്നേ ഇല്ല. ഒരു ആപ്റ്റിറ്റ്യൂഡിൻ്റെ ഒരു വിഷയമുണ്ട് അതിനകത്ത്. നമ്മൾ എത്രമാത്രം അതിനകത്ത് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു ജോബിലേക്ക് ലാൻഡ് ചെയ്യാനായിട്ട്, എത്രമാത്രം നമ്മൾ ആൾക്കാരെ ലിങ്ക് ചെയ്ത് പോകുന്നു, അതൊക്കെ വളരെ പ്രധാനപ്പെട്ട. ചില കുട്ടികളുണ്ട് ഇവിടെ വന്നതിന് ശേഷം ഡേ 1 തന്നെ അവർ കുറേ ട്രാവൽ ചെയ്യും. കാരണം ട്രാവലിംഗ് ഒക്കെ വളരെ ചീപ്പാണ് ഇവിടെ. €1 കൊടുത്തു കഴിഞ്ഞാൽ കുറേ സ്ഥലങ്ങൾ നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും വളരെ ചീപ്പായിട്ട്. അപ്പം ഇങ്ങനെ കറങ്ങി നടക്കുന്നവരുണ്ട്, സ്ഥലം കാണുന്നവരുണ്ട്, ആൾക്കാരെ പരിചയപ്പെടുന്നവരുണ്ട്. അങ്ങനെ ചെയ്യുന്നവർക്ക് ഒരു ജോബിലേക്ക് ലാൻഡ് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും, ആൾക്കാരുമായിട്ട് കണക്ട് ചെയ്യുന്നവർ. അപ്പോൾ എപ്പോഴും നമുക്ക് ഒരു ജോബിലേക്ക് വരാൻ, ഒരു പാർട്ട് ടൈം ജോബിലേക്ക് വരാണ്ട് വലിയ ബുദ്ധിമുട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല ഇവിടെ. കുട്ടികളോട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ കുട്ടികളുടെ ഫീഡ്ബാക്ക് എടുത്ത് നമ്മുടെ വേജസ് എന്ന് പറയുന്നത് 13.5 ആണ്. €13.5 ആണ് നമ്മുടെ വേജസ് വരുന്നത് നമുക്ക് ഒരു മണിക്കൂർ. ഒരു €500 to €550 ആണ് നമ്മുടെ ഒരു മാസത്തെ റെൻ്റ് എന്ന് പറയുന്നത്. ഒരു കോസ്റ്റ് പറയുമ്പോൾ നമ്മളൊരു €50 to €100 നമ്മുടെ ഫുഡിൻ്റെ എക്സ്പെൻസ് വരും. അങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു €600-650 ഉണ്ടെങ്കിൽ നമ്മുടെ എക്സ്പെൻസ് എല്ലാം തന്നെ മീറ്റ് ചെയ്ത് പോകും. അപ്പോൾ ആ ഒരു എമൗണ്ട് എന്ന് പറയുന്നത് നമുക്ക് ആഴ്ചയിൽ 20 മണിക്കൂറാണ് വർക്ക് ചെയ്യാൻ പറ്റുന്നത്. ഒരു മാസം കൊണ്ട് ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന പൈസ ഉള്ളത്. ജോബ് കിട്ടിയാൽ, പാർട്ട് ടൈം ജോബ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് മീറ്റ് ചെയ്ത് പോകാൻ പറ്റും. അതുപോലെ നമുക്ക് ക്രിസ്മസിൻ്റെ സമയത്ത് സമ്മർ ഹോളിഡേയ്സിൽ നമുക്ക് 40 hours വരെ വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ സമയത്ത് നമുക്ക് കൂടുതൽ വർക്ക് ചെയ്ത് നമുക്ക് കൂടുതൽ പൈസ ഉണ്ടാക്കാൻ പറ്റും, സേവ് ചെയ്യാൻ പറ്റും, അങ്ങനെയും ചെയ്യാൻ പറ്റും. താങ്ക് യു സർ. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡൗട്ട്സ്, ക്വറീസ് ഒക്കെ ഉണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്യാവുന്നതാണ്, ഇല്ലെങ്കിൽ ചാറ്റ് ഓപ്ഷനിൽ ചോദിക്കാവുന്നതാണ്. നമ്മൾ റീഡ് ഔട്ട് ചെയ്തിട്ട് അത് ക്ലിയർ ചെയ്യുന്നതായിരിക്കും. ഹലോ സാർ, ചോദിച്ചോളൂ. ഓഡിബിൾ ആണോ സാർ? ഓഡിബിൾ ആണ്, ചോദിച്ചോളൂ. സാർ, ഞാൻ ജാൻ 2026 ഇൻടേക്കിലേക്ക് സെയിം കോഴ്സ് MSc അക്കൗണ്ട്സ് ആൻഡ് ഫിനാൻസ് നോക്കുന്നുണ്ട്. അപ്പം എനിക്കൊരു ഡൗട്ട് റിഗാർഡിംഗ് ദി സോഴ്സ് ഓഫ് ഫണ്ട്സ് ഉണ്ട്. അപ്പം എൻ്റെ ഫണ്ടിങ് ചെയ്യുന്നത് എൻ്റെ സിസ്റ്റർ ആൻഡ് ബ്രദർ ഇൻ ലോ ആണ്. സിസ്റ്ററിന് ഇവിടെ ഒരു FD അക്കൗണ്ട് ഉണ്ടായിരുന്നു, അത് ബ്രേക്ക് ചെയ്ത് FDയുടെ പ്രൂഫ് കാണിക്കാം. പിന്നെ ബ്രദർ ഇൻ ലോ ഫണ്ട് ചെയ്യുന്ന എമൗണ്ടിന് എങ്ങനെയാണ് പ്രൂഫ് വരുന്നതെന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. പുള്ളി ബിക്കോസ് ഹി ഈസ് നോട്ട് മൈ ബ്ലഡ് റിലേഷൻ, അങ്ങനെ ഒരു ഇഷ്യൂ വരുന്നുണ്ട്. ബ്രദർ ഇൻ ലോ ബ്ലഡ് റിലേഷൻ അല്ല, പക്ഷേ സിസ്റ്റർ ബ്ലഡ് റിലേഷൻ ആണ്. സിസ്റ്റർ എന്ത് ചെയ്യുന്നു? സിസ്റ്റർ കറന്റ് ഇപ്പൊ വർക്കിംഗ് അല്ല, നേരത്തെ സൗദി അറേബ്യയിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്, ഇപ്പം വർക്ക് ചെയ്യുന്നില്ല. ഓ റൈറ്റ്, ഓക്കെ. അപ്പോൾ സിസ്റ്ററിനെ നമുക്ക് സ്പോൺസറായിട്ട് കാണിക്കാണ്ട് പറ്റത്തില്ല. 2 ഓപ്ഷനാണ് അതിൻ്റെ അതുള്ളത്. ഒന്നുകിൽ സിസ്റ്ററിനെയും കൂടെ കൂട്ടി സ്പോൺസറായിട്ട്, ജോയിൻറ്റ് സ്പോൺസറായിട്ട് കാണിക്കുക. അപ്പോഴേ റിലേഷൻഷിപ്പ് പ്രൂവ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. അവരുടെ മാര്യേജ് സർട്ടിഫിക്കറ്റ് വെച്ചാൽ മതി. ഓക്കെ. ഇനി അതല്ല, സിസ്റ്ററിനെ സ്പോൺസറായിട്ട് വെക്കാൻ പറ്റത്തില്ല, കാരണം കറൻ്റ് വർക്കിംഗ് അല്ല എന്നുണ്ടെങ്കിൽ ബ്രദർ ഇൻ ലോയെ മാത്രമായിട്ട് വെക്കാം. അപ്പോഴും നമുക്ക് റിലേഷൻഷിപ്പ് പ്രൂവ് ചെയ്യാൻ എളുപ്പമാണ്. അവരുടെ മാര്യേജ് സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് നമുക്ക് റിലേഷൻഷിപ്പ് പ്രൂവ് ചെയ്യാൻ പറ്റും. ബ്രദർ ഇൻ ലോയ്ക്ക് അല്ലെ സിസ്റ്റർ ഇൻ ലോയ്ക്ക് ഇവർക്കൊക്കെ സ്പോൺസർ ആകാനായിട്ട് പറ്റും. അവർ തന്നെയാണ് നിൽക്കുന്നതെങ്കിൽ മാര്യേജ് സർട്ടിഫിക്കറ്റ് വെച്ച് റിലേഷൻഷിപ്പ് ഇച്ചിരി പാടാണ് റിലേഷൻഷിപ്പ് അത് പ്രൂവ് ചെയ്തെടുക്കാനായിട്ട്. ഇനി സിസ്റ്ററും കോഡ് ഉള്ള കേസാണെങ്കിൽ അവർ ജോയിൻറ്റ് സ്പോൺസറായിട്ട് വെക്കുകയാണെങ്കിൽ വളരെ എളുപ്പമാണ് റിലേഷൻഷിപ്പ് പ്രൂവ് ചെയ്യാനും പ്രോസസ്സ് ചെയ്യാനും. സാർ, അത് പ്രാക്ടിക്കലി പോസിബിൾ ആണോ അങ്ങനെ ബ്രദർ ഇൻ ലോയ്ക്ക് സ്പോൺസറായിട്ട് വരാൻ? ഞാൻ തിരക്കിയപ്പോൾ അറിഞ്ഞത് അങ്ങനെ ബ്ലഡ് റിലേഷൻ ഇല്ലാത്തത് കൊണ്ട് പറ്റില്ല, സിസ്റ്ററിനെ എലോൺ ആയിട്ടേ ചെയ്യാൻ പറ്റൂ. സാറ് പറഞ്ഞ പോലെ സിസ്റ്റർ വർക്കിംഗ് ആണെങ്കിലും മാത്രമേ പറ്റൂ, ബ്രദർ ഇൻ ലോയ്ക്ക് അതിലൊരു പാർട്ടി ആവാൻ പറ്റില്ല എന്നാണ് ഞാൻ അറിഞ്ഞത്. അത് തെറ്റാണ് കേട്ടോ. നമുക്ക് സ്പോൺസർ ആവാൻ പറ്റും. നമുക്കിപ്പം ഒരു
ഒരു 10 ലക്ഷം രൂപ നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്നാൽ പോലും ആ ഗിഫ്റ്റ് വെച്ചിട്ട് പോലും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും സ്പോൺസർ ഇല്ലാതെ. അപ്പോൾ നമുക്ക് സേ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഡിസ്റ്റൻറ്റ് റിലേഷൻ നമുക്കൊരു 10 ലക്ഷം രൂപ ഗിഫ്റ്റ് ആയിട്ട് തന്നു. നമുക്ക് സ്പോൺസർഷിപ്പ് ആളെ സ്പോൺസറായിട്ട് കാണിക്കേണ്ട ആവശ്യമില്ല. ഒരു അഫിഡവിറ്റ് നമുക്ക് പ്രിപ്പയർ ചെയ്തിട്ട് നമുക്ക് അത് ആ ഫണ്ട് കാണിച്ചിട്ട് പോലും നമുക്ക് വരാനായിട്ട് പറ്റും. ഫാദർ ഇൻ ലോ, നമുക്ക് ഇമ്മീഡിയറ്റ് ഫാമിലി മെമ്പേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ അച്ഛൻ, അമ്മ, ബ്രദർ, സിസ്റ്റർ, ബ്രദർ ഇൻ ലോ, സിസ്റ്റർ ഇൻ ലോ, അച്ഛൻ്റെ സഹോദരങ്ങൾ, അമ്മയുടെ സഹോദരങ്ങൾ, ഇതാണ് ഇമ്മീഡിയറ്റ് ഫാമിലി. എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് റിലേഷൻഷിപ്പ് പ്രൂവ് ചെയ്യാനായിട്ട് പറ്റുന്നത്, ഇപ്പം നമ്മുടെ ഗ്രാൻഡ് ഫാദറിൻ്റെ അനിയൻ്റെ മോൻ, അല്ലെങ്കിൽ അമ്മയുടെ പെങ്ങളുടെ മകൻ്റെ മകൻ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് റിലേഷൻഷിപ്പ് പ്രൂവ് ചെയ്യാനായിട്ട് പറ്റില്ല. റിലേഷൻഷിപ്പ് നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന കേസസിലെല്ലാം നമുക്ക് സ്പോൺസറായിട്ട് വയ്ക്കാൻ പറ്റും. വിസ പ്രോസസ്സിങ്ങിൽ അല്ലെങ്കിൽ വിസ ഗൈഡ് ലൈൻസിൽ എവിടെയാണ് സ്പോൺസർഷിപ്പിൻ്റെ കാര്യത്തിൽ നമുക്ക് ബ്രദർ ഇൻ ലോ പറ്റില്ല എന്ന് പറയുന്നു? എവിടെയെങ്കിലും പറയുന്നുണ്ടോ? അവർ ഇമ്മീഡിയറ്റ് ഫാമിലി എന്ന് മാത്രമേ പറയുന്നുള്ളൂ, അവരത് കൃത്യമായി ഡിഫൈൻ ചെയ്ത് പോകുന്നില്ല. അപ്പോൾ ഇമ്മീഡിയറ്റ് ഫാമിലി എന്ന് പറയുമ്പോൾ നമുക്ക് റിലേഷൻഷിപ്പ് പ്രൂവ് ചെയ്യാൻ പറ്റണം. അതാണ് അതിൻ്റെ ബേസിക് ആയിട്ട് പറയുന്നത്. റിലേഷൻഷിപ്പ് പ്രൂവ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതൊക്കെയാണ്. ഇപ്പോൾ ആദിലിൻ്റെ കേസിൽ ആദിലിൻ്റെ ബ്രദർ ഇൻ ലോ എന്ന് പറയുന്നത് ആദിലിൻ്റെ സിസ്റ്ററെ മാരേജ് ചെയ്ത ആളാണ്. അപ്പോൾ സിസ്റ്ററിൻ്റെ ആ ഒരു ലെവലിൽ നിൽക്കുന്ന ആളാണ് ബ്രദർ ഇൻ ലോ എന്ന് പറയുന്ന ആൾ. ആ സിസ്റ്ററിൻ്റെ ആ സെയിം ലെവലിൽ നിൽക്കുന്ന ആളാണ്, ഇമ്മീഡിയറ്റ് ഫാമിലി മെമ്പറാണ് കേട്ടോ. സാർ, അപ്പം എനിക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഞാനൊരു സിസ്റ്ററിന്റെ FD-യുടെ കാര്യം പറഞ്ഞല്ലോ, ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് അത് ഒരു 10 lakhs വരും ഓൾമോസ്റ്റ്. ആ ഒരു എമൗണ്ട് കാണിച്ചിട്ട് ബാലൻസ് എമൗണ്ട് ബ്രദറിലോ സ്പോൺസർ ചെയ്യുന്നതായിട്ടോ അല്ലെങ്കിൽ ഗിഫ്റ്റ് ചെയ്തതായിട്ടോ കാണിക്കാൻ പറ്റുമോ? അതെന്തിനാണ് ഗിഫ്റ്റ് ചെയ്യുന്നത്? സിസ്റ്ററും ബ്രദറും അവർ രണ്ടുപേരും ജോയിന്റ് സ്പോൺസറാക്കി വെച്ച് കഴിഞ്ഞാൽ തീരാവുന്ന കേസല്ലേ ഉള്ളൂ. ടോട്ടൽ എമൗണ്ടിന് അങ്ങനെ ജോയിന്റ് സ്പോൺസറായിട്ട് വെക്കാൻ അവർ രണ്ടുപേരെയും കൂടെ ഒരൊറ്റ സ്പോൺസറായിട്ട് കാണിച്ചാൽ മതി. അവർ രണ്ടുപേരെയും കൂടെ ജോയിന്റ് സ്പോൺസർ ഒരൊറ്റ സ്പോൺസറായിട്ട് കാണിച്ചാൽ മതി. അപ്പോൾ പിന്നെ അവരുടെ രണ്ടുപേരുടെയും ഫണ്ടും അവരുടെ രണ്ടുപേരുടെയും എംപ്ലോയ്മെന്റ് ലെറ്റർ, പേ സ്ലിപ്പ്, കാര്യങ്ങളെല്ലാം കാണിച്ചു കഴിഞ്ഞാൽ തീർന്നല്ലോ. അത്രേ ഉള്ളൂ. സിസ്റ്റർ എംപ്ലോയിഡ് അല്ല സാർ, അതാണ്. സിസ്റ്റർ എംപ്ലോയിഡ് അല്ല എങ്കിലും സിസ്റ്ററിനെ കാണിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ പല കേസിലും അവരുടെ ഇപ്പം സിസ്റ്റർ എംപ്ലോയി അല്ല എന്ന് വിചാരിച്ചുള്ളൂ എങ്കിൽ പോലും ബ്രദർ ഇൻ ലോയുടെ ബാങ്ക് അക്കൗണ്ട് അവരുടെ ജോയിന്റ് പേരാണ് കൊടുത്തിരിക്കുന്നതെങ്കിലോ അവരുടെ രണ്ടുപേരുടെയും കൂടെയാണല്ലോ അക്കൗണ്ട് എങ്കിലോ ആണോ? അങ്ങനെ വരുമ്പോൾ എന്നാ ചെയ്യും? അല്ല സാർ, ജോയിന്റ് അക്കൗണ്ട് അല്ല, പുള്ളിയുടെ NRI അക്കൗണ്ട് ആണ്. പുള്ളി സൗദിയിലാണ്, പുറത്ത്. ഓക്കെ. അപ്പോൾ ഞാൻ പറയുന്നത് അവരെ ജോയിന്റ് ആയിട്ട് കാണിക്കുന്ന നിർബന്ധമില്ല. കാരണം ഒരാൾ വർക്ക് ചെയ്യുന്നില്ല എങ്കിൽ അത് ഒരാളെ മാത്രമായിട്ട് കാണിച്ചാൽ മതി. അതായത് നമുക്ക് സ്പോൺസറായിട്ട് വയ്ക്കുന്നുണ്ട് യാതൊരു കുഴപ്പമില്ല. ബ്രദർ ഇൻ ലോയോ അല്ലെങ്കിൽ സിസ്റ്റർ ഇൻ ലോയോ നമുക്ക് സ്പോൺസറായിട്ട് വയ്ക്കുന്നുണ്ട് യാതൊരു കുഴപ്പമില്ല. അവർ ഏൺ ചെയ്യുന്ന ആളാണ്, ഫൈനാൻഷ്യലി സൗണ്ട് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ റിലേഷൻഷിപ്പ് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്പോൺസറായിട്ട് കാണിക്കാൻ പറ്റും കേട്ടോ. ഓക്കെ സാർ, താങ്ക് യു. അതിൽ നമ്മൾ കുറേ നാട്ടിലുള്ള കുറേ ഏജൻസികളോട് നമ്മൾ സംസാരിക്കുമ്പോൾ അവർ തരുന്ന ഇൻഫർമേഷൻ എന്ന് പറയുന്നത് കറക്റ്റ് ആയിരിക്കണം നിർബന്ധമില്ല. ഓക്കെ, നമ്മുടെ വിസ ഗൈഡ് ലൈൻസ് കൃത്യമായിട്ട് അവർ ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അത് ആരോടാണ് ചോദിച്ചത് ഞാൻ ചോദിക്കുന്നില്ല. അപ്പം നാട്ടിൽ കിട്ടുന്ന പല ഇൻഫർമേഷൻ അല്ലെങ്കിൽ ബേസിക് ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ യൂട്യൂബ് ചാനലുകൾ പറയുന്ന ഇൻഫർമേഷൻ, ഇതെല്ലാം കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ ആയിരിക്കണം നിർബന്ധമില്ല. ഓക്കെ, നമ്മൾ എപ്പോഴും നമ്മൾ നോക്കേണ്ടത് ഇമിഗ്രേഷൻ്റെ വെബ്സൈറ്റ് നമ്മൾ കൃത്യമായിട്ട് നോക്കുക. ഹയർ എഡ്യൂക്കേഷൻ അതോറിറ്റിയുടെ അവരുടെ അപ്ഡേറ്റ്സ് നമ്മൾ കൃത്യമായിട്ട് വായിച്ചുകൊണ്ടിരിക്കുക. വിസയുടെ അപ്ഡേറ്റ്സ് നമ്മൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. ഗൈഡ് ലൈൻസ് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ നമുക്ക് അറിയാൻ പറ്റുന്ന വേറൊരു കാര്യം എന്ന് പറയുന്നത്, കൃത്യമായിട്ട് വിസയ്ക്ക് സബ്മിറ്റ് ചെയ്യുന്ന ഏജൻസി ആണെങ്കിൽ അവർ ഫീഡ്ബാക്ക് കിട്ടുന്നത് അവരുടെ വിസയ്ക്ക് സബ്മിറ്റ് ചെയ്ത്, ഇപ്പോൾ ഈ ഒരു കേസിലാണെങ്കിൽ ആദ്യം പറഞ്ഞൊരു കേസിലാണെങ്കിൽ പ്രീവിയസ് ആയിട്ടുള്ള ഇങ്ങനത്തെ കേസസ് വന്നിട്ടുണ്ടാവും. റെഗുലറായിട്ട് വിസയ്ക്ക് വെക്കുന്ന വെസ്റ്റ്മൗണ്ട് പോലുള്ള ഏജൻസികളാണെങ്കിൽ അവർ വെറൈറ്റി ഓഫ് കേസസ് അവർ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടാവും. അതിൻ്റെ അകത്ത് തന്നെ അവർ ബ്രദർ ഇൻ ലോയെ സിസ്റ്റർ ഇൻ ലോയൊക്കെ ഇതിനു മുമ്പ് സ്പോൺസറായിട്ട് വെച്ചിട്ടുണ്ടാവും. അതിൻ്റെ ബേസിസിൽ അവർ കൃത്യമായിട്ട് പറയും ഇങ്ങനെ പല കേസസ് നമ്മൾ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ റിസൾട്ട് ഇതാണ് എന്ന്. അപ്പോൾ റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള അവരുടെ അഡ്വൈസ് ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കേൾക്കുന്ന എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിരിക്കണം നിർബന്ധമില്ല. നമ്മൾ കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ നമ്മൾ എവിടെയാണോ അന്വേഷിക്കേണ്ടത് അത് ഇമിഗ്രേഷനാണ്, അല്ലെങ്കിൽ എംബസിയുടെ ഗൈഡ് ലൈൻസ് ആണ്, ഹയർ എഡ്യൂക്കേഷൻ അതോറിറ്റിയുടെ ഗൈഡ് ലൈൻസ് ആണ്. ഈ ഗൈഡ് ലൈൻസും പിന്നെ നമുക്ക് പ്രീവിയസ് ആയിട്ടുള്ള എക്സ്പീരിയൻസും ഇങ്ങനെയുള്ള കേസസ് ഹാൻഡിലുള്ള എക്സ്പീരിയൻസും ഇതിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷനാണ് നമ്മളെപ്പോഴും ഫോളോ ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ സാർ. ഓക്കെ, ഹലോ ചോദിച്ചോളൂ. സാറേ, ഈ മാസ്റ്റേഴ്സ് നമ്മൾ ഏത് പ്രോഗ്രാം എടുക്കുമ്പോഴാണ് നമുക്ക് ഈ ACCയുടെ 9 പേപ്പർ എക്സംഷൻ കിട്ടുന്നത്? പിന്നെ നമ്മൾ ഇത് എടുത്തു കഴിഞ്ഞിട്ട് അല്ലേ, അക്കൗണ്ടിങ് ആൻഡ് ഫൈനാൻസ്.
പിന്നെ ഇത് എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ മാസ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്ത് സ്റ്റേ ബാക്ക് പീരീഡിലാണോ ബാക്കി 4 പേപ്പർ നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത്? ചോദിച്ചോളൂ. നമുക്ക് എപ്പോൾ വേണം അതിപ്പം നമ്മൾ ACC കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഒരു കൃത്യമായ ടൈം ഒന്നും അവർ പറയുന്നില്ല. എല്ലാ കുട്ടികളും തന്നെ ആ ഒരു സ്റ്റഡി മോഡിൽ തന്നെ, അതായത് മാസ്റ്റേഴ്സ് പഠിച്ചിറങ്ങുന്ന ആ ഒരു സമയത്ത് തന്നെ ഒരു കണ്ടിന്യൂവേഷൻ പോലെ അങ്ങ് ചെയ്തു പോകും. പിന്നെ അവിടെ ഒരു ഗ്യാപ്പ് വരാത്ത രീതിയിൽ. കാരണം ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ അവർ ഇപ്പം ഒരു മാസ്റ്റേഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് എല്ലാ അക്കൗണ്ടിങ് ടേംസിനെ പറ്റി ഒരു കൃത്യമായ ഒരു ധാരണ ഉണ്ടായിരിക്കും. അപ്പോൾ തന്നെ അവർ ആ 4 പേപ്പറും കൂടെ എഴുതിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന സമയത്തിനുള്ളത് ചെയ്തു തീർക്കണമെന്ന് ഒരിടത്തും പറയുന്നില്ല. പക്ഷേങ്കിൽ അത് ചെയ്തു തീർക്കുമ്പോഴാണ് നമ്മൾ ഫുള്ളി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു അക്കൗണ്ടിൻ്റെ ആകുക എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇപ്പം മാസ്റ്റേഴ്സിൻ്റെ കൂടെ നമുക്ക് ഇത് രണ്ടും കൂടെ കൊണ്ടുപോകാൻ പറ്റുമോ? മാസ്റ്റേഴ്സിൻ്റെ കൂടെ അല്ലല്ലോ കൊണ്ടുപോകുന്നത്, മാസ്റ്റേഴ്സ് കഴിഞ്ഞതിന് ശേഷമല്ലേ. അതിൻ്റെ ഡിസർട്ടേഷൻ കൂടെ വെച്ചതിന് ശേഷമാണ് 4 പേപ്പർ ചെയ്യുന്നത്. ഓക്കെ ഓക്കെ. മനസ്സിലായോ? അല്ല, എൻ്റെ കൂടെ കൊണ്ടുവന്നാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ചില കുട്ടികൾക്ക് എന്താ പറയുക, അക്കൗണ്ടിങ് വളരെ ഈസി ആയിട്ടുള്ള കുട്ടികളുണ്ട്. ഇവിടെ ഫസ്റ്റ് റാങ്ക് ഹോൾഡേഴ്സ് ഒക്കെ ഉണ്ട്. ഇപ്പം പ്രോസസ്സ് ചെയ്ത കുട്ടികൾ, ഫസ്റ്റ് റാങ്ക് കിട്ടിയ കുട്ടികളൊക്കെ ഉണ്ട്. കോളേജിലോ യൂണിവേഴ്സിറ്റിയിലോ ഫസ്റ്റ് റാങ്ക് കിട്ടുന്ന നമ്മുടെ മലയാളി കുട്ടികൾ തന്നെയുണ്ട്. ഹൈലി എഫിഷ്യൻ്റ് ആയിട്ട് കുട്ടികളുണ്ട്. ആ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു 4 പേപ്പറും കൂടി ഇതിൻ്റെ കൂടെ തന്നെ എഴുതിയെടുക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടായിട്ട് അവർ പറഞ്ഞു കേട്ടിട്ടില്ല. അങ്ങനെ പലതരത്തിലുള്ള കുട്ടികളാണ്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാസ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് അത് പാർട്ട് ടൈം ജോബ് എല്ലാം കൂടെ വരുന്നതാണ് പറയുന്നത്. അപ്പം ഇപ്പം പേരെന്താണ്? ഹലോ, സാബിത്ത്. ഓക്കെ. സാബത്തിന് അങ്ങനെ കഴിവില്ലെന്നല്ല ഞാൻ പറഞ്ഞത്. പഠിക്കുന്ന കുട്ടികൾ, പൊതുവിൽ മാസ്റ്റേഴ്സ് ചെയ്യുന്ന കുട്ടികൾ അതിൻ്റെ പാർട്ട് ടൈമും കൂടെ വരുമ്പോഴാണ് അവർക്ക് വലിയൊരു എന്താ പറയുക, അണ്ടർ പ്രഷറിൽ അവർ വരുന്നത്. ഇച്ചിരി ഹെക്റ്റിക്കായിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നു. അപ്പോൾ കോഴ്സ് മാത്രം ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷേങ്കിൽ ഈ 4 പേപ്പറും കൂടി എഴുതിയെടുക്കാനായിട്ട് പറ്റുമോ അവർക്ക്. കോഴ്സും പാർട്ട് ടൈം ജോബും ചെയ്യുന്ന കുട്ടികളായതുകൊണ്ട് അവർ മാസ്റ്റേഴ്സ് അറ്റേ സ്ട്രെച്ചിൽ ആ മാസ്റ്റേഴ്സ് ചെയ്തെടുക്കും. അതിനുശേഷം ഡിസർട്ടേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അവർ ആ 4 പേപ്പറിലേക്ക് പോകും. അങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. സാറേ പിന്നെ 4 പേപ്പർ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ 1 വർഷമല്ലോ എടുക്കത്തില്ലേ? നമുക്ക് എത്ര സമയം വേണ്ട എടുക്കാമല്ലോ. നമ്മൾ ഇപ്പം നമ്മൾ ഒരു ജോബിന് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഫുള്ളി ക്വാളിഫൈഡ് ആയിട്ടുള്ള അക്കൗണ്ടിനാണെങ്കിൽ ഇച്ചിരി നല്ലത്. ഇനി ക്വാളിഫൈഡ് ആയിട്ടുള്ള അക്കൗണ്ട് അല്ല നമ്മൾ ആ പേപ്പർ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് കിട്ടും. എത്ര പേപ്പറാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് അത്രയും ബെനിഫിറ്റ് നമുക്ക് കിട്ടും. ഓക്കെ സാറേ. ഹലോ സാർ. ചോദിച്ചോളൂ. സാർ, ഈ നമ്മൾ 4 പേപ്പർ SCCന്റെ പേപ്പർ നമുക്ക് എന്തെങ്കിലും കോച്ചിങ് ഉണ്ടാവും, അല്ല നമ്മൾ സെൽഫ് സ്റ്റഡി ആണ് ചെയ്യേണ്ടത്? അപ്പം നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പല ഓപ്ഷൻസ് ഉണ്ട്. അതിൽ നമുക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാം. നമുക്ക് അതിനായിട്ട് നമുക്ക് പേയ്മെൻറ്റ് അടച്ച് നമുക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് വേണം നമുക്ക് എക്സാം എഴുതാം. ഇനി അതല്ല എങ്കിൽ നമ്മൾ രജിസ്ട്രേഷൻ എക്സാമിന് ഉള്ള ഫീ അടച്ച് ചെയ്യുന്നതിന് അവർ നമുക്ക് കോഴ്സ് മെറ്റീരിയൽ എല്ലാം നമുക്ക് അയച്ചു തരും. നമ്മൾ ഫീ അടച്ച് ചെയ്യുന്നതിന് നമുക്ക് രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ACC രജിസ്റ്റർ ചെയ്തിട്ട് നമ്മൾ മെമ്പർ ആവുമല്ലോ. അപ്പോൾ നമ്മൾ എക്സാമിനേഷൻ രജിസ്റ്റർ ചെയ്യുമ്പോൾ നമുക്ക് ആ മെറ്റീരിയൽ അയച്ചു തരും. നമുക്ക് വേണമെങ്കിൽ തന്നെ പഠിക്കാം. ഇനി അതല്ല എങ്കിൽ നമുക്ക് എവിടെയെങ്കിലും പോയി അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ പേയ്മെൻറ്റ് അടച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് അറ്റൻഡ് ചെയ്യുകയും ചെയ്യാം. പിന്നെ സാർ, ഞാൻ ഇപ്പോൾ CMA USA കഴിഞ്ഞ ഒരാളാണ്. എക്സാം വെയിറ്റിംഗ് ആണ്, റിസൾട്ട് വെയിറ്റിംഗ് ആണ്. അപ്പോൾ എനിക്കില്ലേ, ഇപ്പോൾ മാസ്റ്റേഴ്സ് കഴിഞ്ഞിട്ട് ഡയറക്റ്റ് എൻ്റെ ACC എടുക്കാതെ തന്നെ എൻ്റെ ഡയറക്റ്റ് എൻ്റെ പ്രൊഫഷണൽ ബേസ്ഡ് ആയിട്ട് എനിക്ക് ജോബിന് അപ്ലൈ ചെയ്തൂടെ? തീർച്ചയായിട്ടും പറ്റും. ഇപ്പം ACC വേണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഇപ്പോൾ ഒരു അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്യാനായിട്ട് ACC വേണമെന്ന് ഒരു നിർബന്ധവും ഒരിടത്തും പറയുന്നില്ല. ഫുള്ളി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു അക്കൗണ്ടൻറ്റ് എന്ന് പറയാനായിട്ട് നമ്മൾ ഒരു ടൈറ്റിലിനാണ് നമ്മൾ ACC എന്ന് പറയുന്നത്. ഇപ്പം BCom കഴിഞ്ഞിട്ട് അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്യുന്നവരില്ലേ നാട്ടിൽ? ഇല്ലേ? ആ BCom കഴിഞ്ഞിട്ട് ഒരു അക്കൗണ്ടിങ് എക്സ്പീരിയൻസ് 3-4 വർഷത്തെ എക്സ്പീരിയൻസിന് ശേഷം ഇവിടെ വരുന്നവർ ഏതെങ്കിലും രീതിയിൽ ഒന്നെങ്കിൽ ഇവിടെ ഉള്ള ഒരാളെ കല്യാണം കഴിച്ച് ഇവിടെ വരുന്നവർ സ്പൗസ് വിസയിൽ വരികയെന്ന് പറയും. സ്പൗസ് വിസയിൽ വരുന്നവർ അവർക്ക് ഞാൻ പറഞ്ഞില്ല ഒരു റിക്വയർമെൻറ്റും ഇല്ല. ഇപ്പം ക്രിട്ടിക്കൽ സ്കില്ല് വിസയിലുള്ള ഒരാളെ മാരേജ് ചെയ്തു സ്പൗസ് ആയിട്ട് ഇവിടെ വന്ന ഒരാൾക്ക് ഇംഗ്ലീഷ് എക്സാമിൻ്റെ യാതൊരു റിക്വയർമെൻറ്റ് ഇല്ല. ആ ആൾ ഇവിടെ വന്ന് കഴിയുമ്പോൾ ആൾക്ക് 3-4 വർഷത്തെ അക്കൗണ്ടിങ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഈ പറയുന്ന ക്വാളിഫിക്കേഷൻ ഒന്നും യാതൊരു വിലയില്ല. നമ്മൾ എങ്ങനെ ഇൻ്റർവ്യൂവിന് പെർഫോം ചെയ്യുന്നതനുസരിച്ചിരിക്കും. ആ BCom കഴിഞ്ഞിട്ട് 4 വർഷത്തെ അക്കൗണ്ടിങ് എക്സ്പീരിയൻസ് ഇവിടെ വന്ന ഒരാൾ ഒരു ജോബിന് അപ്ലൈ ചെയ്തു, ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്തു, ഇൻ്റർവ്യൂ പ്രോപ്പറായിട്ട് ചെയ്തു, ജോലി കിട്ടാം. അക്കൗണ്ടൻ്റായിട്ട് ജോലി കിട്ടാം. കിട്ടുകയൊന്നുമില്ല. പറയുന്നത് നമ്മൾ ഈ പറയുന്ന മാസ്റ്റേഴ്സും ഇതെല്ലാം പറയുന്നത് നമ്മൾ ഈ അയർലൻഡിലേക്ക് വന്ന് ഈ മാർക്കറ്റിലേക്ക് വരാനുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. പിന്നെ നമ്മൾ നമ്മുടെ സ്കില്ല് വർദ്ധിപ്പിക്കാനുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഈ സ്കില്ല് വർദ്ധിപ്പിക്കാതെ തന്നെ നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടും. പക്ഷേങ്കിൽ ഞാൻ ഈ പ്രീവിയസ്ലി പറഞ്ഞ കേസ് എന്ന് പറയുന്നത് സ്പൗസ് വിസയിൽ വരുന്ന കേസസ് ആണ്.
ഇപ്പോൾ സായന്തൻ്റെ കേസ് പറയുമ്പോൾ അതിന് നാട്ടിലാണ് നിൽക്കുന്നത്. സായന്തനെ എങ്ങനെ ഇൻ പേഴ്സൺ ഇവിടെ അയർലൻഡിൽ കൊണ്ടുവരാം എന്നുള്ളതിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇവിടെ വന്നതിന് ശേഷം ഇവിടുത്തെ ജോബിന് അപ്ലൈ ചെയ്യാമെന്നതിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത് കേട്ടോ. ഓക്കെ സർ. അതേസമയം സായന്തനം ഏതെങ്കിലും രീതിയിൽ ഇവിടെ അയർലൻഡ് വരാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ ഈ കോഴ്സ് പഠിക്കുന്നത് യാതൊരു നിർബന്ധമില്ല. വേറെ ഏതെങ്കിലും രീതിയിൽ അയർലൻഡിൽ എത്തിപ്പെടാനായിട്ട് ഓപ്ഷൻ ഉണ്ട് എങ്കിൽ, അക്കൗണ്ടിങ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ, ഈ പറയുന്ന CMAയും വേണ്ട ACCAയും വേണ്ട, ഒന്നും വേണ്ട, എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ജോബിന് അപ്ലൈ ചെയ്യാം, ജോബ് കിട്ടുകയും ചെയ്യും. അപ്പോൾ എക്സ്പീരിയൻസ് ഇല്ല, ഞാൻ ഇപ്പോൾ പഠിച്ചിറങ്ങിയിട്ടുള്ള ഫ്രഷറാണ്. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, പഠിച്ചിറങ്ങിയിട്ടുള്ളതെങ്കിൽ നമ്മൾ ഇപ്പോൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ജോബിനെ പറ്റി ആലോചിക്കണം. ഒരു മിനിമം ഒരു 6 months എങ്കിലും നമ്മൾ വർക്ക് ചെയ്തതിന് ശേഷം വേണം. അപ്പോൾ അത് ഇപ്പോൾ തുടങ്ങിയാൽ പോലും, ഇപ്പോൾ എക്സ്പീരിയൻസ് തുടങ്ങിയാൽ പോലും നമ്മൾ കയറി വരുന്നതിന് മുമ്പായിട്ട് നമുക്ക് 6 മാസം എക്സ്പീരിയൻസ് ആവും. ഓക്കെ, താങ്ക് യു സർ. ഓക്കെ, ചോദിച്ചോളൂ. സാർ, ഫണ്ടിങ്ങിനെ പറ്റി ചോദിച്ചപ്പോഴത്തേക്ക് ഒരാൾ ചോദിച്ചാണ്, ആള് വേറെ ഏജൻസി വഴിയൊക്കെ അന്വേഷിച്ചപ്പോഴത്തേക്കും അറിഞ്ഞത് നാട്ടിലാണെങ്കിൽ മിനിമം 1 year അല്ലെങ്കിൽ 6 months ഫണ്ട് മെയിൻറ്റെയിൻ ചെയ്യണം. ITR ഫയൽ ചെയ്തിട്ടില്ലാത്തതാണെങ്കിൽ കൂടി തന്നെ ITR മാൻഡേറ്ററി ആക്കണം. അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ആള് കേട്ടിരുന്നു. ആക്ച്വലി ഇത് വേണോ, ഫുൾ ഫണ്ട് മെച്യൂരിറ്റി കാണിക്കണോ എന്നുള്ളതൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ഫണ്ടിങ്ങിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ കോഴ്സിൻ്റെ ഫീ, കോസ്റ്റ് ഓഫ് ലിവിങ്, ഈ രണ്ട് ഫണ്ടാണ് നമുക്ക് വേണ്ടത്. മെയിനായിട്ട് നമ്മൾ അതിൻ്റെ സോഴ്സാണ് കാണിക്കേണ്ടത്. നമ്മൾ ഫണ്ടിൻ്റെ സോഴ്സാണ് മെയിനായിട്ട് കാണിക്കേണ്ടത്. സോഴ്സ് കാണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ നമുക്ക് എഡ്യൂക്കേഷൻ ലോൺ ഉണ്ടെങ്കിൽ അതിൻ്റെ സോഴ്സിൻ്റെ ആവശ്യമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫണ്ട് വന്നിരിക്കുന്നത് ലോണായിട്ടാണ്. ലോൺ സാങ്ഷൻ ലെറ്റർ, ഡിസ്ബേഴ്സ്മെൻറ്റ് ലെറ്റർ, പിന്നെ ലോൺ സ്റ്റേറ്റ്മെൻറ്റ്, ഈ കാര്യങ്ങളെല്ലാം നമുക്കുണ്ടെങ്കിൽ അതാണ് സോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഉള്ളതെന്ന് പറയുന്നത് എംപ്ലോയ്മെൻറ്റ് ഇൻകം ആണ്. നമ്മുടെ പേരൻസ് അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ഫാമിലി മെമ്പർ നമ്മൾ സ്പോൺസറായിട്ട് വരുന്ന ആൾക്ക് എംപ്ലോയ്മെൻറ്റ് ഇൻകം ആണെങ്കിൽ ആ ആൾക്ക് ഒരു 50,000 മേഖല സാലറി ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവർ ടാക്സ് അടയ്ക്കണം. എല്ലാ വർഷവും അവർ ITR റിട്ടേൺ ചെയ്യുകയും ചെയ്യണം, ITR ഫയൽ ചെയ്യുകയും ചെയ്യണം. ആ ഒരു കേസിൽ അവർക്ക് ITR ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി 50,000 താഴെയാണ് സാലറി എങ്കിൽ, ഒരു 2.5 lakhs വരെയുള്ളതാണെങ്കിൽ ITR അവർ ഫയൽ ചെയ്യണം, റിട്ടേൺ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി 2 ലക്ഷത്തിലും താഴെയാണ് അവരുടെ സാലറി എങ്കിൽ അവർ ITR ഫയൽ ചെയ്യുകയും വേണ്ട, റിട്ടേൺ ചെയ്യുകയും വേണ്ട. അപ്പോൾ നമുക്കൊരിക്കലും പറയാൻ പറ്റത്തില്ല ITR മാൻഡേറ്ററി ആണ്. ഇപ്പോൾ ഒരു വർഷം 2 ലക്ഷം രൂപ സാലറി കിട്ടുന്ന ഒരാൾക്ക് ITR ഉണ്ടായിരിക്കണം എന്ന് ഒരിക്കലും നമുക്ക് മാൻഡേറ്ററി ആയിട്ട് പറയാനായിട്ട് പറ്റത്തില്ല. ITR ഫയൽ ചെയ്യുന്ന കാറ്റഗറിയിൽ പെടുന്ന ആളാണ് എങ്കിൽ, നമ്മുടെ സ്പോൺസർ ഒരു 50,000 മേഖല സാലറി ഉള്ള ആളാണ്, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ബിസിനസ് റൺ ചെയ്യുന്ന ആളാണ് എങ്കിൽ, അതൊരു ചെറിയ ഷോപ്പാണെങ്കിൽ കൂടി നമ്മൾ ITR ഫയൽ ചെയ്തിരിക്കണം. അപ്പോൾ നമ്മൾ ITR ഫയൽ ചെയ്യുന്ന കാറ്റഗറിയിൽ സ്വന്തമായിട്ട് ജോബ് ഉള്ളവർ അല്ലെങ്കിൽ 50,000 മേഖല സാലറി ഉള്ളവരാണ് എങ്കിൽ നമ്മൾ ITR ഫയൽ ചെയ്യുകയും റിട്ടേൺ ചെയ്യുകയും ചെയ്യണം. ആൾ മാൻഡേറ്ററി ആയിട്ട് അതിൻ്റെ അക്നോളജ്മെൻറ്റ് ലെറ്റർ നമ്പർ നമ്മൾ ആ ITR റിട്ടേൺ ചെയ്തതിൻ്റെ ഫയലും അതിൻ്റെ അക്നോളജ്മെൻറ്റ് നമ്പറും എല്ലാം നമ്മൾ സബ്മിറ്റ് ചെയ്യുകയും ചെയ്യണം. ഇനി ആ കാറ്റഗറിയിൽ വരുന്ന ആളല്ല എങ്കിൽ നമുക്ക് അതിനായിട്ട് കൊണ്ടേ ITR ഫയൽ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരിക്കലും നമ്മൾ അതൊരു മാൻഡേറ്ററി കാര്യമായിട്ട് ഒരിടത്തും പറയുന്നില്ല. ആ കാറ്റഗറിയിൽ വരുന്ന ആളാണെങ്കിൽ നമ്മളത് വെച്ചിരിക്കണം. ആ കാറ്റഗറി വരുന്ന ആളല്ല എങ്കിൽ നമ്മൾ ആ കാറ്റഗറിയിൽ വരുന്ന ആളല്ല എന്ന് കൃത്യമായിട്ട് നമ്മൾ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിരിക്കണം. അത്രേ ഉള്ളൂ അതിനെപ്പറ്റി പറയാനായിട്ട്. പിന്നെ പറയുന്നത് ഫണ്ട് 1 വർഷം കിടക്കണോ, 2 വർഷം കിടക്കണോ, 3 വർഷം കിടക്കണോ, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഫണ്ടിന് സോഴ്സ് ഉള്ളതായിരിക്കണം, അത്രേ ഉള്ളൂ. ഫോർ എക്സാമ്പിൾ, നമ്മൾ നാട്ടിൽ നിന്ന് കയറി പോരാനായിട്ട് നമ്മുടെ കാശില്ല. നമ്മളൊരു പ്രോപ്പർട്ടിയുടെ ഒരു പോർഷൻ നമ്മൾ വിറ്റതിന് ശേഷം നമ്മുടെ അക്കൗണ്ടിലേക്ക് ഒരു 10 ലക്ഷം രൂപ വന്നു, അല്ലെങ്കിൽ 20 ലക്ഷം രൂപ വന്നു. ഓക്കെ, അതിൻ്റെ സോഴ്സ് എന്താണ്? പ്രോപ്പർട്ടി വിറ്റതിൻ്റെ ഡോക്യുമെൻറ്റ്സ് ആണ് അതിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ ആ സോഴ്സ് കാണിച്ചു. 20 ലക്ഷം രൂപ നമ്മുടെ അക്കൗണ്ടിലേക്ക് വന്നതിൻ്റെ സോഴ്സ് കാണിച്ചു. ആ 20 ലക്ഷം രൂപ നമ്മൾ ഫീ അടയ്ക്കാനും അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ലിവിങ്ങിനായിട്ട് നമ്മൾ കാണിച്ചു. അത് ആ ഒരു ഫണ്ട് വന്നതേ ഉള്ളൂ നമ്മുടെ അക്കൗണ്ടിലേക്ക്. അപ്പോൾ 6 മാസം നമ്മുടെ അക്കൗണ്ടിൽ കിടക്കണോ ഫണ്ട്? നമുക്കത് കാണിക്കണമെങ്കിൽ കാണിക്കേണ്ട ആവശ്യമില്ല. പിന്നെ നാട്ടിലുള്ള പല ഏജൻസികളും പറയുന്ന കാര്യമുണ്ട്, 6 മാസമായിട്ട് നമ്മുടെ അക്കൗണ്ടിൽ കിടന്നു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ സോഴ്സ് ഒന്നും കാണിക്കേണ്ട എന്ന്. പല കുട്ടികളെയും അങ്ങനെ അവർ കോൾ ബാക്ക് ചെയ്യാറുണ്ട്. ഇങ്ങനെ നിങ്ങൾ ഇപ്പം സെപ്റ്റംബറിലേക്ക് അപ്ലൈ ചെയ്യേണ്ട, നിങ്ങളുടെ ഒരു ഫണ്ട് ഒരു 6 മാസം ആകും, അപ്പോൾ ജാനുവരി ആകുമ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്താൽ മതി എന്ന് പറഞ്ഞ് അവരെ ഹോൾഡ് ചെയ്യുന്ന കുട്ടികൾ ഹോൾഡ് ചെയ്യുന്ന കേസസും ഞാൻ കേട്ടിട്ടുണ്ട്. അതിൻ്റെ ആവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ നമ്മുടെ ഫണ്ട് 6 മാസം അല്ലെങ്കിൽ 10 മാസം കിടന്നാലും ഒരു 10 വർഷമായിട്ട് കിടക്കുന്നതാണ് ശരി, നമ്മൾ സോഴ്സ് കൃത്യമായിട്ട് കാണിച്ചിരിക്കണം. അതിന് വിസ റിജക്ഷൻ കിട്ടിയ കേസസും ഉണ്ട്. ഇപ്പോൾ ഒരു കുട്ടി ഒരു അക്കൗണ്ടിങ് കോഴ്സിന് തന്നെ അപ്ലൈ ചെയ്തൊരു കുട്ടിയാണ്.
ആ കുട്ടിക്ക് ഒരു 10 ലക്ഷം രൂപ അക്കൗണ്ടിൽ കിടപ്പുണ്ടായിരുന്നു. ആ അക്കൗണ്ടിൽ കിടക്കുന്ന ഫണ്ട് അതൊരു 3-4 വർഷമായിട്ട് ആ കുട്ടിയുടെ അക്കൗണ്ടിൽ കിടക്കുന്ന ഒരു ഫണ്ടായിരുന്നു. അതിൻ്റെ പേരൻസ് ആരാണ്ട് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്താണ്. ആ ഫണ്ട് വെച്ച് കോസ്റ്റ് ഓഫ് ലിവിങ് ആയിട്ട് വെച്ചിട്ട് വിസയ്ക്ക് അപ്ലൈ ചെയ്തു. ആ 3-4 വർഷമായിട്ട് അക്കൗണ്ടിൽ കിടക്കുന്ന ഫണ്ടാണ് എന്ന് ഉള്ള ഡോക്യുമെൻറ്റ്സും എല്ലാം വെച്ചിട്ടാണ് വിസയ്ക്ക് അപ്ലൈ ചെയ്തത്. പക്ഷേ അതിൻ്റെ സോഴ്സ് കാണിച്ചില്ല എന്ന് പറഞ്ഞാൽ ഒറ്റ ഒരു റീസൺ ആ വിസ റിജക്ഷൻ വന്നു. 4 വർഷമായിട്ട് കിടക്കുന്ന ഒരു ഫണ്ടാണെങ്കിലും ഇപ്പം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളൊരു 18 വയസ്സുള്ള ഒരാളാണ്, 19 വയസ്സുള്ള ഒരാളാണ്, നിങ്ങൾ ഫുൾ ടൈം ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളല്ല. അപ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിൽ ഒരു 10 ലക്ഷം രൂപ വരാനുള്ള സാധ്യത വളരെ കുറവാണ്, അല്ലേ? അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ആ 10 ലക്ഷം രൂപ വന്നതെന്ന് കൃത്യമായിട്ട് നിങ്ങൾ അതിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുത്തിരിക്കണം. അത് ഗിഫ്റ്റാണോ, പേരൻസ് തന്നിരിക്കുന്നതാണ്, പേരൻസ് ഗിഫ്റ്റായിട്ട് വന്നിരിക്കുന്നതാണോ, അല്ലെ ഏത് രീതിയിലാണ് ആ ഫണ്ട് വന്നിരിക്കുന്നത്, എക്സ്പ്ലനേഷൻ കൊടുക്കണം. ആ എക്സ്പ്ലനേഷൻ കൊടുത്തു കഴിഞ്ഞാൽ 1 മാസമായിട്ട് കിടക്കുന്ന ഫണ്ടാണെങ്കിൽ നമുക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. 2 മാസമായിട്ട് കിടക്കുന്നതായിട്ട് വരും, 6 മാസം. ഇതിൻ്റെ ഒരു ടൈം പീരീഡേ ഇല്ല. പ്രൂഫ് സോഴ്സ് കൃത്യമായിട്ട് നമ്മൾ കാണിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അതാണ് കറക്റ്റായിട്ടുള്ള അതിൻ്റെ ആൻസർ. ബാക്കി കാര്യങ്ങളെല്ലാം നാട്ടിൽ പറയുന്നത് തെറ്റാണ്. ഐ തിങ്ക് അതും ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും ഫെർദർ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ ചാറ്റ് ഓപ്ഷൻ യൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ എല്ലാവരുടെയും ഡൗട്ട്സ് ക്ലിയർ ചെയ്തിട്ടേ നമ്മളാണെങ്കിൽ വെബിനാർ സെഷൻ വൈൻഡ് ചെയ്യുള്ളൂ. ഹായ് സർ. പിന്നെ ഈ ചോദിച്ചോളൂ. ഓക്കെ, ഞാനും ഈ അക്കൗണ്ടിങ് ആൻഡ് ഫൈനാൻസ് കോഴ്സ് എടുക്കാനാണ് പ്ലാൻ. ഇപ്പോൾ ഈ കോഴ്സ് പെർസ്യൂ ചെയ്യുന്ന ഒരാളായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു, ഒരു സ്റ്റുഡൻ്റ് ആയിട്ട്. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞത് നമുക്ക് ഗ്രാജുവേറ്റ് ആയി കഴിഞ്ഞാൽ ഗ്രാജുവേറ്റ് റോൾസ് അങ്ങനത്തെ പൊസിഷന് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള കമ്പനീസൊക്കെ നമ്മൾ സ്പോൺസർ ചെയ്യാൻ, ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ആയതുകൊണ്ട് സ്പോൺസർ ചെയ്യാൻ ഭയങ്കര മടി കാണിക്കുന്നുണ്ട്. ജോബ് മാർക്കറ്റ് കുറച്ച് ടഫാണെന്നൊക്കെയാണ് കേട്ടത്. അപ്പോൾ ലൈക്ക് നമ്മൾ വൺസ് വി ഗ്രാജുവേറ്റ് നമുക്ക് ജോബ്സ് ഒക്കെ കിട്ടാനായിട്ട് എങ്ങനെയാണ് അങ്ങനത്തെ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട്? നമുക്ക് ഗ്രാജുവേറ്റ് റോൾസ് മാത്രമാണ് അവൈലബിൾ ഉള്ളൂ അങ്ങനെ? നമ്മുടെ എക്സ്പീരിയൻസിൻ്റെ അനുസരിച്ചിരിക്കും. ഞാൻ പറയുന്നത് നമുക്ക് പ്രീവിയസ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ആ എക്സ്പീരിയൻസ് മീറ്റ് ചെയ്യുന്ന എല്ലാ റോൾസും നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഒന്നാമത്തെ കാര്യം അതാണ്. പിന്നെ മാർക്കറ്റ് ചാലഞ്ചിങ് ആണോ എന്നുള്ളത് അതെന്നും അങ്ങനെ തന്നെയാണ്. ഒരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയിൽ മാർക്കറ്റ് എപ്പോഴും ചാലഞ്ചിങ് തന്നെയാണ്. മാർക്കറ്റിംഗ് ചാലഞ്ചിങ് അല്ലാതെ വന്ന ഒരേ ഒരു സമയം എന്ന് പറയുന്നത് ആ കോവിഡിന് ശേഷം വന്നൊരു സമയമാണ്. അപ്പം എല്ലാവർക്കും തന്നെ ജോബ് കിട്ടുന്ന ഒരു സ്റ്റേജായിരുന്നു. അപ്ലൈ ചെയ്ത എല്ലാവർക്കും തന്നെ ജോബ്. അതല്ലാതെ ഒരു 25 ഇയേഴ്സ് പുറകോട്ട് പോയാൽ പോലും ഇതിൽ കൂടുതൽ ചാലഞ്ചിങ് ആയിരുന്നു ആ ഒരു സമയത്ത്. ഇപ്പോൾ ഇച്ചിരൂടെ ലിബറൽ ആയിട്ടുണ്ട് നമ്മുടെ ഇൻ്റർനാഷണൽ. നമ്മൾ ഒരു 25 ഇയേഴ്സിനൊക്കെ മുമ്പ് നമ്മളെ കണ്ടു കഴിഞ്ഞാൽ, നമ്മൾ ഇന്ത്യൻസിനെ അല്ലെങ്കിൽ പുറത്തുള്ള ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ അവർ വളരെ സർപ്രൈസ്ഡ് ആയിട്ടാണ് നമ്മളെ കാണുന്നത് പോലും. അങ്ങനെയുള്ള ആൾക്കാരെ അവർ കണ്ടിട്ടുണ്ടാകുന്നത് അറിയില്ല. UK കാര്യമല്ല പറയുന്നത്, അയർലൻഡിലെ കാര്യമാണ് പറയുന്നത്. അപ്പം ആ ഒരു ട്രെൻഡൊക്കെ മാറി ഇപ്പം നമ്മൾ സംസാരിക്കുന്ന ഒരു സമയത്ത് വന്നു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ആൾക്കാർ ഇവിടെ വന്നു. ഇഷ്ടംപോലെ ഈവൻ ഇന്ത്യൻ എന്താ പറയുക കമ്പനികൾ തന്നെ ഇവിടെ ഉണ്ട്. ഇവിടെ TCS ഉണ്ട്, ടാറ്റ കൺസൾട്ടൻസി ഒക്കെ ഇവിടെ വളരെ വൈഡായിട്ടുണ്ട്. ഇന്ത്യയിലെ IBM എല്ലാം ഇവിടെയുണ്ട്. ഇന്ത്യയിലെ IBM വർക്ക് ചെയ്യുന്ന കുട്ടികൾ ഇവിടെ വന്ന് പഠിച്ചതിന് ശേഷം ഇവിടുത്തെ IBM കയറുന്ന കുട്ടികളുണ്ട്. വൈഡായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നമ്മൾ പല കുട്ടികളും പല രീതിയിലാണ് പറയുന്നത്, അല്ലേ? ഇപ്പം നമ്മൾ എന്താ പറയുക, ഒരു എക്സാമ്പിൾ പറയുന്നില്ലേ, ഇപ്പം ആനയെ കണ്ട കാര്യം പറയുന്നില്ലേ, ഇപ്പം രാത്രി പോയാൽ അല്ലെങ്കിൽ അന്ധൻ ആനയെ കണ്ട കാര്യം പറയുന്നു. അപ്പം അത് നമ്മൾ എങ്ങനെയാണ് സ്പർശിച്ചത്? ഒരാൾ കാലയിലാണ് തൊട്ട് അപ്പോൾ ആന തൂണ് പോലെയാണ്, അപ്പോൾ ഒരാൾ വാലയിലാണ് സ്പർശിച്ച ആന ചൂല് പോലെയാണ്. അങ്ങനെ എന്ന് പറഞ്ഞ പോലെയാണ് ഇവിടെ വരുന്ന കുട്ടികളുടെ പല കാര്യങ്ങളും അവരുടെ എക്സ്പീരിയൻസിൻ്റെ പുറത്താണ് അവർ പറയുന്നത്, അല്ലേ? ഓരോ കുട്ടികളും അവരവരുടെ എക്സ്പീരിയൻസിൻ്റെ പുറത്താണ് പറയുന്നത്. പക്ഷേ എങ്കിൽ കുറേ കുട്ടികളുണ്ട്, എന്താ പറയുക, യുണീക്കായിട്ട് നിൽക്കുന്ന കുറേ കുട്ടികളുണ്ട്. അപ്പോൾ അവർ എങ്ങനെയാണ് നോക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അവർ കുട്ടികളോടല്ല സംസാരിക്കുന്നത്. അവരൊരിക്കലും കുട്ടികളോട് സംസാരിക്കില്ല. അവർ എപ്പോഴും നല്ല ട്രെൻഡ് എങ്ങനെയാണെന്ന് നോക്കും. ഇപ്പം അയർലൻഡ് ട്രെൻഡ് എങ്ങനെയാണ് പോകുന്നത് അന്ന് കൃത്യമായിട്ട് റിവ്യൂ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ലിങ്ക്ഡിനിലൊക്കെ കൃത്യമായിട്ട് ഓരോ CV അപ്ഡേറ്റ് ചെയ്ത് പോകുന്ന കുട്ടികളുണ്ട്. അതുപോലെ തന്നെ ലിങ്ക്ഡിനിൽ നല്ല നല്ല കണക്ഷൻസ് ഉണ്ടാക്കിയിട്ട് അവരോട് അഡ്വൈസ് ചോദിക്കുന്ന കുട്ടികളുണ്ട്. അതുപോലെ തന്നെ വളർന്നു വരുന്ന കമ്പനികളുടെ ഓണേഴ്സ് അല്ലെങ്കിൽ വളർന്നു വരുന്ന കമ്പനികളുടെ HR ഇമെയിൽ ചെയ്യുന്ന കുട്ടികളുണ്ട്. അവരുമായിട്ട് സംവദിക്കുകയും അല്ലെങ്കിൽ അവിടെ ഒരു ഇൻ്റർവ്യൂ വരുമ്പോൾ തന്നെ പോയി അറ്റൻഡ് ചെയ്യുകയും അല്ലെങ്കിൽ ഈവൻ നമ്മൾ ഇൻ്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യേണ്ട എങ്ങനെയാണെന്ന് ചോദിക്കുന്ന കുട്ടികളുണ്ട്. ഹൈ ലെവലായിട്ട്, എക്സ്ട്രീംലി ഹൈ ലെവലായിട്ട് പോകുന്ന കുട്ടികളുണ്ട്. ഞാൻ പോലും അതിശയിച്ച് പോയിട്ടുണ്ട് ചില കുട്ടികളുടെ പെർഫോമൻസ്. ഇവിടെ പഠിക്കാൻ വന്ന ഒരു സ്റ്റുഡൻറ്റ് ഒരു സ്കൂളിൽ
ഇവിടുത്തെ സ്കൂളിൽ പഠിപ്പിക്കാനായിട്ട്, അത് പാർട്ട് ടൈം ആയിട്ട് 1 മണിക്കൂർ, അതിൻ്റെ ഒരു 3-4 മണിക്കൂർ ഒരാഴ്ച പഠിപ്പിക്കുള്ളൂ. പഠിപ്പിക്കാനായിട്ട് കയറി 50 യൂറോ പെർ അവർ വെച്ച് ആ ഒരു സ്റ്റുഡൻറ്റ് നാട്ടിൽ വന്നിട്ട് ചെയ്ത കാര്യമാണ്. ചില കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഞാൻ തന്നെ സർപ്രൈസ്ഡ് ആയിട്ട് പോകും. ചില കുട്ടികൾ ട്രാവൽ ചെയ്യുന്ന റൂട്ട്സ്, അല്ലെങ്കിൽ അവർ സംസാരിക്കുന്ന രീതികൾ, അല്ലെങ്കിൽ സംസാരിക്കുന്ന. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത്, ഞാൻ എപ്പോഴും ആ ഒരു ഫ്രണ്ടിനെ ഞാൻ മോശമായിട്ട് പറയുന്നില്ല. നമ്മൾ ആരോടാണ് സംസാരിക്കുന്നത്, നമ്മൾ എവിടെ നിന്നാണ് നമുക്ക് ഇൻഫർമേഷൻ കിട്ടുന്നത്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം ഏതൊരു കൺട്രി എടുത്തു നോക്കിയാലും അതിൻ്റെ പോസിറ്റീവ് സൈഡ്സും നെഗറ്റീവ് ഷെയ്ഡ്സും എല്ലാം ഉണ്ട്, അല്ലേ? ഇപ്പം ഞാൻ അയർലൻഡ് വരുന്ന സമയത്ത് ഇവിടെ എൻ്റെ കൂടെ വന്നവർ, അല്ലെങ്കിൽ ആ ഒരു സമയത്ത് വന്നവർ വളരെ കുറവാണ്. ഇപ്പോൾ അയർലൻഡ് സസ്റ്റെയിൻ ചെയ്ത് പോകുന്നവർ വളരെ കുറവാണ്. ആ സമയത്ത് തന്നെ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ അന്ന് പോലും മോണേജ് സിസ്റ്റം പോലെയാണ്. എന്ത് കാര്യത്തിനും മോൺ ചെയ്യുന്നവരില്ലേ, കരഞ്ഞുകൊണ്ടിരിക്കുന്നവരില്ലേ, ഇവിടെ അതില്ല, ഇവിടെ ഇതില്ല, ഇവിടെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുന്നവരില്ലേ. അപ്പം അങ്ങനെയുള്ള ഒരാളോട് പോയി നമ്മളൊരു അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു അഭിപ്രായമേ കിട്ടുള്ളൂ. വളരെ പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ട് കാണുന്ന ഒരാളോട് നമ്മളൊരു അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞാൽ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഒരാൾ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് ഒരിക്കലും ടെസ്റ്റ് ആവേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞല്ലോ, പാർട്ട് ടൈം ജോബ് തന്നെ ഇവിടെ വന്നിട്ട് ഒരാഴ്ചക്കുള്ളിൽ 3 ജോബ് കിട്ടിയവരുണ്ട്, 3 മാസമായിട്ട് ജോബ് കിട്ടാത്തവരുണ്ട്. അപ്പോൾ 3 മാസം ആയിട്ടും ജോബ് കിട്ടാത്ത ഒരാളോട് ഇവിടുത്തെ പാർട്ട് ടൈം ജോബിനെ പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ ആ ആൾ പറയാൻ പോകുന്നത് ഇവിടെ ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ലെന്നാണ്. അതേസമയം ആ 3 ജോബ് കിട്ടിയ ഒരാളോടാണ് നമ്മൾ സംസാരിക്കുന്നത്, ആ പുള്ളി പറയും ഇഷ്ടം പോലെ ജോബ് ഉണ്ട് ഇവിടെ, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജോബ് കിട്ടും, ഇന്ന ആളെ കണ്ടു ജോബ് കിട്ടും. അതാണ് അതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത്. ഓക്കെ സർ, താങ്ക് യു. അതിൽ എനിക്ക് ആഡ് ചെയ്യാനുള്ളത് ഇതാണ്. സാറ് നേരത്തെ പറഞ്ഞ പോലെയാണ് കണക്ഷൻസ് ആണ്. സോ കണക്ഷൻസ് എന്ന് പറയുന്നത് സോഴ്സ് മാത്രമാണ്. നിങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാർട്ട് ടൈം ആണെങ്കിലും, അല്ലെങ്കിൽ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം ഫുൾ ടൈം നോക്കുവാണെങ്കിലും മാക്സിമം സോഴ്സസ് എടുക്കുക. ആൻഡ് ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ആണെങ്കിൽ കൂടി തന്നെ ഒരാളിൽ നിന്ന് മാത്രം ഇൻഫർമേഷൻ കളക്ട് ചെയ്യാതെ പല ആൾക്കാരിൽ നിന്നും, പഠിച്ചിറങ്ങിയ ആൾക്കാരും പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരും ജോലി കിട്ടിയ ആൾക്കാരൊക്കെ, അങ്ങനെ പല ആൾക്കാരിൽ നിന്ന് നിങ്ങൾ അറിവുകൾ നേടുക. ആൻഡ് ഓഫ് കോഴ്സ് നമ്മൾ അതിനുവേണ്ടി നിങ്ങൾക്ക് ഗൈഡൻസ് പ്രൊവൈഡ് ചെയ്യും, സപ്പോർട്ട് ചെയ്ത് തരുന്നതായിരിക്കും. അവിടെ പഠിക്കുന്ന കുട്ടികളൊക്കെ നിങ്ങൾക്ക് കണക്ഷൻ ചെയ്ത് തരുന്നതായിരിക്കും. പല ഇൻഫർമേഷൻസ് കിട്ടിയതിന് ശേഷം മാത്രമേ ഡിസൈഡ് ചെയ്യുള്ളൂ. അത് ഏത് കൺട്രി ആണെങ്കിലും, അയർലൻഡ് എന്നല്ല, ഏത് കൺട്രി ആണെങ്കിലും. ഇതിനു മുമ്പ് എനിക്കൊന്ന് വെസ്റ്റ് മൗണ്ടിൽ ഒരു സെഷനിൽ ഇവിടെ പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റ് തന്നെ വന്നൊരു പ്രസൻറ്റേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ കറൻ്റ് പഠിക്കുന്ന ഒരു കുട്ടി വന്ന് പ്രസൻറ്റേഷൻ ചെയ്തു. ഞാൻ Q&A മാത്രമേ ചെയ്തുള്ളൂ, പ്രസൻറ്റേഷൻ ആ കുട്ടിയാണ് ചെയ്തത്. വളരെ ഡീറ്റെയിൽ ആയിട്ട് ആ കുട്ടി കാര്യങ്ങൾ പറഞ്ഞു തന്നു, നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇപ്പം ഞാൻ പറയുന്നതിനേക്കാളും ആധികാരികമായിട്ടാണ് ആ കുട്ടി പറഞ്ഞത്. കാരണം അത് കടന്നു പോകുന്ന സ്റ്റേജസിനെ പറ്റിയാണ് അത് പറഞ്ഞത്. അപ്പം എനിക്ക് തോന്നുന്നു അങ്ങനെ വന്ന് പ്രസൻറ്റേഷൻ നടത്തുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു കുട്ടികൾക്ക് ഇച്ചിരി കൂടെ കൺവിൻസിങ് ആകുമെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ പറയുന്നതിനേക്കാളും കൺവിൻസിങ് ആകും. എപ്പോഴും നമ്മളുണ്ടല്ലോ, പോസിറ്റീവായിട്ട് സംസാരിക്കുന്നവരോട് സംസാരിച്ചാൽ നമുക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു ആൻസർ കിട്ടുള്ളൂ. നെഗറ്റീവായിട്ട് സംസാരിക്കുന്നവരോട് നെഗറ്റീവായിട്ടുള്ള ആൻസർ നമുക്ക് കിട്ടുള്ളൂ. എനിക്ക് ഒരൊറ്റ കാര്യമേ പറയാനുള്ളൂ. മോർ ദാൻ 5,000 സ്റ്റുഡൻസ് എല്ലാ ഇൻടേക്കിലും എല്ലാ വർഷവും വരുന്ന ഒരു കൺട്രിയാണിത്. അപ്പം അത്രയും കുട്ടികൾ വരുന്നുണ്ട്, ഇവിടെ താമസിക്കുന്നുണ്ട്, ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, ജോബിൽ ലാൻഡ് ചെയ്യുന്നുണ്ട്, എല്ലാം ഉണ്ട്. ചില കുട്ടികൾ ഇവിടെ വന്നതിന് ശേഷം ഒരു റൂം കിട്ടുന്നില്ലെങ്കിൽ അവർ പറയും ഇവിടെ അക്കോമഡേഷനേ ഇല്ല എന്ന് പറയും, അക്കോമഡേഷൻ ഒരു പ്രശ്നമാണെന്ന് പറയും. പക്ഷെ അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. പല കുട്ടികളും എന്നെ വിളിക്കുമ്പോൾ പറയാറുണ്ട് ഇവിടെ അക്കോമഡേഷൻ്റെ ഇഷ്യൂ ഉണ്ടല്ലോ. ഒരു അക്കോമഡേഷൻ ഇഷ്യൂ ഇല്ല ഇവിടെ ഒരു പ്രശ്നമില്ല. ഇവിടെ അക്കോമഡേഷൻ്റെ എത്ര റൂം വേണമെന്ന് ഈസി ആയിട്ട് അറേഞ്ച് ചെയ്യാവുന്നുള്ളൂ. എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് പാർട്ട് ടൈമിൻ്റെ കേസിലാണെങ്കിലും നമ്മൾ ഇനിഷ്യേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ പാർട്ട് ടൈമിലേക്ക് എത്താനായിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ല. തീർച്ചയായിട്ടും ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നമ്മൾ ഇറങ്ങി നടക്കണം. നമുക്ക് ആരും ഇങ്ങോട്ട് കൊണ്ടു തരത്തില്ല. ഒരു വെസ്റ്റേൺ കൺട്രീസിൻ്റെ നമ്മുടെ നാടിൻ്റെ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു റെക്കമെൻഡേഷൻ അല്ലെങ്കിൽ നമുക്കൊരു ജോബ് കൊണ്ടു തരിക ഇങ്ങനെ പരിപാടിയില്ല. നമ്മൾ ഇറങ്ങി നടക്കണം, നമ്മൾ പോയി നോക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ ഡോർ തുറക്കുള്ളൂ, നമുക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടുള്ളൂ. സാറ് പറഞ്ഞിട്ടുള്ള സ്റ്റുഡൻറ്റുമായിട്ടുള്ള വെബിനാർ നമ്മുടെ യൂട്യൂബ് ചാനലിലുണ്ട്, നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്യാവുന്നതാണ്. ആൻഡ് വരും ദിവസങ്ങളിലും നമ്മൾ, അല്ലെങ്കിൽ വീക്സ് മന്ത്സിലും നമ്മൾ ഇതുപോലെ പല വെബിനാർസ് കണ്ടക്ട് ചെയ്യും. നമ്മൾ മാക്സിമം സ്റ്റുഡൻസിനെയും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടായിരിക്കും ചെയ്യിക്കാൻ നോക്കുക. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ്, ക്വയറീസ് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. സാറ് പിന്നെ ഈ കോഴ്സ് പഠിച്ച് കഴിഞ്ഞ് എൻട്രി ലെവൽ നമ്മൾ ജോബ് കയറുമ്പം ഈ ക്രിട്ടിക്കൽ വിസയിലൊക്കെയുള്ള സാലറി ക്രൈറ്റീരിയ ഒക്കെ മീറ്റ് ചെയ്യുമോ ഈ ജോബ്സ് ഒക്കെ? നമുക്ക് 2 കാറ്റഗറിയിലാണ് ഞാൻ പറഞ്ഞില്ല. നമുക്ക് ജനറൽ കാറ്റഗറിയും ക്രിട്ടിക്കൽ സ്കിൽ കാറ്റഗറിയിലാണ് വരുന്നത്. നമുക്ക് ക്രിട്ടിക്കൽ സ്കില്ലിൻ്റെ ആ ഒരു ലെവലിലേക്ക് നമുക്ക് എത്താൻ പറ്റുന്നില്ല എങ്കിൽ നമ്മുടെ ജനറൽ കാറ്റഗറിയിലായിരിക്കും ഉണ്ടാവുക.
നമ്മളിൽ ഏതെങ്കിലും ഒന്നിൽ പെടും. ഒന്നുകിൽ ജനറൽ പെടും, അല്ലെങ്കിൽ ക്രിട്ടിക്കൽ പെടും. ജനറൽ ആണെങ്കിൽ നമുക്ക് 5 വർഷം കഴിഞ്ഞിട്ടല്ലേ PR അങ്ങനെ കിട്ടത്തുള്ളു, PR അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളു. ക്രിട്ടിക്കൽ സ്കില്ലിലേക്ക് മാറാനായിട്ട് പറ്റത്തുള്ളൂ. പക്ഷേങ്കിൽ നമുക്ക് ജനറൽ നിന്ന് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ജനറലിൽ നിൽക്കാൻ പറ്റും. ഒന്ന്. രണ്ട്, നമുക്ക് 1 വർഷം ജനറൽ കിട്ടിയതിന് ശേഷം 1 വർഷം കഴിഞ്ഞിട്ട് നമുക്ക് ഫാമിലി ഉണ്ടെങ്കിൽ ഫാമിലിയെ കൊണ്ടുവരാനായിട്ട് പറ്റും. അതുപോലെ ഫാമിലി മെമ്പറിന് നമുക്ക് വർക്ക് ചെയ്യാനായിട്ടുള്ള ബെനിഫിറ്റ്സ് എല്ലാം. അത് നമ്മൾ എപ്പോഴും ഉണ്ടല്ലോ, നമ്മൾ ജനറൽ കാറ്റഗറിയെ ഒരു മോശം എന്ന് നമ്മൾ ഒരിക്കലും പറയില്ല. ഒരു വർഷം മുമ്പ് വരെ ജനറൽ കാറ്റഗറിക്ക് സ്പൗസിനെ കൊണ്ടുവരാനേ പറ്റത്തില്ലായിരുന്നു. ഇപ്പോൾ ആ നിയമം മാറി. നിയമം പെട്ടെന്ന് മാറും. അതുകൊണ്ട് നമ്മളെപ്പോഴും നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ജനറൽ കാറ്റഗറിയിലെങ്കിലും നമുക്ക് ലാൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതും വലിയൊരു കാര്യം തന്നെയാണ്. ക്രിട്ടിക്കൽ സ്കില്ലിൽ ലാൻഡ് ചെയ്യാൻ പറ്റുന്നില്ല, ജനറൽ കാറ്റഗറിയിൽ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിലും വെരി ഇമ്പോർട്ടൻ്റ് ആണത്. അതിലേക്ക് ലാൻഡ് ചെയ്യുക, അതിനുശേഷം സസ്റ്റെയിൻ ചെയ്ത് പോവുക. നിയമങ്ങൾ പെട്ടെന്ന് മാറും. ഇപ്പോൾ 5 വർഷം എന്നുള്ളത് ചിലപ്പോൾ അത് 4 വർഷമാകും, 3 വർഷമാകും, പെട്ടെന്ന് മാറും. അപ്പോൾ ഇപ്പോൾ 5 വർഷമാകുന്നേ ഉള്ളൂ, അത് മാറാം. പക്ഷേങ്കിൽ ജനറൽ കാറ്റഗറി ലാൻഡ് ചെയ്യുന്നതും വലിയൊരു അച്ചീവ്മെൻ്റ് തന്നെയാണ്. നമുക്ക് ക്രിട്ടിക്കൽ സ്കില്ലിൽ തന്നെ ലാൻഡ് ചെയ്യുന്ന നല്ല അച്ചീവ്മെൻ്റ് എന്ന് പറയുന്നത് ഇതും ഒരു അച്ചീവ്മെൻ്റ് തന്നെയാണ്. ഓക്കെ സാർ. സർ, ഐ ഗസ് എല്ലാവരുടെയും ഡൗട്ട്സ് ക്വയറീസ് ഒക്കെ ക്ലിയർ ആയെന്ന് തോന്നുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും ഫർദർ ചോദിക്കാനുണ്ടായിരുന്നോ? ഇല്ല. എനിവേസ്, താങ്ക് യു സോ മച്ച് സർ. സാറിന്റെ വാല്യുബിൾ ടൈം നമുക്ക് വേണ്ടി സ്പെയർ ചെയ്തതിൽ. എനിക്ക് എല്ലാവർക്കും ആർക്കും സംശയം ചോദിക്കാനായിട്ട് ആർക്കെങ്കിലും മടിയായിരുന്നു അല്ലെങ്കിൽ ഷൈ ആയിരുന്നു ചോദിക്കാനായിട്ടുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഓഫീസിൽ കോൺടാക്ട് ചെയ്യുക. മൺഡേ മോർണിംഗിൽ തന്നെ കോൺടാക്ട് ചെയ്യുക. ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും ഓഫീസിൽ നിന്ന്. അതുപോലെ ത്രൂ ഔട്ട് നിങ്ങളുടെ പ്രോസസ്സിൽ സ്റ്റാർട്ടിങ് തൊട്ട് നിങ്ങളിവിടെ ലാൻഡ് ചെയ്യുന്നിടം വരെ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കും സ്റ്റാഫ് മെമ്പേഴ്സ്. ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. അപ്പോൾ നിങ്ങൾ സംശയങ്ങൾ ചോദിക്കുക. മറ്റ് പല ഏജൻസികളും പറയുന്നത് അത് തന്നെയാണ് റിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് ഒരിക്കലും വിചാരിക്കരുത്. എനിക്കൊരു സെക്കൻഡ് ഒപ്പീനിയന് പോവുക എല്ലാ കാര്യങ്ങളും. ഇതിനു മുമ്പും ഇങ്ങനെ പല കേസസും വന്നിട്ടുണ്ട്. ഇങ്ങനെ ATV ഇപ്പോൾ പഠിക്കുന്ന പല കുട്ടികളും ഇങ്ങനെ മേജറായിട്ടുള്ള നാട്ടിലെ ഏജൻസികൾ, ഞാൻ പേര് പറയുന്നില്ല, പോയിട്ട് ഇതുപോലെ തന്നെ 6 മാസത്തെ റിക്വയർമെൻറ്റ് ഫണ്ടിങ്, 6 മാസത്തെ അതിൻ്റെ വാലിഡിറ്റി ഉണ്ടായിരിക്കണം എന്നുള്ള പല ഇഷ്യൂസ് വന്നിട്ട് അവർ ഓൾട്ടുഗദർ ആ പ്രോസസ്സ് തന്നെ ഡ്രോപ്പ് ചെയ്തതിന് ശേഷം ഞാൻ പ്രോസസ്സ് ചെയ്തിട്ട് കുട്ടികളോട് വന്ന് ഇവിടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ പല കാര്യങ്ങളും നമ്മൾ സ്റ്റക്ക് ആകുമ്പോൾ ദാറ്റ്സ് നോട്ട് ദി എൻഡ് ഓഫ് ദ വേൾഡ്, അല്ലേ? അപ്പം പല കാര്യങ്ങളും പല ഏജൻസികളും പറയുമ്പോൾ നമ്മൾ സ്റ്റക്ക് ആകുന്നുണ്ട് എങ്കിൽ അതിന് വേറെ മറ്റ് പല മാർഗ്ഗങ്ങളും ഉണ്ട്. അതിന് നമുക്ക് സോർട്ട് ഔട്ട് ചെയ്തെടുക്കാൻ പല മാർഗ്ഗങ്ങളുണ്ട്. ഒന്നുകിൽ ഫണ്ടിങ്ങിൻ്റെ ഇഷ്യൂ ആകാം. പല ഇഷ്യൂസ് വരുമ്പോൾ നിങ്ങൾ ഒരിക്കലും വിചാരിക്കില്ല തീർന്നു, എനിക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റുന്നില്ല, ഞാൻ സ്റ്റോപ്പ് ചെയ്യുകയാണ് എന്ന് ഒരിക്കലും പറയരുത്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു സ്റ്റേജിൽ നിൽക്കുകയാണെങ്കിൽ വെസ്റ്റ്മാൻഡ് ഓഫീസിൽ വിളിക്കും, നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് കിട്ടുന്നുണ്ട്. താങ്ക് യു സോ മച്ച് സാർ. എല്ലാവരും വെബിനാറിൽ ജോയിൻ ചെയ്തതിന് വെരി മച്ച് അപ്രീഷിയേറ്റഡ്. ഫർദർ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ സാർ പറഞ്ഞ പോലെ തന്നെ മൺഡേ മോർണിംഗ് തന്നെ നമ്മുടെ ബ്രാഞ്ചുമായിട്ട് കണക്ട് ചെയ്യും. നമുക്ക് അതെല്ലാം ക്ലിയർ ചെയ്ത് തരാം. വൈൻഡ് ചെയ്യുന്നതിന് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. നമുക്കിപ്പോൾ കറന്റ്ലി ജാനുവരി ഇൻടേക്ക് ആണ് റൺ ചെയ്യുന്നത്. അതായത് ജാനുവരി ഫെബ്രുവരി ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഓൾറെഡി അഡ്മിഷൻസ് ഒക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. കുറേ കോഴ്സുകളൊക്കെ ECC അല്ലാതെ തന്നെ പല കോഴ്സുകളൊക്കെ ക്ലോസ് ആയിക്കൊണ്ടും ഇരിക്കുന്നുണ്ട്. സോ ഇനി അധികം ടൈമില്ല. മോസ്റ്റ്ലി ബൈ ഓഗസ്റ്റ് മിഡൊക്കെ ആകുമ്പോഴത്തേക്കും വിസയ്ക്കൊക്കെ സബ്മിറ്റ് ചെയ്ത് തുടങ്ങേണ്ടതുണ്ട്. ആൻഡ് ഇതിൽ മെയിൻ ആയിട്ടെന്ന് പറഞ്ഞാൽ ഡിസംബർ എന്ന് പറയുന്ന മാസത്തിൽ കുറേ ഹോളിഡേയ്സ് ഉണ്ട് അയർലൻഡിൽ. അതുകൊണ്ട് തന്നെ എംബസി, VFS ഇതെല്ലാം ക്ലോസ് ഡൗൺ ആയിരിക്കും. സോ നേരത്തെ അപ്ലൈ ചെയ്യുക, നേരത്തെ ഓഫർ എടുക്കുക, നേരത്തെ കണ്ടീഷൻസ് മീറ്റ് ചെയ്യുക. വിസയ്ക്ക് നേരത്തെ അപ്ലൈ ചെയ്താൽ നേരത്തെ നിങ്ങൾക്ക് വിസ കിട്ടുന്നതായിരിക്കും. ആൻഡ് ഹോളിഡേയ്സിന് മുമ്പായിട്ട് നിങ്ങൾ ഫ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫ്ലൈറ്റ് റേറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് റീസണബിൾ ആയിട്ട് കിട്ടുന്നതൊക്കെ ഉണ്ട്. സോ ടൈം വലിയൊരു ഫാക്ടറാണ്. ഈ ഇമ്മീഡിയറ്റ് ഇൻടേക്ക് തന്നെയാണ് നോക്കുന്നതെങ്കിൽ വേഗം തന്നെ നിങ്ങളുടെ പ്രോസസ്സ് ചെയ്യുക. താങ്ക് യു സോ മച്ച് സർ. എല്ലാവർക്കും ഹാവ് എ ഗ്രേറ്റ് വീക്കെൻഡ്. താങ്ക് യു.